ഹായ് മക്കളെ, ഗുഡ് ഈവനിങ്. യെസ്, എല്ലാവരും ഇന്ന് ഉഷാറായിട്ട് അടിപൊളിയായിട്ട് നാളെ എക്സാം അല്ലേ, എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി തന്നെ അല്ലേ, അതിനു വേണ്ടി തന്നെയാണ് നമ്മൾ നമ്മളുടെ AI ക്ലാസ്, ഈ റിവിഷൻ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അത് എൻ്റെ മുന്നിലിരിക്കുന്ന വിന്നേഴ്സിലെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല, വിന്നേഴ്സിലേക്ക് പുതിയതായിട്ട് വന്ന എല്ലാ കൊച്ചുമക്കൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ സാർ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്യും കേട്ടോ. വിന്നേഴ്സിൽ എല്ലാ മക്കളും ചെയ്യുന്നതാണ്. അപ്പോൾ ബാക്കി എനിക്ക് കൂടി വന്നിരിക്കുന്ന എല്ലാവരും അതുപോലെ തന്നെ ചെയ്യാം. ചെറിയൊരു മെഡിറ്റേഷൻ നമ്മൾ ചെയ്യാം. നന്നായിട്ട് എക്സാം എഴുതണ്ടേ, നന്നായിട്ട് പഠിക്കണ്ടേ ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചെയ്യാം കേട്ടോ. ഈ ലാസ്റ്റ് പറഞ്ഞ കാര്യം നമ്മുടെ മനസ്സിനെ ഒന്നുകൂടി ക്ലെൻസ് ആക്കുന്ന കാര്യമാണ്, ഒന്നുകൂടി ശുദ്ധമാക്കുന്ന കാര്യമാണ്. അപ്പോൾ ശുദ്ധമായ മനസ്സിലേ എന്ത് വരുള്ളൂ, യഥാർത്ഥ അറിവുകൾ അങ്ങനെ തന്നെ കെടുക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളിൽ തട്ടി അറിവുകൾ പുറത്തേക്ക് പോകും. നമ്മളുടെ മനസ്സ് ഏറ്റവും ശുദ്ധമാകുമ്പോൾ ആ ശുദ്ധമായ മനസ്സിലേക്ക് കൂടുതൽ അറിവുകൾ ഇറങ്ങി വരും കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഗുഡ് ഈവനിങ്. വെൽക്കം ടു വിന്നേഴ്സ് കോച്ചിങ് സെൻറ്റർ AI ക്ലാസ്. എൻ്റെ പേര് സുനിൽ എന്നാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നു മക്കളെ, സാറിൻ്റെ പേര് സുനിൽ എന്നാണ് കേട്ടോ. ഓക്കെ അല്ലേ? വിന്നേഴ്സിലെ മക്കൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ല പറഞ്ഞത്, വന്ന പുതിയ മക്കൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, നിങ്ങളുടെ 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 എല്ലാ ചാപ്റ്റേഴ്സും അതിൻ്റെ മേജർ ക്വസ്റ്റ്യൻസും ആ ചാപ്റ്റേഴ്സിൽ നിന്ന് വരാവുന്ന ആക്ടിവിറ്റീസും ലൈക്ക് ഗ്രാമർ, എഡിറ്റിംഗ് മുതലായ കാര്യങ്ങളും എക്സാമിന് എന്തായാലും കൃത്യമായിട്ട് വരിക എന്നുള്ള പ്രഡിക്ഷൻസും മറ്റു കാര്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മക്കളെ. അപ്പോൾ നമുക്ക് സമയം കളയാതെ തുടങ്ങാം. ഞാനിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കും, അപ്പോൾ എനിക്ക് ഉത്തരങ്ങൾ കിട്ടണം കൃത്യമായിട്ട്. ഓക്കെ അല്ലേ? ശ്രദ്ധിച്ചിരുന്നോളണം എല്ലാവരും കേട്ടോ. ഞാൻ ഓരോരുത്തരോട് ചോദിക്കും റാൻഡമായിട്ട്, ആരാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ് തുടങ്ങാൻ പോകുന്നത് നമ്മളുടെ 1ാമത്തെ യൂണിറ്റിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്, യെസ്, എന്താണ് നമ്മുടെ ക്ലാസ്സിന്റെ പേരെന്താണ്? ABC ആണോ? അല്ല, നമ്മളിന്ന് കംപ്ലീറ്റ് പഠിക്കും. എന്താണ്? യെസ്, വിന്നേഴ്സ് AI അക്കാഡമിക് ഇൻസൈറ്റ് ക്ലാസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഫുൾ ഈ അക്കാഡമിക് ഇയറിലുള്ള ഫുൾ കാര്യങ്ങളും നമ്മൾ ഒന്ന് പൊളിച്ചെഴുതാൻ പോവാണ്, ഒന്ന് അരിച്ച് പെറുക്കാൻ പോവാണ്, എല്ലാ കാര്യങ്ങളും എടുക്കാൻ പോവാണ്. സോ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് വന്നിരിക്കുന്നത് ഹാർമണി ഓഫ് മാവൽസ് ആണ് അല്ലേ. ഏറ്റവും നല്ല രസകരമായ കഥയോടുകൂടിയാണ് നമ്മുടെ യൂണിറ്റ് തുടങ്ങുന്നത്. ഏതാണ് കഥയുടെ പേര്? റോബോട്ട് വിത്ത് എ വൈറസ്. പിന്നെ അതിലൊരു പോയം ഉണ്ട്, ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ്. അതുപോലെ തന്നെ ഗ്ലിംസസ് ഓഫ് എമിറേറ്റ്സ് എന്ന് പറയുന്ന വേറൊരു സ്റ്റോറിയുണ്ട്. സ്റ്റോറിയല്ല, ഇറ്റ്സ് എ ട്രാവലോഗ്, യാത്രാ വിവരണമാണ്. ചെറിയൊരു യാത്രാ വിവരണം, രസകരമാണ് അല്ലേടാ. തുടങ്ങിയത് നല്ല ഭംഗിയുള്ള കഥയായിട്ടാണ്. നമുക്ക് റോബോട്ട് വിത്ത് വൈറസ് ഒന്നെടുത്ത് നോക്കിക്കളയാം. സ്റ്റോറി ബൈ പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റാൻ അല്ലേ. നിങ്ങൾക്കറിയാം കഥ, നിങ്ങൾക്കറിയാം, എനിക്കറിയാം, നിങ്ങൾക്കറിയാവുന്ന. എന്നാലും നമുക്ക് ഓടിച്ചു നോക്കിക്കളയാം. ഇതാണ് കഥ. A Robot with a Virus by Pedro Pablo Sacristan is about a careless boy named Ricky. He always leaves his clothes and belongings scattered around the house and never helps with chores. Never helps with chores. അപ്പോൾ ഒരു വാക്ക് നിങ്ങളിപ്പോൾ കേട്ടു, ചോഴ്സ്. എന്താണ് ചോഴ്സ്? ആർക്കെങ്കിലും അറിയാൻ കൈവീശു. ആദ്യത്തെ ചോദ്യം, എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? ചോഴ്സ്, ദിസ് വേർഡ് ചോഴ്സ്. അറിയാവുന്ന വേഗം ടാറ്റ കാണിച്ചോ, ആർക്ക് വേണമെങ്കിൽ കാണിക്കാം. നമ്മൾ ഈ കഥ ആദ്യം പഠിച്ച വേർഡാണത്, ചോഴ്സ്. ആകാശാണ് ഉഷാറായിട്ട് ടാറ്റ കാണിക്കുന്നത്. അവനോട് ഞാൻ ചോദിക്കുന്നു, ആകാശേ പറ. ഗുഡ് ഈവനിങ്, പറഞ്ഞോടാ, എന്താണ് ചോഴ്സ്? ജോലികൾ. എവിടത്തെ ജോലികൾ? പുറത്തു പോയി ചെയ്യുന്ന ജോലിയാണോ? യെസ്, വീടിന്റെ അകത്ത് ചെയ്യുന്ന ജോലികൾ. യെസ്, നിങ്ങളെപ്പോലുള്ള കുട്ടികളും അതുപോലെ അമ്മമാരും അതുപോലെ അച്ഛന്മാരും ആരും ആയിക്കോട്ടെ, അമ്മമാരും അപ്പൂപ്പരായിക്കോട്ടെ, വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ഹൗസ് ഹോൾഡ് ജോബ്സിനെയാണ് നമ്മൾ ചോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവൻ എങ്ങനത്തെ പയ്യനാണ്? അലസനായ പയ്യനാണ്. അവൻ കാര്യമായിട്ട് ഒന്നും എടുക്കാത്ത പയ്യനാണ്. അവൻ മടിയനാണ്. അവൻ എന്ത് ചെയ്യുന്നു? ഡ്രസ്സൊക്കെ ഊരി അവിടേക്ക് വലിച്ചെറിയുന്നു. ഓർമ്മ വരുന്നില്ലേ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ? ഞാൻ ഈ ക്ലാസ് ചാപ്റ്റർ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. സ്വയം ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ റിക്കിയെ പോലെ ആണോ എന്ന് കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ ഇങ്ങനെ വലിച്ചെറിയും, സോക്സ് ഒക്കെ ഇങ്ങനെ വലിച്ചെറിയും, ബാഗൊക്കെ ഇങ്ങനെ വലിച്ചെറിയും. ഇതാണ് അവന്റെ പരിപാടി. അവൻ വീട്ടിലെ ജോലികൾ സഹായിക്കില്ല. ഉണ്ടോ? നെവർ ഹെൽപ്സ് വിത്ത് ചോഴ്സ്. വീട്ടിലെ ജോലികൾ സഹായിക്കില്ല. അപ്പോഴാണ് his parents buy a helpful household robot that cleans and organizes everything. After some time, Ricky notices many of his things disappearing and suspects the robot has a virus. Yes, അപ്പോഴാണ് അച്ഛനമ്മ ഒരു റോബോട്ടിനെ വാങ്ങിക്കുന്നത്. റോബോട്ട്, നിങ്ങൾക്ക് ഇഷ്ടമല്ലേ റോബോട്ടിനെ? ടോയ്സ് ഒക്കെ ആയിട്ട് കളിക്കാനായിട്ട് അടിപൊളിയല്ലേ? അങ്ങനെ ഒരു റോബോട്ടിനെ കിട്ടി. എല്ലാ കാര്യങ്ങളും കൃത്യമായി പക്കയായിട്ട് ചെയ്യുന്ന ഒരു റോബോട്ട്.
എല്ലാവർക്കും സന്തോഷമായി. പിന്നീടാണ് റിക്കി ഒരു കാര്യം നോട്ടീസ് ചെയ്ത് അവൻ്റെ ചില സാധനങ്ങൾ കാണുന്നില്ല. അവൻ റോബോട്ടിനെ സസ്പെക്ട് ചെയ്യുന്നു. സസ്പെക്ട് ചെയ്യുന്നു പറഞ്ഞാൽ എന്താ അർത്ഥം? അവൻ സംശയിക്കുന്നു റോബോട്ടിന് വൈറസ് ഉണ്ട്. ഈ റോബോട്ടിന് വൈറസ് ഉണ്ട് ഇതും പറഞ്ഞ് അവൻ്റെ അച്ഛനോടൊക്കെ കിടന്ന് തല്ലുപിടിക്കുന്നുണ്ട് അല്ലേ, അച്ഛനോട് വഴക്കടിക്കുന്നുണ്ട്, അവന് വിഷമം വരുന്നുണ്ട്. അച്ഛനാണെങ്കിൽ റോബോട്ടിന്റെ സൈഡാ പറയുന്നേ അല്ലേ. അങ്ങനെ അവൻ അന്വേഷിക്കുന്നു. when he investigates he learns the robot sends unused items to people who needs them. പിന്നെ പരിപാടി എന്താണ്? ഇവൻ വലിച്ചെറിയുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? റോബോട്ട് വിചാരിക്കും അത് അവൻ ആവശ്യമില്ലാത്തതെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ പെറുക്കി കൂട്ടി എന്ത് ചെയ്ത് റോബോട്ട് കൂട്ടി വെച്ചിട്ട് അത് റോബോട്ട് വേറെ ആൾക്കാർക്ക് കൊടുക്കും, ആവശ്യമുള്ള ആൾക്കാർക്ക് കൊടുക്കും. അതാണ് എൻ്റെ പരിപാടി. Because Ricky left his things lying around, the robot thought he did not need them. Realizing his mistake, Ricky changes his habits and become more responsible. ഇത് കണ്ടു കഴിയുമ്പോൾ റിക്കിക്ക് മനസ്സിലാവും അവൻ ചെയ്തുകൊണ്ടിരുന്നത് തെറ്റാണെന്ന്. he felt ashamed. അവന് ഭയങ്കര നാണക്കേട് തോന്നും. അങ്ങനെ അവൻ ചേഞ്ച് ആവും. അങ്ങനെ റിക്കിയെ ഈ റോബോട്ട് ചേഞ്ച് ആക്കി നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു കുട്ടിയാക്കി മാറ്റും. അതാണ് ഈ കഥ. ഓർക്കല്ലേ? യെസ്. ഈ കഥയിൽ നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ ആദ്യം പഠിക്കേണ്ട ഒരു കാര്യമാണ് മക്കളെ ഇതിനകത്ത് പ്രൊഫൈൽ കേട്ടോ. റൈറ്റ് എ പ്രൊഫൈൽ ഓഫ് പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റാൻ ബേസ്ഡ് ഓൺ ദ ഫോളോവിങ് ഹിന്റ്സ്. മക്കളെ പ്രൊഫൈൽ എഴുതാനുള്ള ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ? എന്താണ്? ഒരാളുടെ ജീവിതത്തെ പറ്റിയുള്ള ചെറു വിവരണമാണ് കേട്ടോ. ഒരാളുടെ ജീവിതത്തെ പറ്റിയുള്ള ചെറു വിവരണം. അപ്പോൾ അയാൾക്ക് എന്തൊക്കെയാണ് അയാൾ ജീവിതത്തിൽ നേടിയെന്നൊക്കെ ഇവിടെ ഒരു ഹിൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഹിൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് ചെറിയ സൂചനകൾ കൊടുത്തിട്ടുണ്ടാവും. അയാൾ ജനിച്ചെന്താണ്, അയാളുടെ എഡ്യൂക്കേഷൻ എന്താണ്, പാഷൻ കരിയർ എന്താണ്, റൈറ്റിംഗ് ആണ്, വർക്ക്സ് എന്താണ്, അദ്ദേഹത്തിൻ്റെ വർക്കുകൾ എന്തൊക്കെയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഹിൻസ് തരുമ്പോൾ ഇതാണ് നല്ലൊരു ഫോമാറ്റ്. എന്തിൻ്റെ? പ്രൊഫൈൽ എഴുതാനുള്ള ഫോമാറ്റ് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ ഇന്ന് എല്ലാവരും എടുത്തോ, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ, നല്ലതാണ്. ഈ ഫോമാറ്റിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും, ഹിൻസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നവരെ വേഗം എടുത്തോളൂ. ഓക്കെ. അപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് ഹിൻസ് തന്നിട്ടുണ്ടാവും, പേര് തന്നിട്ടുണ്ടാവും. അപ്പോൾ പേരാദ്യം മുകളിൽ എഴുതണം കേട്ടോ. പേരാദ്യം സെൻറ്ററിൽ എഴുതണം, നെയിം ഓഫ് ദ പേഴ്സൺ എഴുതണം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പേര് വീണ്ടും എഴുതണം കേട്ടോ. എന്നിട്ട് വാസ് ബോൺ ഓൺ എന്ന് എഴുതണം കേട്ടോ. വാസ് ബോൺ ഓൺ. എന്നിട്ട് അവിടെ അദ്ദേഹത്തിൻ്റെ ജനിച്ച ഡേറ്റ് കൊടുത്തിടണം കേട്ടോ. ജനിച്ച ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവില്ലേ, അത് ഇവിടെ കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇന്ന് എഴുതണം. ഇന്ന് എഴുതിയിട്ട് ജനിച്ച സ്ഥലം കൊടുത്തിട്ടുണ്ടാവും, അത് കൊടുക്കണം. ഈ ഫോമാറ്റിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ്. ഓക്കെ, ഇതൊന്ന് എളുപ്പം നോക്കാം. ദെൻ അദ്ദേഹത്തിൻ്റെ എന്താണ് പ്രൊഫൈൽ ഇതാ കിടക്കുന്നു. നമ്മൾ പറഞ്ഞ പോലെ പേരൊക്കെ ആദ്യം എഴുതിയിട്ടുണ്ട് കണ്ടോ. പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റാൻ വാസ് ബോൺ ഇൻ മാഡ്രിഡ്, സ്പെയിൻ ഇൻ 1973. ഇവിടെ എന്തുകൊണ്ടാണ്? നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ബോൺ ഓൺ എന്ന് എഴുതാൻ പറഞ്ഞു. പക്ഷെ ഇവിടെ വന്നിരിക്കുമ്പോൾ വാസ് ബോൺ ഇൻ മാഡ്രിഡ്, സ്പെയിൻ ഇൻ 1973 എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വൈ നേരത്തെ ഞാൻ ബോൺ ഓൺ എന്ന് എഴുതാനാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ബോൺ ഇൻ ആണ്. ഇത് രണ്ടും ഇന്നാണ്. സ്ഥലത്തിന് മുമ്പിൽ ഇന്നാണ്, ഇയറിന് മുമ്പിൽ ഇന്നാണ്. അർജുൻ പറയൂ, വേഗം പറയൂടാ. അവിടെ യെസ്, ഇയറിന് മുന്നിൽ എന്ത് ചേർക്കണം? ഇൻ. ഓൺ എന്തിന്റെ മുമ്പിലാ ചേർക്കണ്ടേ? എടാ നീ ആ കൺഫ്യൂഷൻ ആക്കുമല്ലോ. ഓൺ എന്തിന്റെ മുമ്പിലാ ചേർക്കണ്ടേ? എന്തിനു മുമ്പിലാ? ഇയറിന് മുമ്പിൽ ഇന്നാണല്ലോ. കണ്ടോ, ഇന്നല്ലേ ചേർത്തിരിക്കുന്നേ. ഓൺ ചേർക്കേണ്ടത് ഡേറ്റിന് മുന്നിലാണ് ഓൺ ചേർക്കേണ്ടത്. അതായത് ഡേറ്റ് ഉണ്ടെങ്കിലാണ് ഓൺ ചേർക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഡേറ്റ് ഉണ്ടെങ്കിൽ ഓൺ ചേർത്തോളൂ. മറ്റേ ഇയർ മാത്രമുള്ളെങ്കിൽ ഇന്ന് വെച്ച് പറയണം. മനസ്സിലായി? കൈവീശി കാണിച്ചേ. സിമ്പിൾ കാര്യമാണ് കേട്ടോ. അപ്പം അങ്ങനെ പ്രൊഫൈൽ ആ ഫോർമാറ്റ് അനുസരിച്ച് എഴുതണം കേട്ടോ. ഓക്കെ. Ricky kept on complaining about the robot. He had a heated argument with his father. What would be his thoughts after the argument? മക്കളെ, ഈ ചാപ്റ്ററിൽ നിന്നുള്ള നല്ല ചോദ്യമാണ് റിക്കിയുടെ തോട്ട്സ് കേട്ടോ. റിക്കി അച്ഛനുമായിട്ട് തല്ലുപിടിക്കുന്നു. അതിനുശേഷം റിക്കി ആലോചിക്കുന്നു അവൻ്റെ തോട്ട്സ് എന്തൊക്കെയാണ്. What can I do? My father doesn't understand what I say. He argues in favor of robot without paying any heed to my complaints.
ഇവിടെ എനി ഹീഡിന് വേറെ നിങ്ങൾക്ക് അറ്റൻഷൻ എന്ന് പറയാം കേട്ടോ, വിത്തൗട്ട് പേയിങ് എനി അറ്റൻഷൻ ടു മൈ കംപ്ലൈൻസ് ഉണ്ടോ. ഹീഡ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക എന്നാണ്, അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക എന്നാണ് കേട്ടോ. Father is very happy about the robot. I think he loves the robot more than me, but I can't live with the robot. I hate him. I'm sure it is his handiwork to steal things. Handiwork എന്ന് പറയുന്ന അർത്ഥം അവൻ്റെ പണിയാണ്, എൻ്റെ സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോലെ. But it is pity that my father does not believe my words. I am really sad, but I hope one day he will understand me. ഉണ്ടോ, ഇത്രയും അവൻ കഷ്ടപ്പെട്ട് ആലോചിക്കുന്നുണ്ട് ആ സമയത്ത് അച്ഛനായിട്ട് വഴക്കൂടിയതിന് ശേഷം. അപ്പോൾ ഇവൻ്റെ തോട്ട്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ദെൻ നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡയറി റൈറ്റിംഗ് കേട്ടോ. ഡയറി റൈറ്റിങ്ങിനൊരു നല്ല ഫോമാറ്റ് ഉണ്ട്, ആ ഫോമാറ്റ് അനുസരിച്ച് എഴുതി പോകണം കേട്ടോ. ഡയറി റൈറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോമാറ്റ് എന്താണ്? ആദ്യം ഡേ, ഡേറ്റ്, മന്ത്, ഇയർ എന്ന് എഴുതാന്നുള്ളതാണ് കേട്ടോ. ഡേ, ഡേറ്റ്, മന്ത്, ഇയർ ഇത് മുകളിൽ എഴുതിയിരിക്കണം, ഷുവറായിട്ട് എഴുതിയിരിക്കണം കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യണം? ഇതേപോലെ ടുഡേ ഈസ് ആൻ അൺഫോർഗറ്റബിൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം കേട്ടോ. ഇതിനിടയിൽ ഒരു കാര്യം കൂടി എഴുതാം നിങ്ങൾ കേട്ടോ, മൈ ഡിയർ ഡയറി. ഡിയർ ഡയറി എന്ന് എഴുതാം കേട്ടോ, നല്ലൊരു തുടക്കമാണ്. ഡിയർ ഡയറി, ഡേറ്റ് എഴുതിയതിന് ശേഷം താഴെ ഡിയർ ഡയറി. എന്നിട്ട് ഇതുപോലെ തുടങ്ങാം, ടുഡേ ഈസ് ആൻ അൺഫോർഗറ്റബിൾ ഡേ ഇൻ മൈ ലൈഫ്. എടോ മക്കളെ, ഡയറി തുടങ്ങാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു വഴി ഇതാണ് കേട്ടോ. എന്താണ്? ടുഡേ ഈസ് ആൻ അൺഫോർഗറ്റബിൾ ഡേ ഇൻ മൈ ലൈഫ്. ഏത് ഡയറി ആണെങ്കിലും അങ്ങനെ എഴുതി കൂടെടാ. ഡയറിയുടെ പ്രത്യേകത അതല്ലേ. ഇപ്പം ആരുടെ ഡയറിയാ? ഇപ്പം ജോസഫിൻ്റെ ഡയറിയാ, യെല്ലോ അംബ്രയിലെ ജോസഫിൻ്റെ ഡയറിയാണെന്ന് വെച്ചോ, ആരുടെ ഡയറി ആയാലും ശരി, എന്താണ് ടോട്ടോ ചാൻ്റെ ഡയറിയാണെന്ന് വെച്ചോ, ഇങ്ങനെ എഴുതി തുടങ്ങിക്കൂടെ? ടുഡേ ഈസ് ആൻ അൺഫോർഗറ്റബിൾ ഡേ ഇൻ മൈ ലൈഫ് എഴുതിക്കൂടെ? അങ്ങനെ എഴുതി തുടങ്ങണം കേട്ടോ. ഇനി ലാസ്റ്റ് എഴുതുന്നത് ആ കഥയുമായി ബന്ധപ്പെട്ട കാര്യം കണ്ടോ. ടുഡേ റോബോട്ട് ടോട്ട് മീ എ ഗുഡ് ലെസൺ. ടുഡേ റോബോട്ട് ടോട്ട് മീ എ ഗുഡ് ലെസൺ കേട്ടോ. ഇതിനിടയിൽ നമുക്ക് ആ കഥയിലെ കാര്യങ്ങൾ വിശദമായിട്ട് ഇങ്ങനെ എഴുതാം കണ്ടോ. ഇതിനകത്തെ കാര്യങ്ങളില്ലേ, എന്താണ് റോബോട്ടിന് അവൻ്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയതും, റോബോട്ട് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തതും, അത് കണ്ടപ്പോൾ അവന് നാണക്കേട് തോന്നിയതും കണ്ടോ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ചേർക്കാം. തുടക്കവും ഒടുക്കവും ഇങ്ങനെ ആക്കിയാൽ നല്ലതാണ്. മനസ്സിലായോ? കാര്യപ്പെടുത്ത് കിട്ടിയോ? ഇനിയാണ് മക്കളെ ലെറ്റർ റൈറ്റിംഗ്. ലെറ്റർ റൈറ്റിങ്ങിന് ഫോമാറ്റ് ഉണ്ടല്ലോ. എന്തായിരിക്കും ഫോമാറ്റ്? പ്രത്യേകിച്ച് നിങ്ങൾക്ക് പേഴ്സണൽ ലെറ്റർ ആണ് വരിക. ദാറ്റ് മീൻസ് ഒരു ഒഫീഷ്യൽ ലെറ്റർ ഒന്നും വരില്ല, നിങ്ങൾക്ക് ഫ്രണ്ട്സിന് അയക്കുന്ന അല്ലെങ്കിൽ റിലേറ്റീവ്സിന് അയക്കുന്ന ലെറ്ററാണ് വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ലെറ്റർ എങ്ങനെ ഇരിക്കും ഞാൻ പറഞ്ഞുതരാം. ലെറ്ററിന് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഹെഡിങ് എന്ന് പറയും. ഹെഡിങ് എന്ന് പറഞ്ഞാൽ ലെറ്ററിൻ്റെ ലെഫ്റ്റിൽ നമ്മൾ എഴുതുന്ന, മുകളിൽ എഴുതുന്ന തലക്കെട്ട്, അതായത് അഡ്രസ്. ആരുടെ അഡ്രസ്സ് എഴുതണ്ടേ? അയക്കുന്ന ആളാരാണോ അയാളുടെ അഡ്രസ്സ്. ലെറ്റർ അയച്ചിട്ട് ആർക്കാണോ കിട്ടേണ്ടത് അയാളുടെ അഡ്രസ്സ് അല്ലട്ടാ, ആരാണോ ലെറ്റർ അയക്കുന്നത് അയാളുടെ അഡ്രസ്സ് കണ്ടോ. കത്തയക്കുന്ന ആളിൻ്റെ മേൽവിലാസം, തീയതിയും കത്തിൻ്റെ ഇടതുവശത്ത് മുകൾ ഭാഗത്ത് എഴുതണം. കിട്ടൂലേ? ദെൻ പിന്നെന്ത് വേണം? സല്യൂട്ടേഷൻ കേട്ടോ. അപ്പോൾ അഡ്രസ്സും എന്തുകൊണ്ട് തീയതിയും ഉണ്ട് കേട്ടോ, ഇവിടെ ഡേറ്റും ഉണ്ട് കേട്ടോ, ഇവിടെ എഴുതാനുണ്ട്, ഡേറ്റ് എഴുതാനുണ്ട്. പിന്നെ സംബോധന, ദാറ്റ് മീൻസ് അയാളെ നമ്മൾ വിളിക്കുന്നു. ഡിയർ ഫ്രണ്ട്, ഡിയർ ഡാഡ്, ഡിയർ മമ്മി, ഡിയർ പപ്പ ഉണ്ടോ. അങ്ങനെ ഇത് എഴുതണം. ഇനി അതിനടുത്തതാണ് ബോഡി എന്ന് പറയുന്നത്. ലെറ്ററിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ ലെറ്ററിൻ്റെ നടുവിലുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. വളരെ ലളിതമായ, വളരെ സിമ്പിളായിട്ടായിരിക്കണം എഴുതേണ്ടത് കേട്ടോ, ഭംഗിയുള്ളതായിരിക്കണം. അവസാനം നിങ്ങൾ ലെറ്റർ ചുരുക്കുന്ന സമയത്ത് ലീവ് ടേക്കിംഗ് എന്ന് പറയുന്ന സെൻറ്റൻസ് ഉണ്ട്. ഹോപ്പ് ടു മീറ്റ് യു സൂൺ എന്ന് പറയുന്ന, അല്ലെങ്കിൽ എക്സ്പെക്ടിങ് യുവർ റിപ്ലൈ അറ്റ് ദ ഏർലിയസ്റ്റ് എന്ന് പറയുന്ന, സെൻഡ് മൈ റിഗാർഡ്സ് ടു യുവർ പാരൻസ് എന്ന് പറയുന്ന, അങ്ങനെ എന്തെങ്കിലും ഒരു ലീവ് ടേക്കിംഗ് നിങ്ങൾ എഴുതണം കേട്ടോ. ഇതും കഴിഞ്ഞാലാണ് പിന്നെ എന്ത് എഴുതുന്നത്? ക്ലോസിംഗ് ഫ്രേസ് എഴുതേണ്ടത്. ക്ലോസിംഗ് ഫ്രേസ് എന്ന് പറഞ്ഞാൽ യുവേഴ്സ് ലവിംഗ്ലി ആണ്. യുവേഴ്സ് ലവിംഗ്ലി. ഓക്കെ. എന്നാൽ ഇന്നലെ ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു ലെറ്ററിൻ്റെ ഒരു കോമൺ ഫോമാറ്റ് ഞാൻ എപ്പോഴും കാണിച്ചു തരുന്നു. മക്കൾ നോക്കിയെടുത്തോ. ഏത് ലെറ്റർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം കണ്ടോ. ഏതൊരു ഫ്രണ്ട്ലി ലെറ്റർ ഇങ്ങനെ എഴുതാം. ഒന്ന് വായിച്ചു നോക്കിയേ. ആദ്യം പ്ലേസ്, ഡേറ്റ്, നേരത്തെ പറഞ്ഞ പോലെ. ദെൻ ഡിയർ, ആരാണെന്ന് വെച്ചാൽ അയാളെ. തുടങ്ങുക ഇങ്ങനെ തുടങ്ങിക്കോ. ഹൗ ആർ യു, ഹോപ്പ് യു ആർ ഫൈൻ. എല്ലാവർക്കും പറയാൻ പറ്റില്ലടാ. ഹൗ ആർ യു, ഹോപ്പ് യു ആർ ഫൈൻ, ഹൗ ഇസ് എവരി വൺ എൽസ് കണ്ടോ. ഇങ്ങനെയൊക്കെ തുടങ്ങിക്കൂടെ. എന്നിട്ട് ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ടെൽ യു അബൌട്ട്, ഞാൻ ലെറ്റർ എഴുതുന്നത് ഒരു കാര്യം പറയാനാണ് എന്നും പറഞ്ഞാൽ തുടങ്ങുക. ആ കാര്യം അങ്ങോട്ട് പറയാം. ലെറ്റർ എഴുതണമെങ്കിലാവാമല്ലോ, പലരുടെയും ലെറ്റർ ചോദിക്കാം. അപ്പോൾ അവരുടെ ആ കഥ ഒന്ന് അതിനകത്ത് ഇടയിലൊന്ന് ബോഡിയിൽ ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. മേ സ്റ്റോപ്പ് ദ ലെറ്റർ എന്ന് പറയുന്നത് അത് അവസാനിപ്പിക്കുന്ന സമയത്താണ്. മേ സ്റ്റോപ്പ് ദ ലെറ്റർ, സെൻഡ് മൈ ലവിംഗ് റിഗാർഡ്സ് ടു ഓൾ, എല്ലാവർക്കും എൻ്റെ അന്വേഷണം അറിയിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ലീവ് ടേക്കിംഗ് സെൻറ്റൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് ക്ലോസിംഗ് ഫ്രേസ് ആയിട്ട് യുവേഴ്സ് ലവിംഗ്ലി കണ്ടോ. ഓക്കെ അല്ലേ. പിന്നെ നെയിം എഴുതുക. സിമ്പിൾ ഫോമാറ്റ് ഓഫ് എ ഫ്രണ്ട്ലി ലെറ്റർ. നിങ്ങൾക്ക് ഇതൊന്ന്
സ്ക്രീൻഷോട്ട് എടുക്കാം. ഈ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ ഏത് ലെറ്റർ എഴുതാൻ പറ്റും കേട്ടോ. ഓക്കെ, സോ ലെറ്ററിന്റെ ഫോമാറ്റ് കേട്ടോ. ഇതനുസരിച്ച് ലെറ്റർ അവിടെ ഉണ്ട് കേട്ടോ. 5th റെയിൽവേ റോഡ്, അലഹബാദ്, 27 ജൂൺ 2024. മൈ ഡിയർ പ്രസാദ്, ഒരു പേര് എഴുതിയിരിക്കുക, ഒരു കൂട്ടുകാരൻ എഴുതിയിരിക്കുകയാണ്. ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, ഇറ്റ് വാസ് എ ലോങ് ടൈം സിൻസ് വി മെറ്റ്. കണ്ടോ ഇവിടെ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ ഉണ്ട്. ഹൗ ആർ യു ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ തുടങ്ങാം കേട്ടോ. ഐ എം കീപ്പിംഗ് ഫൈൻ, ഐ ഹാവ് ആൻ എക്സൈറ്റിംഗ് ന്യൂസ് ടു ടെൽ യു. കണ്ടോ, ടുഡേ ഐ വാണ്ട് ടു ടെൽ യു സംതിങ് അബൌട്ട് എന്ന് പറഞ്ഞോട് കൊടുത്തില്ലേ. ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ടെൽ യു അബൌട്ട് എന്ന് പറഞ്ഞില്ലേ, അതുപോലെയും തുടങ്ങാം, അല്ലെങ്കിൽ ഇതേപോലെ തുടങ്ങാം. ഐ ഹാവ് ആൻ എക്സൈറ്റിംഗ് ന്യൂസ് ടു ടെൽ യു, ഐ ഹാവ് ആൻ എക്സൈറ്റിംഗ് ന്യൂസ് ടു ടെൽ യു. കണ്ടോ, അപ്പൊ ഇനി ആ കാര്യം, കഥയിലെ കാര്യം, ആ റോബോട്ടിനെ നമ്മൾ നേരത്തെ ഡയറിയിലൊക്കെ എഴുതിയ അതേ കാര്യം കണ്ടോ. ബട്ട്ലർ റോബോട്ടിനെ വാങ്ങിച്ച കാര്യം, ഫാദർ മദറും കൂടി വളരെ ഡിലൈറ്റ് ആയി, എല്ലാവരും ഡിലൈറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷിച്ചു. പിന്നെ പുതിയ റോബോട്ട് ഡ്രീം റിയലൈസ്ഡ് as soon as it arrived, off it went, cooking, cleaning, ironing, ഇതൊക്കെ ചെയ്യുന്ന കാര്യമൊക്കെ പറയാം. പിന്നെ അവൻ്റെ വസ്തുക്കൾ മോഷ്ടിച്ച കാര്യം പറയാം, മോഷ്ടിച്ചല്ല എടുത്തു സൂക്ഷിച്ചു വെച്ച കാര്യം പറയാം. പിന്നെ അവൻ അവസാനം നന്നായിട്ട് മാറി, മാക്സിമം എഫിഷ്യൻസി മെഷീൻ. ഐ റെക്കമെൻഡ് വൺ സച്ച് റോബോട്ട് ഫോർ യുവർ ഹോം ഓൾസോ. കണ്ടോ, നിന്റെ വീട്ടിലേക്ക് ഇങ്ങനത്തെ ഒരു റോബോട്ട് നല്ലതായിരിക്കും എന്നൊക്കെ കൂട്ടുകാരനോട് പറയുന്ന ഭാവമൊക്കെ എഴുതാം. യുവേഴ്സ് ലവിംഗ്ലി SD നെയിം. കണ്ടോ, ഇതാണ് രസം. പിന്നെ അതിനകത്തുള്ള കാര്യമാണ് മക്കളെ കോൺവെർസേഷൻ. അപ്പോൾ കോൺവെർസേഷനിൽ വേണ്ട കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോട്ടോ. കോൺവെർസേഷൻ സിമ്പിൾ ആക്കുക. കോൺവെർസേഷനിൽ എപ്പോഴും നിങ്ങൾ സംസാരിക്കുന്ന ആൾ 2 പേര് കേട്ടോ. കണ്ടോ, റിക്കിയും റോബിനും നമ്മൾ കോൺവെർസേഷനാണ്. വീണ്ടും റിക്കിയും റോബിൻ തന്നെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ 1, 2, 3, 4, 5, ചുരുങ്ങിയത് 5 സംഭാഷണം വിനിമയങ്ങൾ വേണം. ദാറ്റ് മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ടാവണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ ഒന്നായിട്ട് കൂട്ടുന്നത് കേട്ടോ. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ ഒന്നായിട്ട് കൂട്ടും കേട്ടോ. അങ്ങനെ 1, 2, 3, 4, 5 എണ്ണം വേണം. ഞാനകത്തൊരു ഒരെണ്ണം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. 6, 7 എണ്ണം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, എന്തെങ്കിലും ഒരു 5 എണ്ണം ഇതിനകത്ത് നിങ്ങൾ എഴുതിയാൽ ഓക്കെയാണ് കേട്ടോ. അപ്പോൾ 5 എണ്ണം വേണമെന്ന് ഓർത്തിരുന്നോ. അതായത് വിനിമയങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യൽ. എക്സ്ചേഞ്ചസ് 5 എണ്ണം വേണം. ഒരാളുടെ ഡയലോഗിന് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാലാണ് എക്സ്ചേഞ്ച് ആവുന്നത്. അപ്പോൾ 5 എണ്ണം എക്സ്ചേഞ്ച് ആയിട്ട് കൊടുക്കണം കേട്ടോ. ഇനിയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കോൺവെർസേഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ റോബോട്ട്, പോസ്റ്റർ മേക്കിംഗ്. ഇത്തിരി വ്യത്യാസം വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയും ഇതിനകത്ത്. ഒന്ന് കോൺവെർസേഷൻ കേട്ടോ, നമ്മൾ നേരത്തെ കണ്ടില്ലേ കോൺവെർസേഷൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഏതെങ്കിലും കഥാപാത്രമായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ റോബോട്ട്, ഇതാണ് പുതിയതായിട്ട് വരാൻ പോകുന്നൊരു ക്വസ്റ്റ്യൻ. ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ റോബോട്ട്. ഇപ്പം നമ്മൾ പഠിക്കുന്നത് ഇതിനകത്ത് ആ കുട്ടിയുടെ ക്യാരക്ടർ സ്കെച്ച് പഠിക്കുന്നുണ്ടാകാം, ബട്ട് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ റോബോട്ട് ചിലപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല. പിന്നെ പോസ്റ്റർ മേക്കിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ റോബോട്ട് ഒന്ന് നോക്കിക്കളഞ്ഞാലോ. ഇതാ, അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ റോബോട്ട് വേഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ, എന്നിട്ട് പെട്ടെന്ന് വായിച്ചു നോക്കി വെച്ചോ കേട്ടോ. The robot is a major character in the story about Robot to the Virus by Pedro Pablo Sacristan. It's a small and helpful machine bought by Ricky's parents to do household work. The robot cleans the house, irons clothes, and keeps everything in order. It works carefully and follows its program. When Ricky leaves his things lying around, the robot thinks that he does not need them and send them to people who need them. Because of this, Ricky thinks robot has a virus. In reality, the robot is responsible and efficient. Its actions help Ricky realize his mistake and become more careful and responsible. Good. Okay. So ഇതാണ് നമ്മുടെ അതിൽ നിന്നുള്ള പ്രധാന റോബോട്ടിന്റെ ചോദ്യം കേട്ടോ. പിന്നെ അടുത്തത് പോസ്റ്റർ തയ്യാറാക്കാനുള്ള ചോദ്യം വരാൻ സാധ്യത കേട്ടോ മക്കളെ നിങ്ങൾക്ക്. പോസ്റ്ററിൽ എന്തൊക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞേ. പോസ്റ്ററിൽ ബോൾഡ് ആൻഡ് ലാർജ് ലെറ്ററിൽ മെയിൻ കണ്ടന്റ് എഴുതണം, അല്ലെങ്കിൽ മെയിൻ ഹെഡിങ് എഴുതണം. ബോൾഡ് ആൻഡ് ലാർജ് ലെറ്റർ. 2 പോസ്റ്റർ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഉണ്ടാവും, നമുക്കൊന്നുകൂടി എടുത്ത് നോക്കാം. പക്ഷേ അതിനകത്ത് വേണ്ട കാര്യങ്ങൾ പറയുന്നു. ബോൾഡ് ആൻഡ് ലാർജ് ലെറ്ററിൽ എഴുതണം കേട്ടോ. പിന്നെ ഒരു ക്യാച്ചി സ്ലോഗൻ എഴുതണം. അപ്പോൾ അതിങ്ങനെയൊക്കെ എഴുതിയുണ്ടോ, ക്ലീൻ ഇന്ത്യ, ഹെൽത്തി ഇന്ത്യ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ക്യാച്ചി ആയിട്ടുള്ള, അതായത് പെട്ടെന്ന് ആകർഷിക്കുന്ന ഒരു സ്ലോഗൻ എഴുതിയിട്ടുണ്ടാവണം കേട്ടോ. സിമ്പിൾ ഡ്രോയിങ്, എന്തെങ്കിലുമൊക്കെ ഡ്രോയിങ് വരയ്ക്കണം. ഇപ്പോൾ മരങ്ങളുടെയൊക്കെ പടം വരക്കാം, ക്ലീൻ സിറ്റി എന്നൊക്കെ പറയുന്നത്, ഗ്രീൻ സിറ്റി എന്നൊക്കെ പറയുന്ന ഭൂമിയുടെയൊക്കെ പടം വരക്കാം, മനസ്സിലായില്ല, അങ്ങനെ എന്തെങ്കിലും വരക്കണം. ബോർഡേഴ്സ് ആൻഡ് ഫ്രെയിംസ്, ബോർഡർ വരക്കണം, ഫ്രെയിം പോലെയൊക്കെ വരച്ച് വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. ഗിവ് എ കോൾ ടു ആക്ഷൻ. അവസാനം ഉണ്ടല്ലോ, നമ്മളോട് ജനങ്ങളോട് ചെയ്യാൻ പറയുന്ന എന്തെങ്കിലും കാര്യം എഴുതണം. അതായത് സേ നോ ടു പൊല്യൂഷൻ കേട്ടോ, സേ നോ ടു പൊല്യൂഷൻ, സേ നോ ടു പ്ലാസ്റ്റിക്, അങ്ങനെയൊക്കെ എഴുതില്ലേ, അങ്ങനെ എന്തെങ്കിലും എഴുതണം കേട്ടോ. ഇതാണ് നല്ല പോസ്റ്റർ. 2 പോസ്റ്റർ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് എങ്ങനെയൊക്കെയാണ് കണ്ടോ. ബോൾഡായിട്ട് വലുതായിട്ട് ആദ്യം തന്നെ ഒരു
ടൈറ്റിൽ എഴുതിയിട്ടുണ്ട്, പ്ലാസ്റ്റിക് ഈസ് എവരിവെയർ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ബ്രേക്ക് ഫ്രീ ഫ്രം പ്ലാസ്റ്റിക്, ഇത് ജനങ്ങളോട് പറയുന്നൊരു എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ല അതുപോലത്തെ കാര്യമാണ് കേട്ടോ. റീപ്ലേസ് ദെയർ പാക്കേജസ് വിത്ത് റീഫിൽ ആൻഡ് റീയൂസ് സിസ്റ്റം കേട്ടോ. രണ്ടൊരു പടങ്ങളൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ എതിരെയുള്ളതാണ്. സ്റ്റോപ്പ് വേസ്റ്റ് കേട്ടോ. അതുപോലെ ഇപ്പോഴത്തെ എന്താണ്, ഡോണ്ട് കിൽ അവർ ബെസ്റ്റ് ഫ്രണ്ട്, മരങ്ങളെ കൊല്ലരുതെന്ന് പറയുന്നത്. പ്ലാന്റ് എ ട്രീ, ആഡ് എ ന്യൂ ഫ്രണ്ട് ഇൻ യുവർ ലൈഫ് കണ്ടോ. കിട്ടൂലേ? അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിലെ അടുത്ത ചാപ്റ്ററിനെ പറ്റി പറയാം. ഗ്ലിംസസ് ഓഫ് എമിറേറ്റ്സ്. ആ ചാപ്റ്ററിന്റെ പ്രത്യേകത എന്താണ്? അതൊരു യാത്രയാണ്, ഒരാൾ നടത്തിയ യാത്രയാണ്. ഗൾഫ് കൺട്രീസ് UAE-യിലോട്ട് ഒരാൾ നടത്തിയ യാത്രയാണ്. അപ്പോൾ അയാൾ കണ്ട പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങളെ പറ്റി അയാൾ വിശദമായിട്ട് വിവരിച്ചിരിക്കുകയാണ്. വിശദം എന്ന് കഴിഞ്ഞാൽ ഓരോ കുഞ്ഞു കുഞ്ഞു പാരഗ്രാഫായിട്ടാണ് വിവരിച്ചിരിക്കുന്നത്, പക്ഷേ നല്ല രസമായിട്ട് വിവരിച്ചിരിക്കുന്നത്. ആ ഒരു സ്റ്റോറിയാണ് കേട്ടോ. ഗ്ലിംസസ് ഓഫ് എമിറേറ്റ്സ് ഡിസ്ക്രൈബ് ദ ഷോർട്ട് വിസിറ്റ് ഓഫ് the author to the United Arab Emirates. He calls himself an accidental tourist because he had only 2 days to spend there while returning from Oman. ഒമാനിൽ നിന്ന് വരുന്ന വഴിക്ക് 2 ദിവസം എങ്ങനെയോ ഒപ്പിച്ചെടുത്താണ് UAE-യിലുള്ള ഒരു സന്ദർശനം കേട്ടോ. അതുകൊണ്ട് ആക്സിഡന്റൽ ടൂറിസ്റ്റ് എന്നാണ് പറയുന്നത്. During his journey from Ras Al Khaimah to Abu Dhabi, he enjoyed the beautiful desert and peaceful beaches. പോരുന്ന വഴിക്ക് അവിടുത്തെ ഡെസേർട്ടും ബീച്ചസ് ഒക്കെ കണ്ടു. He also saw the Noor Abu Dhabi solar power plant കണ്ടോ, അതും കണ്ടു. Largest solar power plant. The author admired famous places like the Burj Khalifa and the Louvre Abu Dhabi Museum. കണ്ടോ, ബുർജ് ഖലീഫ, അബുദാബി ലൂവ്രെ മ്യൂസിയം ഒക്കെ കണ്ടു. The modern buildings, bright lights and unique landscape impressed him. At the end, he wished he had more time to explore the Emirates. ഇതാണ് അവിടെ നടന്ന കാര്യം കേട്ടോ. ഈ സ്ഥലങ്ങളൊക്കെ കണ്ടത്, ബുർജ് ഖലീഫ കണ്ടു അദ്ദേഹം, പിന്നെന്താ കണ്ടു, ബുർജ് ഖലീഫ കാണാൻ സാധിച്ചു. അതുപോലെ ഒരു ദുബായിലെ ബോട്ട് റൈഡ് അയാൾ ആസ്വദിച്ചു അദ്ദേഹം. ദെൻ ഇത് മറ്റേ സോളാർ പവർ പ്ലാന്റ്, ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്ലാന്റ് കണ്ടു. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അല്ലേ. ഇനി ഇതിനകത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ട്രാവലോഗ് എഴുതാനാണ്. നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തെ പറ്റിയുള്ള ഒരു ട്രാവലോഗ് എഴുതുക. അപ്പോൾ ഏകദേശം ഒരു പാരഗ്രാഫിൽ നിങ്ങൾ ഒരു ട്രാവലോഗ് എഴുതുക. അതെവിടെ, ഇത് കന്യാകുമാരി പോയിട്ടുള്ള ഒരു കാര്യമാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. എങ്ങനെയാണ് പോയതെന്നൊക്കെ പറഞ്ഞു തുടങ്ങുക. കാറിലാണ് പോയത് അല്ലെങ്കിൽ ട്രെയിനിലാണ് പോയത്, ഞങ്ങൾ പോയത് പ്ലെയിനിലാണ് പോയത് കണ്ടോ. അങ്ങനെ എവിടെയെങ്കിലും യാത്ര പോയ കാര്യം ആദ്യം പറഞ്ഞു കൊടുക്കുക. എത്ര മണിക്കാണ് യാത്ര തുടങ്ങിയതെന്നും കന്യാകുമാരിയിൽ എത്ര മണിക്കാണ് എത്തി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങാം കേട്ടോ. പിന്നെ അവിടെ കണ്ട കാഴ്ചകളൊക്കെ വിവരിക്കാം. എല്ലാം പാസ്റ്റ് ടെൻസിൽ എഴുതാം. ഓക്കെ, ഇങ്ങനെയാണ് പാസ്റ്റ് ടെൻസിൽ എഴുതണ്ടേ കേട്ടോ. അങ്ങനെ ആ ഒരു യാത്രയെ പറ്റി എഴുതുന്നൊരു ചോദ്യമുണ്ട്, അത് ഇവിടെ മുഴുവനാവുന്നു കേട്ടോ. ദെൻ പിന്നെ മക്കളിനകത്തുള്ളൊരു ഇതാണ്, ഒരു വഴി കാണിച്ചു തരാനുള്ളൊരു രസകരമായൊരു ചോദ്യമുണ്ട് ഇതിനകത്ത് കേട്ടോ. വഴി കാണിച്ചു തരിക കണ്ടോ. അപ്പോൾ ഇതിൽ ആ കുട്ടികൾ 2 പേരുണ്ട്. ഒരു കുട്ടി മറ്റേ കുട്ടിയോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷൻ റോഡിലൂടെ സ്കൂളിലേക്ക് എത്തുന്ന വഴി ചോദിക്കുകയാണ്. അപ്പോൾ ഓരോ റോഡിൻ്റെ പേരൊക്കെ കൂടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കണം മറ്റേ കുട്ടി കേട്ടോ. അപ്പോൾ വൈ ഡോണ്ട് യു വാക്ക്, ഇറ്റ്സ് ഫൺ എന്ന് പറഞ്ഞ് സെറ പറഞ്ഞു കൊടുക്കുന്നു. മിഴി പറയുന്നു ഓക്കെ കൂൾ, സോ ഹൗ ഡു വി ഗെറ്റ് ദെയർ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ് ഓൾ റൈറ്റ് ലിസൺ, ദ ലൈൻ ജോയിൻസ് ബീച്ച് റോഡ് കണ്ടോ. ഈ ലൈൻ ഇവിടെയാണല്ലോ അവർ നിൽക്കുന്നത് കണ്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ബീച്ച് റോഡാണ് അല്ലേ, ബീച്ച് റോഡ്. വാക്ക് എലോങ് ബീച്ച് റോഡ് ടിൽ യു കെയിം ടു ദ ബിഗ് ഗ്രീൻ സ്ക്രീൻ ഫോർ തുവൽ തീരം റോഡ് കണ്ടോ. ടിൽ യു കെയിം ടു ദ ബിഗ് ഗ്രീൻ സ്ക്രീൻ ഫോർ തുവൽ തീരം റോഡ്. ഇതാണ് ഇവിടുത്തെ സ്ക്രീൻ. അവിടെ നിന്ന് തുവൽ തീരം റോഡിലേക്ക് കയറാൻ പറയണം. അപ്പോൾ തുവൽ തീരം റോഡിലോട്ട് കയറുന്നു, അതിലൂടെ പോകുന്നു. എവറിത്തിങ് ക്ലിയർ സോ ഫാർ, ഇതുവരെ പറഞ്ഞൊക്കെ ക്ലിയർ അല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ മറ്റേ കുട്ടി എന്ത് പറയുന്നു, ഗോഡ് ഇറ്റ് ബീച്ച് റോഡ് ഗ്രീൻ സൈൻ തുവൽ തീരം റോഡ്, അവിടെ വരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു എക്സാക്ട്ലി ടേൺ ലെഫ്റ്റ്. അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും തുവൽ തീരത്തിലൂടെ പോകുമ്പോൾ എന്ത് ചെയ്യണം, ടേൺ ലെഫ്റ്റ് ആൻഡ് കീപ് ഗോയിങ് ഫോർ അബൌട്ട് 200 meters. തുവൽ തീരം എത്തിക്കഴിഞ്ഞാൽ ഒരു 200 meters ലെഫ്റ്റ് തിരിച്ചിട്ട് നേരെ പോകണം എന്ന് പറയാണ്. Then turn left again onto Anganwadi road. And ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യണം, വീണ്ടും ലെഫ്റ്റ് തിരിയണ്ടേ. അംഗൻവാടി റോഡിൽ കയറി ഉണ്ടോ, അത് അംഗൻവാടി റോഡ്. ടേൺ ലെഫ്റ്റ്, ടേൺ റൈറ്റ് ആണെങ്കിൽ ടേൺ റൈറ്റ് പറഞ്ഞോ, ടേൺ ലെഫ്റ്റ് ആണ് ടേൺ ലെഫ്റ്റ് പറഞ്ഞോ. Then right, what's next എന്ന് മിഴി ചോദിക്കുമ്പോൾ പറയും walk past the post office. and ഒരു സാധനം കടന്നു പോകുന്നതിന് walk past the post office, walk past the bank, walk past the school എന്നൊക്കെ പറയാം കേട്ടോ. walk past the pool ഉണ്ടോ, അവിടെ എന്തെങ്കിലും തടാകം പോലെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ അങ്ങനെ പറയാം. അപ്പോൾ വാക്ക് പാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ റോഡിലൂടെ പോയിട്ട് മറ്റേതിനെ കടന്നു പോകാന്നാണ് കേട്ടോ. അങ്ങനെ എന്താണ്, ആൻഡ് ദ പാർക്കും കടന്നു പോകണം കേട്ടോ. പോസ്റ്റ് ഓഫീസും പാർക്കും കടന്നു, വാക്ക് പാസ്റ്റ് രണ്ടും അത് കടന്നു പോവാം.
ഇറ്റ്സ് എ നൈസ് സ്ട്രോൾ, നല്ലൊരു നടത്തമാണ്. സ്ട്രോൾ എന്ന് പറയുന്നതാണ് നല്ലൊരു നടത്തമാണ്. ദാറ്റ്സ് വണ്ടർഫുൾ. വാട്ട് കംസ് ആഫ്റ്റർ ദാറ്റ്? അതിനുശേഷം എന്താ വരുന്നത്? ടേൺ ലെഫ്റ്റ് ഓൺ ടു റെയിൽവേ സ്റ്റേഷൻ റോഡ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ എന്ത് പറയും? ടേൺ ലെഫ്റ്റ് ചെയ്യാൻ പറയും. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ റോഡിലോട്ട് കയറി. കണ്ടാ, ആഫ്റ്റർ അബൌട്ട് 150 മീറ്റേഴ്സ്, ഒരു 150 മീറ്റർ കഴിയുമ്പോൾ യു വിൽ സീ യുവർ സ്കൂൾ ഓൺ ദ ലെഫ്റ്റ്. കണ്ടോ, ഇവിടെ എത്തുമ്പോഴേക്കും ഇടതുവശത്ത് സ്കൂൾ കാണാം. കണ്ടോ, ഇതുപോലെ വഴി പറഞ്ഞു കൊടുക്കുന്ന ചോദ്യം ചിലപ്പോൾ മാപ്പൊക്കെ തന്നിട്ട് തരാം. അപ്പോൾ ഈ പറയുന്ന പോലെ വാക്ക് പാസ്റ്റ് ഒക്കെ പറയണം. ഓരോ സ്ഥലത്ത് കാണുന്നതിൻ്റെ കടന്നു പോകാൻ പറയണം വാക്ക് പാസ്റ്റ് ചെയ്യാണ്. പിന്നെ ടേൺ ലെഫ്റ്റും ടേൺ റൈറ്റും പറയണം കേട്ടോ. ഗോ സ്ട്രൈറ്റ് പറയാം. കണ്ടോ, അങ്ങനെ 150 മീറ്റർ 200 മീറ്റർ എന്നൊക്കെ പറയാം. ഇതൊക്കെ നല്ല വിവരണമാണ്. ഓക്കെ, പിന്നെ മക്കളെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്കൊരു ഒരു സൂത്രം പറഞ്ഞുതരാം. ഈ ഡയറിയില്ലേ, ഡയറി നമുക്കൊരു ലെറ്റർ ആക്കി മാറ്റാൻ പറ്റും കേട്ടോ. ഇപ്പം ഇതിൽ നിന്ന് ഒരു ഡയറി ചോദിക്കണം. അതായത് നമ്മുടെ ഈ യാത്ര ചെയ്ത ആള് UAE സഞ്ചരിച്ചതിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹം ഡയറി ആയിട്ട് എഴുതി. ഇങ്ങനെ ഇരിക്കും. നമ്മൾ ഡയറിയുടെ ഫോർമാറ്റ് നേരത്തെ കണ്ടില്ലേ? കണ്ടോ, നേരത്തെ എന്താണ് പറഞ്ഞത്? അൺഫോർഗറ്റബിൾ ഡേ. ഇതെന്താണ്? വാട്ട് ആൻ അമേസിങ് എക്സ്പീരിയൻസ്. കണ്ടോ, എപ്പോഴും നമ്മൾ ആ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞുകൊണ്ടാണ് ഡയറി തുടങ്ങേണ്ടത് കേട്ടോ. അപ്പം അങ്ങനെ ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ആ ഡയറിയിൽ അദ്ദേഹത്തിന് കണ്ട കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. ഇനി ഇത് തന്നെ ഒരു ലെറ്റർ ആക്കി കാണിച്ചു തരട്ടെ? ദേ പിടിച്ചോ. കണ്ടാ, ലെറ്ററിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ മുകളിൽ എഴുതുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഡ്രസ്സും പ്ലേസും ഡേറ്റും പിന്നെ ഡിയർ ഫ്രണ്ട് ഒക്കെ എഴുതുക. ദേ ലെറ്റർ ഇങ്ങനെ തുടങ്ങുക. ഹൗ ആർ യു? ഹോപ്പ് യു ആർ ഫൈൻ. ഹൗ ഈസ് എവരി വൺ എൽസ്? Everything here is fine by God's grace. I am writing this letter to tell you about an amazing experience I had during an unexpected 2-day trip to UAE. കണ്ടോ, ലെറ്റർ തുടങ്ങിയിരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ അതേ ഡയറിയിലെ കാര്യങ്ങൾ വീണ്ടും എഴുതിയിരിക്കുന്നു. കണ്ടോ, ഇവിടം വരെ സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഇനി അവസാനം ലെറ്റർ അവസാനിപ്പിക്കും. എന്ത് ചെയ്യണം? മേ സ്റ്റോപ്പ് ദ ലെറ്റർ നൗ, സെൻഡ് മൈ ലവിംഗ് റിഗാർഡ്സ് ടു ഓൾ. കണ്ടോ, സിമ്പിൾ പരിപാടിയാണ്. കണ്ടോ, അപ്പോൾ ഒരു ഡയറിനെ നമുക്ക് ലെറ്റർ ആക്കി മാറ്റാം. ഡയറി പഠിച്ചു വെച്ചാൽ മതി. പിന്നെ നമുക്ക് ലെറ്ററിൻ്റെ ആ ഫോമാറ്റില്ലേ നേരത്തെ പഠിച്ചത്, അതങ്ങോട്ട് ഓർത്തിരുന്നാൽ മതിയടാ. അത് എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ഡയറി എഴുതി വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, കഴിഞ്ഞു. പിന്നെ ഡയറിയുടെ ഡേറ്റും മന്തൊക്കെ ഇതിൻ്റെ ഇടയിൽ എഴുതാൻ നിൽക്കരുത് കേട്ടാ. ഡയറിയുടെ കണ്ടന്റ് മാത്രം എഴുതാൻ പാടുള്ളൂ കേട്ടാ. കാര്യം കിട്ടിയാ? അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡയറിനെ ലെറ്റർ ആക്കി മാറ്റാൻ പറ്റും കേട്ടോ. പല ഡയറിനെ നമുക്ക് ലെറ്റർ ആക്കി മാറ്റാൻ പറ്റും കേട്ടോ. ഓക്കെ, സെക്കൻഡ് യൂണിറ്റിലേക്ക് കടക്കാൻ നോക്കാം കേട്ടോ. എ ഡോൾസ് ജേർണി, ഫോറിൻ ലാൻഡ്സ്, ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മറ്റേതിനകത്ത് ഒരു പോയം ഉണ്ടല്ലോ സാറേ, എന്താണ് ആ പോയം? ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ്. അപ്പോൾ അതെന്താണെന്നറിയോ ഞാൻ എടുക്കാത്തേ? പോയംസ് നിങ്ങൾക്ക് പഠിക്കാൻ മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ എക്സാമിന് ചോദിക്കാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പോയംസ് എക്സാമിന് ചോദിക്കുന്നില്ല. പക്ഷേ എങ്ങാനും ചിലപ്പോൾ വന്നാലോ? നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാ യൂണിറ്റിലെയും പോയം അവസാനം നോക്കാം കേട്ടോ. നമുക്ക് ആ സമയത്ത് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഈ ചാപ്റ്റർ ഒക്കെ എടുത്ത് നമുക്ക് കംപ്ലീറ്റ് എടുത്ത് പഠിക്കാം കേട്ടോ. പോയാൽ നമുക്ക് ലാസ്റ്റ് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലെ ഡോൾസ് ജേർണി എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഇതൊരു കുഞ്ഞിക്കുട്ടിയുടെ ഒരു കഥയാണ്. കൂടെ വളരെ ലോകപ്രശസ്തനായ ഒരു തിങ്കർ ആയിട്ടുള്ള ഒരു ഫിലോസഫർ ആയിട്ടുള്ള ഫ്രാൻസ് കാഫ്കയുടെ എക്സ്പീരിയൻസ് കൂടിയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ എന്താണ് ഈ ഡോൾസ് ജേർണി? An anecdote about a girl and her doll. Anecdote എന്ന് പറഞ്ഞാൽ ഒരു സംഭവ കഥ, നടന്നൊരു കഥ കേട്ടോ. അത് ഒരു ഗേളിൻ്റെയും അവളുടെ ഡോളിൻ്റെയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താ കഥയെന്ന്. എന്താണ് കഥ? സിമ്പിൾ കഥ. കഥ, കഥയിലെ ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. A little girl lost her doll and was very sad. ഒരു കുട്ടിക്ക് അവളുടെ ഡോളിനെ കാണാതെ പോയി, ഭയങ്കര വിഷമിച്ച് കരഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ഫ്രാൻസ് കാഫ്ക എന്ന് പറയുന്ന ഇയാൾ വരുന്നത് പാർക്കിലേക്ക്. met her in a park and wanted to comfort her. അവളെ ആശ്വസിപ്പിക്കുന്നു. അയാൾ വന്നിട്ട് കംഫർട്ട് ചെയ്യുന്നു. he told her that the doll had gone on a trip and asked Kafka to deliver her letters. അയാൾ ആ പെൺകുട്ടിനോട് ഒരു കള്ളം പറയുന്നു. ഡോൾ ഒരു യാത്ര പോയതാണ്, എന്നിട്ട് കാഫ്കനോട് പറഞ്ഞിട്ടുണ്ട് ലെറ്ററുകൾ ഇവർക്ക് വന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ്. അല്ലേ? എന്ത് നല്ല രസകരമായ ഒരു കാര്യം നോക്കിയേ. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒരു കുഞ്ഞു നുണ പറഞ്ഞതിന് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇദ്ദേഹം പറയുന്നത് കേട്ടോ. Kafka then began writing letters to the girl pretending that they were from the doll. എന്നിട്ട് ഇയാള് സ്വന്തമായിട്ട് കത്തെഴുതുകയാണ്. ഡോള് തന്നുവിട്ട കത്താണെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ എല്ലാ ദിവസവും ആ കുട്ടിക്ക് കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. In the letters, the doll describes her exciting travels and adventures. ആ ലെറ്ററിലാണെങ്കിലോ ഡോള് തൻ്റെ യാത്രയെ പറ്റിയാണ് പറയുന്നത്. The girl felt happy and reading them. ആ കുട്ടിക്ക് ആ ലെറ്ററുകൾ വായിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആവാണ് കണ്ടോ. But after some time she became moody because she wished the doll would return. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ആ ലെറ്റർ വായിച്ചെങ്കിലും അവർക്ക് വിഷമം വരെയാണ്, കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമം വരെയാണ്. Finally, Kafka wrote that the doll was getting married and could not write for some time. അപ്പോൾ പിന്നീട് കാഫ്ക വേറൊരു ഐഡിയ കണ്ടത് എന്താണ്?
ഡോള് അവിടെ ഒരു കല്യാണം കഴിക്കാൻ പോവാണ്. അപ്പോൾ കല്യാണം കഴിക്കുന്ന സമയത്ത് കുറച്ച് നാളത്തേക്ക് എന്തായാലും എഴുതാനൊന്നും പറ്റില്ലല്ലോ, ഒരു യാത്രയിലേക്ക് ഇരിക്കുമല്ലോ. അങ്ങനെ ആ കുട്ടിയുടെ സങ്കടത്തെ വേറൊരു രീതിയിൽ വഴിതിരിച്ച് വിട്ടുകൊണ്ട് അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ആ സങ്കടം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ കാഫ്ക കേട്ടോ. ഇതൊരു കുഞ്ഞ് എക്സ്പീരിയൻസ് പറയുകയാണ്, കാഫ്കയുടെ ജീവചരിത്രത്തിൽ നിന്നാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയിലാണ് ഇത് എഴുതിയിട്ടുള്ളത്, ഈ കുട്ടിയെ കണ്ടെത്തിയ കാര്യമൊക്കെ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയുണ്ട് പഠിക്കാനുള്ളത്? ദേ അതിനകത്തുണ്ട് ഒരു ഡയറി. ആ കുട്ടിയുടെ ലെവി എന്ന് പറയുന്ന ആ ഡോളിനെ മിസ് ചെയ്ത ഡയറി കേട്ടോ. ടുഡേ ഐ മിസ് ലെവി എ ലോട്ട്. ഷി ഹാസ് ബീൻ അവേ ഓൺ ഹെർ അഡ്വഞ്ചർ ഫോർ വീക്സ് നൗ. ഹെർ ലെറ്റേഴ്സ് ആർ സോ മച്ച് ഫൺ ടു റീഡ് കേട്ടോ. ഷി ടെൽസ് മീ ഓൾ അബൌട്ട് ദ അമേസിംഗ് പ്ലേസസ് ഷി ഹാസ് ബീൻ ആൻഡ് ദ ന്യൂ ഫ്രണ്ട്സ് ഷീസ് മെയ്ഡ്. ഓക്കെ, അപ്പോൾ അവളുടെ ലെറ്ററിൽ എഴുതിയ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ കുട്ടി വീണ്ടും പറയുന്നത് കേട്ടോ. ഓക്കെ, ആ ഡയറി അങ്ങനെ അവസാനിപ്പിക്കാം. ഇനി ഞാൻ നിങ്ങൾക്കൊരു ചോദ്യം തരാൻ പോകാം, പിടിച്ചോ. ദേ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ള ഗ്രാമർ പാർട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റിംഗ് ആണ്. എന്നാൽ നമുക്ക് എഡിറ്റ് ചെയ്ത് നോക്കാം. വാ, ഇതിൻ്റെ ഇടയിൽ എഡിറ്റ് ചെയ്തെടുത്ത് പഠിക്കണം കേട്ടോ. സോ എഡിറ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ആരാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്? ജിയ, പറഞ്ഞോ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഫസ്റ്റിലത്തെ പറയട്ടെ. ആ, റിസീവ്ഡ്. റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ അല്ല. പറയൂ, ഏതാണ്? ഞാൻ അല്ല, അതേതാണെന്ന് അതിനകത്ത് വേറെ തെറ്റെന്താന്ന് പറഞ്ഞു. റിസീവ്ഡ് അല്ല. കാരണം ഒരു കാര്യം ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം മക്കളെ, എല്ലാവരും ടിപ്പായിട്ട് എടുത്തോ. എഡിറ്റിംഗിൽ ടൂവിന് ശേഷം ഒരിക്കലും പാസ്റ്റ് ടെൻസ് പറയൂല കേട്ടോ. ടൂവിന് ശേഷം ഒരിക്കലും പാസ്റ്റ് ടെൻസ് പറയൂല. ഓക്കെ, അപ്പൊ റിസീവ്ഡ് അല്ല, റിസീവ് തന്നെയാണ്. വേറെന്താണ് അതിനകത്ത് പറ്റിയെന്ന് നോക്കാം. അടുത്ത വിളിക്കാം. നൂറ, പറഞ്ഞോടാ. റിസീവിംഗ്. ഒരു കാര്യവും കൂടി പറഞ്ഞുതരാം. ടൂവിന് ശേഷം പാസ്റ്റ് ടെൻസ് മാത്രമല്ല ING ഫോമും ചേർക്കൂല കേട്ടാ. ജസ്റ്റ് പ്രസന്റ് ടെൻസ് മാത്രമേ പറയുള്ളൂ. റിസീവ്. റിസീവ് ആണോ അവിടെ എഴുതിയിരിക്കുന്നേ? ബാക്കി പറഞ്ഞിട്ട് എന്താണ്? ബാക്കി പറഞ്ഞിട്ട് മറ്റു പറഞ്ഞപ്പോലെ. എന്നാ ബാക്കി എന്തെങ്കിലും ഒന്നും പറഞ്ഞു ഒന്നോടി പറ. കാഫ്ക കണ്ടിന്യൂഡ്. അത് കൊള്ളാം. കാഫ്ക കണ്ടിന്യൂഡ്. കാരണം കാഫ്ക കഴിഞ്ഞ കഥയല്ലേടാ, കഴിഞ്ഞ പോയ കഥയാണ്. അപ്പൊ കാഫ്ക കണ്ടിന്യൂ ചെയ്തു എന്ന അർത്ഥത്തിൽ കണ്ടിന്യൂഡ് എന്ന് പറയണം. അത് ശരിയായി, കണ്ടിന്യൂഡ് ആണ്. ഓക്കെ, ഗുഡ്. ശരി, നമുക്ക് ആദ്യം ഇത് എന്താണെന്ന് നോക്കാം. ആരോടെങ്കിലും ചോദിക്കാം, കിട്ടിയ ആളോട് ചോദിക്കാം, എന്നിട്ട് ശേഷം ബാക്കി പറയാം. ആരാ? ആൻമേഴ്സ്, പറ. റിസീവിന്റെ സ്പെല്ലിംഗ് തെറ്റാ. അപ്പൊ എന്താണ് വേണ്ടത്? കറക്റ്റ് പറ. ടു റിസീവില് RECEIVE എന്നാ വരാ. യെസ്, റൈറ്റ് ആൻസർ. RECEIVE ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ശരിയായടാ, അതാണ് കറക്റ്റ് കേട്ടാ. അപ്പോൾ ഒന്നാമത്തത് ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. RECEIVE അല്ലാതെ CIEV അല്ല. ഈ ഐയും ഇയും തമ്മിൽ അങ്ങോട്ട് മാറിപ്പോയി, അതാണ് കാര്യം കേട്ടോ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ പഠിച്ചില്ലേ, ടൂവിന് ശേഷം ഒരിക്കലും പാസ്റ്റ് ടെൻസും ING ഫോമൊന്നും പറയില്ല, പ്രസന്റ് ടെൻസ് തന്നെ പറയുള്ളൂ കേട്ടോ. അപ്പോൾ ടു റിസീവ് ആണ്. പക്ഷേ ഇവിടെ നിങ്ങൾ എന്താണ്? കാഫ്ക കണ്ടിന്യൂഡ്, കാഫ്ക കണ്ടിന്യൂ ചെയ്തു എന്ന് പറയണം. അടുത്തതിന് എന്താ പ്രശ്നം? ടു റോട്ട്. ഇവിടെ എന്താ പ്രശ്നം? ആരെങ്കിലും പറയോ? ആഗ്നൈറ്റ്. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്, പറഞ്ഞോ. സാർ റൈറ്റ് അല്ലേ? ഇതെന്താണ് റൈറ്റ്? എന്തുകൊണ്ടാണ് അങ്ങനെ റൈറ്റ് ആവുന്നേ? അത് പാസ്റ്റ് ആണ്. ടൂവിന് ശേഷം പാസ്റ്റ് ടെൻസ് പറയൂല. ടൂവിന് ശേഷം പാസ്റ്റ് ടെൻസ് പറയൂല. അപ്പൊ റോട്ട് പറയൂല, റൈറ്റ് പറയുള്ളൂ കേട്ടോ. അതാണ് അതിനകത്ത് കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത പറയാം. വളരെ സിമ്പിൾ ആണ്. ഇത് എപ്പോഴും വരുന്ന ഒരു എഡിറ്റ് ആണ് നിങ്ങൾക്ക് വരുന്നത്. എന്താണെന്ന് പറയാം പ്രശ്നം? ഫർസീൻ പറയൂ. പറഞ്ഞു.
എവലിൻ പറയൂ. ക്യാപിറ്റൽ ലെറ്റർ. യെസ്, ബട്ട് എന്നാണ് തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ എന്തായാലും ബട്ട് ഒരു സെന്റൻസിന്റെ തുടക്കം തന്നെയാണ്. ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട് അവിടെ. അപ്പൊ അതിന് ശേഷം എന്തായാലും ക്യാപിറ്റൽ ലെറ്റർ വേണം. ബട്ട് എന്നുള്ളത് ബി ക്യാപിറ്റൽ ലെറ്ററിൽ വേണം. ഗുഡ്. ഓക്കെ, ഇനി ലാസ്റ്റ് ഉള്ള പറഞ്ഞോ. ബിക്കോസ് ഷി വാണ്ടഡ് ടു സീ ദ ഡോൾ അഗെയിൻ. ആരാ? ഇസലുദ്ദീൻ. അറിയാമോ എന്താണെന്നത്? സാറേ ടൂവിന് ശേഷം പാസ്റ്റ് ടെൻസ് അല്ല. അപ്പൊ എന്ത് വേണം? അല്ല, സി വരുള്ളൂ. യെസ്, കറക്റ്റ് ആണ് നീ പറഞ്ഞത്. പക്ഷെ നീ കണ്ടുപിടിച്ച രീതി ഇത്തിരി വ്യത്യാസപ്പെട്ടു കേട്ടോ. എന്താണെന്നറിയോ? അല്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് ശരിക്കും, പാസ്റ്റ് ടെൻസ് അല്ല. ഇത് ഞാൻ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇട്ടേക്കുന്ന. ഓക്കെ, സോ ടു എന്ന് പറയുന്നതിന് ശേഷം പാസ്റ്റ് ടെൻസ് വെക്കൂല. നീ പഠിച്ചെടുത്തു, നല്ല കാര്യം ഞാൻ പറഞ്ഞത്. ഓക്കെ, പക്ഷേ ഇത് സി എന്ന് പറയുന്നത് വേറൊരു സ്പെല്ലിംഗിൽ എഴുതിക്കുന്നുള്ളൂ. ഇവിടെ വേണ്ട സി ഏതാണ്? കാണുക എന്നുള്ള അർത്ഥം വരുന്ന SEE ആണ്. ഓക്കെ അല്ലേ? ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാത്രം പ്രശ്നമുള്ളൂ. ഓക്കെ, ഗുഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ എഡിറ്റിങ്ങിന്റെ പ്രധാനപ്പെട്ട വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ കേട്ടോ. പിന്നെ വീണ്ടും ഒരു ലെറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലെറ്റർ ഒക്കെ പഠിച്ചാണ്, എൻ്റെ ഫോർമാറ്റ് പഠിച്ചാണ്. അഡ്രസ്സ്, ഡേറ്റ്, ഡിയർ ലെവി എന്ന് വിളിച്ചിട്ട് ലെറ്റർ തുടങ്ങിയിരുന്നു. ഐ വാസ് സോ ഹാപ്പി ടു ഗെറ്റ് യുവർ ലെറ്റർ. നിന്റെ ലെറ്റർ കിട്ടിയ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടി എഴുതിയ ലെറ്റർ കേട്ടോ. ആ ലെറ്റർ പഠിക്കാൻ ആവശ്യമുണ്ട്. ഓക്കെ, ലെറ്ററിൽ ലാസ്റ്റ് ഐ മിസ് യു എവറി ഡേ, അതൊരു എന്താണ്, ലീവ് ടേക്കിംഗ് സെൻറ്റൻസ് ആണ്. വിത്ത് ലോട്ട്സ് ഓഫ് ലവ് ഒരു ക്ലോസിംഗ് ഫ്രേസ് ആണ്. അതിനുശേഷം പേര് എഴുതിയിട്ടുണ്ട്, ഇർമാന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ കോൺവെർസേഷൻ, കാഫ്കയും ഗേളും തമ്മിലുള്ള കോൺവെർസേഷന് സാധ്യതയുണ്ട്. നിങ്ങൾ ടിക്ക് ചെയ്ത് വെച്ചോ കേട്ടോ, ഇത് സാധ്യതയുള്ളതാണ്. കാഫ്കയും ഗേളും തമ്മിലുള്ള കോൺവെർസേഷൻ ഞാൻ പറഞ്ഞിട്ടില്ലേ? ഒരു എക്സ്ചേഞ്ച്, രണ്ടാമത്തെ എക്സ്ചേഞ്ച്, മൂന്നാമത്തെ എക്സ്ചേഞ്ച്, നാലാമത്തെ എക്സ്ചേഞ്ച്, അഞ്ചാമത്തെ എക്സ്ചേഞ്ച് കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരെണ്ണോട് എന്തെങ്കിലും എഴുതണം കേട്ടോ. ഓക്കെ, ദെൻ ഐ ഹോപ്പ് വി വിൽ ഫൈൻഡ് ഹെർ സൂൺ. കുഴപ്പമില്ല, നാല് എക്സ്ചേഞ്ചും പിന്നെ ഒരു സെൻറ്റൻസ് കൂടി എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. ചുരുങ്ങിയത് 5 എക്സ്ചേഞ്ച് എത്തിച്ചോളണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ട്. പിന്നെ ലെറ്ററിൽ സൈൻ ഇടണ്ടടാ, നെയിം ഇട്ടാൽ മതി കേട്ടോ. നെയിം ഇട്ടാൽ മതി അടിയിൽ കേട്ടോ. ഓക്കെ, ദെൻ ഇനിയാണ് നിങ്ങൾക്ക് അതിനകത്ത് രസകരമായ ഒരു എക്സസൈസ് ഉണ്ട് കേട്ടോ. ആ എക്സസൈസ് എന്താണെന്ന് ഞാൻ കാണിച്ചത്. ഇത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് കിഡ്സ് dash are really passionate about environment conversation. അവിടെ നിങ്ങളൊരു വാക്ക് ചേർക്കണം. അതുപോലെ ഇവിടെയും anyone dash wants to make a difference, everyone can play a part taking care of our planet, they say. anyone, അവിടെ ഒരു വാക്ക് ചേർക്കണം. എന്താണെന്ന് ആർക്കെങ്കിലും ഒരു ഐഡിയ കിട്ടിയ? ഇത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഇവിടെ ചേർക്കേണ്ട വാക്ക് ഏതാണെന്നൊരു ഐഡിയ കിട്ടിയ? സിയോണ അറിയോ? എന്താണ്? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. യെസ്, ഗുഡ് ഈവനിങ്. ഇവിടെ നമ്മൾ ചേർക്കുന്ന വാക്ക് ഹൂ ആണ്. അങ്ങനെ ചേർക്കുന്ന ഹൂ, ഹൂം, ഹൂസ്, വിച്ച്, വേർ, ദെൻ, വെൻ എന്നൊക്കെ പറയുന്നത് റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയും കേട്ടോ. അറിയാലോ? അപ്പൊ നമുക്ക് അതിനൊന്ന് എക്സസൈസ് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെയും എന്താ ചേർക്കണ്ടെന്ന് പറഞ്ഞ എനിവൺ, ഐഷക്ക് അറിയോ? ഇവിടെ അടിയിലത്തേൽ എന്താ ചേർക്കണ്ടേ? എനിവൺ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. anyone who wants to make. യെസ്, അവിടെ ഹൂ തന്നെയാണ്, അവിടെ ഹൂ തന്നെയാണ്. പക്ഷേ ഈ ഹൂ തന്നെ എപ്പോഴും വരണമെന്നില്ല. നിങ്ങൾ പറ്റിക്കാൻ വേണ്ടി മറ്റേതൊക്കെ വരും. ഏതൊക്കെയാണ്? ഹൂം വരാം, ഹൂസ് വരാം. അപ്പൊ അത് എവിടെയാണെന്ന് അറിയണ്ടേ? അതിന് ഈ എക്സസൈസ് ചെയ്ത് നോക്കി മനസ്സിലാവും കേട്ടോ. ഇത് വീണ്ടും ഉണ്ട് ഇവിടെ ചില സാധനങ്ങൾ വിച്ച് ചേർക്കേണ്ടതുണ്ട്, ചിലതിൽ ദാറ്റ് ചേർക്കേണ്ടതുണ്ട്, ചിലതിൽ ഹൂം, ഹൂസ് ഒക്കെ ചേർക്കേണ്ടതുണ്ട് കേട്ടോ. ഇതേ ഇത് കഴിഞ്ഞ കൊല്ലം വന്ന ഒരു എക്സസൈസ് ആണ് കേട്ടോ. കഴിഞ്ഞ കൊല്ലം ചോദ്യം നേരിട്ട് വന്നിട്ടുണ്ട് ഇതിനെ പറ്റി കണ്ടോ. 2 ചോദ്യങ്ങൾ അതിനെ പറ്റിയാണ് വന്നിരിക്കുന്നത്. ഹൂമോ, വിച്ചോ, ഹൂസോ ഒക്കെ ചേർക്കുന്നതിനെ പറ്റിയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സ്ട്രാ ഞാൻ കൊണ്ടുവന്നുള്ളൂ. ഇവിടെ എന്തായിരിക്കും വരിക? ദ ഗേൾ. ഈ 4 ഏതായിരിക്കും? ഇന്നലെ ഈ എക്സസൈസ് ചെയ്തു തരുന്നു, എന്നാലും ഒന്നുകൂടി എല്ലാവരും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ ഗേൾ ഡാഷ് വൺ ദ റേസ് ഈസ് മൈ ഫ്രണ്ട്. ആര് പറയും? പാർത്ഥിവ് പറയും. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഹൂ ആണോ? യെസ്, ഹൂ ആണ്. ദ ഗേൾ ഹൂ വൺ ദ റേസ് ഈസ് മൈ ഫ്രണ്ട്. ആരാണോ ഇന്നലെ റേസ് ജയിച്ചത് അവൾ എൻ്റെ സുഹൃത്താണ്. ആരാണോ എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അത് മാത്രമല്ല മക്കളെ, ഇതിൻ്റെ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിവിടെ ഹൂ ആണ് ചേർക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തൊട്ടടുത്ത് ഒരു വേർബോ ഹെൽപ്പിംഗ് വേർബോ ഉണ്ടാകും. ഒരു വേർബോ ഹെൽപ്പിംഗ് വേർബോ ഉണ്ടാകും കേട്ടോ. ഇതെന്താണ്?
വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിച്ചു എന്നാണ് പറയുന്നത്. ജയിക്കുക, ജയിച്ചു എന്നൊക്കെ പറയുന്ന ഒരു വേർബാണ്, ഒരു ആക്ഷനാണ്, ആക്ഷൻസ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ആക്ഷൻ ആയതുകൊണ്ട് വൺ ജയിക്കുക എന്നുള്ളതുകൊണ്ട് ഇവിടെ നിങ്ങൾ ഉറപ്പായിട്ടും ഹൂ തന്നെയാണ്. പിന്നെ നോക്കേണ്ട കാര്യം ഇതൊരു ആളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, നോക്കാം, ഒരു പേഴ്സൺ ആണോ നോക്കാം. അങ്ങനെയാണെങ്കിൽ എന്തായാലും ഹൂ തന്നെയാണ് കേട്ടോ. പക്ഷെ താഴെ എന്താണ്? ദിസ് ഇസ് ദ പെൻ ഡാഷ് ഐ ലോസ്റ്റ് യെസ്റ്റർഡേ. ഇവിടെ ഹൂ ഉണ്ട്, വിച്ച് ഉണ്ട്, ഹൂസ് ഉണ്ട്, വെൻ ഉണ്ട്. ഏതാണ് വേണ്ടേ? അല്ല പറയൂ. വിച്ച്. കാരണം എന്താണ്? അതൊരു ഒരു സാധനം ആയതുകൊണ്ട് അല്ലേ. പെന്നിനെ പറ്റി പറയുന്ന പെന്ന്, പേന ഒരു സാധനം അല്ലേ. പേന ഒരു സാധനമാണ്. അപ്പോൾ ഹൂ എന്നൊന്നും പറയൂല. ദിസ് ഇസ് ദ പെൻ വിച്ച് ഐ ലോസ്റ്റ് യെസ്റ്റർഡേ. കണ്ടോ, വിച്ച് ഇറക്കുള്ളൂ, അത് ഓർക്കണം കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ. The man dash they saw at the market is a famous actor. The man, ഇവിടെ എന്താ വരണ്ടേ? ഇവിടെ മനുഷ്യനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താ വരണ്ടേ ഇവിടെ? നോക്കി. ആരാ? റോഷ്നി പറ. Good evening, sir. ഗുഡ് ഈവനിങ്. Sir, ആണോ? എന്താ? Whose they saw at the market is a famous actor. Unfortunately അതല്ലടാ. whose അല്ല, Whom ആണോ? whom ആണ്. ആരെയാണോ എന്ന അർത്ഥത്തിൽ പറയുന്നതാണ് whom കേട്ടോ. ആരെയാണോ എന്ന അർത്ഥത്തിൽ പറയുന്നതാണ് whom. അപ്പോ whom ആണ് ഇവിടെ ചേർക്കേണ്ടത്. ഇനി whom ആണ് ചേർക്കേണ്ടതെങ്കിൽ അടുത്ത ടിപ്പ് ഞാൻ പറയുന്ന ശ്രദ്ധിച്ചോ. whom ആണ് ചേർക്കേണ്ടതെങ്കിൽ അതിന്റെ തൊട്ടടുത്ത് ഒരു വെർബ് അല്ല കിടക്കുക, പകരം എന്താണ്? ഒരു പ്രോനൗൺ ആയിരിക്കും കിടക്കുക. പ്രോനൗൺ ഉണ്ടാകും. പ്രോനൗൺ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഐ, വി, യു, ദേ, ഹി, ഷീ, ഇറ്റ്. ഇതൊക്കെയാണ് പ്രോനൗൺ കേട്ടോ. അപ്പോ പ്രോനൗൺ ആണ് ഇവിടെ കിടക്കുന്നതെങ്കിൽ തൊട്ടടുത്ത് എന്തായിരിക്കും? ഹൂമായിരിക്കും കേട്ടോ. ഇതാണ് അതിന്റെ ഉത്തരം കേട്ടോ. മറ്റെന്താണ്? വെർബ് ആണെങ്കിൽ ഹൂ, പ്രൊനൗൺ ആണെങ്കിൽ ഹൂം. ഓക്കെ, കിട്ടൂലേ? എന്നാ താഴത്തെ പറഞ്ഞേ. ദിസ് ഇസ് ദ ബോയ് ഡാഷ് ഐ ഹെൽപ്ഡ് വിത്ത് ഹോംവർക്ക്. ഒരാൾ പറഞ്ഞേ, വേഗം പറഞ്ഞേ, വേഗം പറഞ്ഞോ. ഗുഡ് ഈവനിങ്. ഞാൻ വന്നു. ഗുഡ് ഈവനിങ് പറഞ്ഞോ. ആരാ വരണ്ടേ ഇവിടെ? ഏതാ എഴുതണ്ടേ? ഹൂം. എന്തുകൊണ്ടാണ് ഹൂം പറയേണ്ടത്? അതല്ല സാറേ, ഞാനൊരു കാര്യം ചോദിക്കാനാ. ചോദിച്ചോ. ടീച്ചർ ഞങ്ങളോട് പറഞ്ഞത് പ്രൊനൗൺ ഇല്ലേ, മറ്റേ ഐ, യു, വി, ദേ, അവിടെ വരെ പറഞ്ഞിട്ടുള്ളൂ. അതുവരെ പറഞ്ഞിട്ടുള്ളൂ. എന്നാ ബാക്കി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കണ്ടോ, ഈ പ്രൊനൗൺ ഇതാണെന്ന് മനസ്സിലായില്ലേ? ഇവിടെ വന്നിരിക്കുന്ന ഒരു പ്രൊനൗൺ അല്ലേ ഐ? കണ്ടോ? അപ്പൊ എന്തായാലും ഇവിടെ എന്താണ് മോൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ഹൂം തന്നെയല്ലേ? കറക്റ്റ് ആണ്. പിന്നെ ഒരു കാര്യം കൂടെ നോക്കണം. ഈ ഹൂം കൂടെ പറയുമ്പോൾ ഒരു കാര്യം നോക്കണം. ഇവിടെ ഒരാളെ പറ്റിയാണോ പറഞ്ഞിരിക്കുന്നത് നോക്കണം കേട്ടോ. അത് നോക്കി ഇവിടെ. ഓക്കെ, ഹൂം വരുമ്പോൾ ഇവിടെ ആളെ പറ്റിയാണ് പറഞ്ഞ് നോക്കിക്കൊള്ളണം കേട്ടോ. എന്നാലാണ് ഹൂം വരുള്ളൂ കറക്റ്റ് ആയിട്ട് കേട്ടോ. പിന്നെ ഇതിന്റെ അപ്പുറത്തൊരു പ്രൊനൗൺ ആണ് പറഞ്ഞേക്കുന്നത് നോക്കണം. അങ്ങനെയാണെങ്കിൽ ഹൂം തന്നെയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത് നോക്കാം നമുക്ക്. ദ ബോയ്. ഇനി ഇവിടെ എന്താ വേണ്ടേ പറഞ്ഞേ? ഇവിടെ എന്താ വേണ്ടേ? ദ ബോയ് ഡാഷ് ബൈക്ക് ഈസ് ബ്രോക്കൺ നീഡ്സ് ഹെൽപ്പ്. ഇവിടെ എന്താ കാര്യം എന്നറിയോ? ശ്രദ്ധിക്കൂ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറഞ്ഞോ. ദയ പറഞ്ഞേ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഹൂസ് ആണോ? ഇവിടെ ഹൂസ് ആണ്. കാരണം ദ ബോയ് ഹൂസ് ബൈക്ക് ഈസ് ബ്രോക്കൺ നീഡ്സ് ഹെൽപ്പ്. ആ ബൈക്ക് തകരാറായിരിക്കുന്നത് ആരുടെയാണോ ആ ബോയ്ക്ക് ഹെൽപ്പ് വേണം. അപ്പൊ നമ്മളിവിടെ ആരെയാണോ എന്നല്ല ചോദിച്ചത്, ആരുടെയാണോ എന്നാ ചോദിച്ചത്. അപ്പൊ ഏതാ വേണ്ടേ? ഹൂസ് ആണ് വേണ്ടേ. കണ്ടോ? ഇനി ഞാൻ അടുത്ത ടിപ്പ് പറഞ്ഞുതരാം. മൂന്നാമത്തെ ടിപ്പ് കേട്ടോ. നിങ്ങൾ ഹൂസ് ആണ് വെക്കുന്നതെങ്കിൽ തൊട്ടടുത്ത് എന്ത് എടുക്കുമെന്നറിയോ? ഒരു നൗൺ എടുക്കും. ഒരു നൗൺ. പ്രൊനൗൺ ഒന്നുമല്ല എടുക്കുക, ഒരു നൗൺ. നൗൺ എന്ന് പറയുന്നത് എന്താണ്? എന്തെങ്കിലും സാധനങ്ങളുടെ പേര്, എന്തെങ്കിലും ആൾക്കാരുടെ പേര്, എന്തെങ്കിലും രാജ്യങ്ങളുടെ പേര്, എന്തെങ്കിലും സാധനത്തിന്റെ പേര്, അതായിരിക്കും ഇവിടെ എടുക്കുക. കണ്ടോ?
ബൈക്ക്. ബൈക്ക് എന്ന് പറഞ്ഞൊരു സാധനത്തിന്റെ പേരല്ലേ? അപ്പോൾ നൗണും കെടുപ്പുണ്ടെങ്കിൽ എന്താണ് എടുക്കുക? അടുത്ത് എടുക്കുക ഹൂസ് ആണ്. ഹൂസ് കേട്ടോ. അപ്പൊ ഞാൻ അടുത്ത പറഞ്ഞേ, പറ നഫീൻ പറയൂ. ഇവിടെ എന്താ വേണ്ടേ? The teacher. Whose pen? കാരണം എന്താ? നീ ഹൂസ് വെക്കാൻ കാരണം എന്താ? അവിടെ ഒരു നൗൺ ആണ്. ഇതൊരു നൗൺ ആണല്ലേടാ. പെൻ എന്ന് പറയുന്ന സാധനം അല്ലേടാ, ഒരു നൗൺ അല്ലേ? കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ 3 ടിപ്പ് നിങ്ങളിപ്പോ പഠിച്ചു. എന്താണെന്നറിയോ? ഹൂ ആണ് വെക്കുന്നതെങ്കിൽ തൊട്ടടുത്ത് എന്തുണ്ടാവും? വെർബോ ഹെൽപ്പിംഗ് വെർബോ ഉണ്ടാവും. അതായത് ഈസ്, ആം, ആർ, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ് ഹെൽപ്പിംഗ് വെർബ്സ് ഇല്ലേ? അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെർബ് ഉണ്ടാവും. ഹൂം ആണ് വെക്കുന്നതെങ്കിൽ തൊട്ടടുത്ത് എന്തുണ്ടാവും? ഇതേപോലത്തെ പ്രൊനൗൺ ഘടുപ്പുണ്ടാവും. ഇനി ഹൂസ് ആണ് വെക്കുന്നതെങ്കിൽ തൊട്ടടുത്തൊരു നൗൺ ഘടുപ്പുണ്ടാവും. കിട്ടിയോ? സംഭവം കിട്ടിയോ? യെസ്, ഇതാണ് അതിനകത്ത് ടിപ്പ് കേട്ടോ. യെസ്, അപ്പൊ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. ഇല്ല, ഞാൻ പറയാം. എത്ര സ്ലൈഡായി? ഓക്കെ, ഇത് അതേ എക്സസൈസ് തന്നെയാണ്. ഇനി അടുത്ത കാലത്തിലേക്ക് പോകാൻ നോക്കുക. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ഹെലൻ കെല്ലറുടെ സ്റ്റോറി ഓഫ് മൈ ലൈഫ് ആണ് നമ്മുടെ അടുത്ത് കേട്ടോ. വളരെ നല്ല ഒരു ഒരു പേഴ്സണാലിറ്റിയാണ് ഹെലൻ കെല്ലർ എന്ന് പറയുന്നത്. നമുക്കറിയാം, കണ്ണ് കാണാൻ പറ്റാത്ത, കാതുകൊണ്ട് കേൾക്കാൻ പറ്റാത്ത, അതുകൊണ്ട് തന്നെ മിണ്ടാനും പറ്റാത്ത ഒരാളായിരുന്നു ഹെലൻ കെല്ലർ. പക്ഷേ അവർ പഠിച്ച് ഡിഗ്രിയൊക്കെ വാങ്ങിച്ച ആളാണ് അല്ലേ? അമേരിക്കക്കാരിയാണ്. നമുക്ക് നോക്കാം. ഹെലൻ കെല്ലർ ഡിസ്ക്രൈബ്സ് ഹർ ഏർലി ലൈഫ് ആസ് എ ഹാപ്പി ആൻഡ് ലൈവ്ലി ബേബി. നല്ലൊരു കുട്ടി, ജനിച്ച് നമ്മളെപ്പോലെ എല്ലാവരെയും പോലെ കണ്ണും കാതും ഒക്കെ ആയിട്ട് ജനിച്ചു വന്നുള്ള കുട്ടിയാണ്. ഷി വാസ് ഈഗർ ആൻഡ് സെൽഫ് അസേർട്ടിങ്. വളരെ നല്ല ഉത്സാഹത്തോടു കൂടി കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ്. ഓൾവേസ് ട്രൈങ് ടു ഇമിറ്റേറ്റ് അതേഴ്സ് ആൻഡ് ലേണിംഗ് വേർഡ്സ് ലൈക്ക് വാട്ടർ. അവൾ ആദ്യമായിട്ട് വാട്ടർ എന്നൊക്കെ പറഞ്ഞ വാക്കൊക്കെ പഠിച്ചെടുത്ത് വന്നതായിരുന്നു. ഷീ ഈവൻ വാക്ക്ഡ് അറ്റ് ദ ഏജ് ഓഫ് 1. 1 വയസ്സിൽ നടക്കാനൊക്കെ പഠിച്ചു. Her life changed suddenly when at 19 months she fell ill and lost both her sight and hearing. 19ാമത്തെ മാസത്തിൽ ഒരു പനി വന്ന് തൻ്റെ കണ്ണിൻ്റെയും കാതിൻ്റെയും കാഴ്ചയും ചെവി കേൾക്കാനുള്ള കഴിവൊക്കെ പോയി ആ കുട്ടിക്ക്. അതോടുകൂടി അവരുടെ ലൈഫ് ചേഞ്ചായി. Although the illness left her in a darkness and silence, she remembered the bright and happy days before it. പക്ഷെ എന്തുകൊണ്ടും അവൾ അത്രയും ചെറുപ്പത്തിലുള്ള അവളുടെ ആ കാഴ്ചയും കേൾവിയൊക്കെ എന്തുകൊണ്ട് അവൾ കുറച്ചെങ്കിലും ഓർത്തിരിക്കുന്നുണ്ട് കേട്ടോ. ആകപ്പാടെ ഇരുട്ടിലായി പോയെങ്കിലും പഴയ കാര്യങ്ങൾ എന്തൊക്കെയോ അവൾ ഓർക്കുന്നുണ്ട് കേട്ടോ. Gradually she got used to her condition, but her teacher later helped her understand the world and set her spirit free. പക്ഷെ അവളുടെ ടീച്ചർ അവളെ അവസാനം നന്നായിട്ട് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചെടുത്തു കേട്ടോ. ആൻ സള്ളിവൻ എന്ന് പറഞ്ഞ ടീച്ചറാണ് അവളെ അതിനുവേണ്ടി സഹായിച്ചത്. മക്കളെ, ഈ ചാപ്റ്ററിലെ ഒരു പ്രധാന ചോദ്യമാണ്, ഇതിലെ കാര്യങ്ങളെല്ലാം വേറൊരു ഓർഡറിൽ തരും നിങ്ങൾക്ക്. ഇതിനകത്ത് സംഭവങ്ങളെല്ലാം ജംബിൾഡ് ഓർഡറിൽ തന്നിട്ട് അത് റിയൽ ഓർഡറിൽ എഴുതാൻ പറയും. അങ്ങനെ ഒരു കാര്യം ഇതിനകത്ത് വരാൻ സാധ്യത കേട്ടോ. സോ അത് നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ എഴുതുക അതിൻ്റെ കാര്യങ്ങളെല്ലാം കേട്ടോ. പിന്നെ അതിനകത്തുള്ള ചോദ്യമാണ്, ന്യൂസ് റിപ്പോർട്ടറാണ് നിങ്ങൾ. യു ഹാവ് ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് ടു ഹെലൻ കെല്ലർസ് മദർ, കേറ്റ് കെല്ലർ. വാട്ട് ക്വസ്റ്റ്യൻസ് വുഡ് യു ലൈക്ക് ടു ആസ്ക് ഹർ? അപ്പോൾ അവരുടെ അമ്മേനെ കണ്ടാൽ എന്തൊക്കെ ചോദിക്കും എന്നുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. സോ ഇത്രയും ചോദ്യങ്ങൾ ഒന്നിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ. ഇതിനകത്ത് ഏതെങ്കിലും ഒരു 5 ചോദ്യം ചോദിച്ചാൽ മതി കേട്ടോ. ഇതിനകത്ത് ഏതെങ്കിലും ഒരു 5 ചോദ്യം ചോദിച്ചാൽ മതി. വിന്നേഴ്സിലെ മക്കളുടെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട് അതിനകത്ത് കേട്ടോ. ഓക്കെ, കിട്ടിയില്ലേ? അപ്പോൾ ഹെലൻ കെല്ലറിനോട് അമ്മയോട് ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങൾ. ഇനി നമുക്കുള്ളത് അടുത്ത യൂണിറ്റ് മക്കളെ. നെക്സ്റ്റ് യൂണിറ്റ് ഇസ് Cloud9. ആ യൂണിറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ട്രിപ്പ് ടു ഹോട്ട് സ്പ്രിംഗ്, ലോഫിംഗ് സോങ്, ദ വേൾഡ് ഓഫ് ഹ്യൂമർ എന്ന് പറയുന്ന 3 ചാപ്റ്റേഴ്സ് കേട്ടോ. അപ്പോൾ ഇതിലും അത് പോയം എന്ന് പറയുന്നത് ലോഫിംഗ് സോങ് ആണ്. നമുക്ക് അവസാനം ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ 2 ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഒന്ന് ട്രിപ്പ് ടു ഹോട്ട് സ്പ്രിംഗ് കേട്ടോ. ടോട്ടോചാൻ്റെ കഥ നല്ല കഥയാണ് അല്ലേ? ഇതാ എഴുതിയിരിക്കുന്നത് തെസുക്കോ കുറയാനഗി എന്ന് പറയുന്ന ജപ്പാനീസ് റൈറ്ററാണ് നമ്മുടെ ടോട്ടോചാൻ. അവരുടെ ഒരു പ്രൊഫൈൽ എഴുതാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കണ്ടോ. നിങ്ങളുടെ എക്സസൈസ് ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സസൈസ് ആണ്. ഇങ്ങനെ ഹിൻസ് എല്ലാം തരുന്നതും അതിനനുസരിച്ച് പ്രൊഫൈൽ എഴുതുന്നത്. നമ്മൾ പ്രൊഫൈൽ എഴുതാനുള്ള പ്രൊഫൈൽ നേരത്തെ പഠിച്ചില്ലേ, ഫോമാറ്റ് പഠിച്ചില്ലേ? ആ ഫോമാറ്റിൽ എഴുതുക. ഹോട്ട് സ്പ്രിംഗ് എന്ന് പറയുന്നത് ഇതാണ് കണ്ടോ. ചൂടുനീരുറവ എന്ന് പറയും കേട്ടോ. കടലിന്റെ നടുക്ക് ഒരു ചെറിയ ഷാലോ പ്ലേസിലാണ് ഇതുള്ളത്. അവിടെയാണ് അവർ കുളിക്കാനൊക്കെ പോയത്. ഇനി ടോട്ടോചാൻ്റെ തോട്ട്സ് ആൻഡ് ഫീലിംഗ്. അടുത്തൊരു ചോദ്യമാണ് പ്രധാനപ്പെട്ട, ഇതിനകത്ത് വരുന്ന ചോദ്യമാണ് ടോട്ടോചാൻ്റെ തോട്ട്സ് ആൻഡ് ഫീലിംഗ്. അമ്മയോട് താങ്ക്സ് പറഞ്ഞുകൊണ്ടാണ് ആ ഫീലിങ്സ് കൊടുക്കുന്നത് കേട്ടോ. കാരണം എന്താണ്, അമ്മ പോരാൻ അനുവദിച്ചു. യു ആർ സോ നൈസ്
for letting me go on the trip. I wonder what it will be like. I have never been on a ship before. What does it feel like to be on the water? Will I see big waves? The idea of taking a train and then ship is so exciting. കണ്ടോ? അപ്പോൾ ആ യാത്രയിൽ അവൾ അനുഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളും ഓർത്തുകൊണ്ടാണ് അവൾ എഴുതുന്നത്. I wonder what snacks my friends will bring. ഫ്രണ്ട്സ് എന്ത് സ്നാക്സ് കൊണ്ടുവരും. മേ ബി നാൻസി വിൽ ബ്രിങ് സമോസ ആൻഡ് ടോം വിൽ ഹാവ് റോസ്റ്റഡ് കാഷ്യൂസ്. ഉണ്ടോ? ഇതൊക്കെ അവളിങ്ങനെ ഇമാജിൻ ചെയ്ത് പറയുന്നതാണ്. അപ്പോൾ അവളുടെ ആ സന്തോഷത്തോടുകൂടിയുള്ള ഇമാജിനേഷനാണ് നമ്മൾ തോട്ട്സ് ആയിട്ട് എഴുതിയിരിക്കുന്നത് കേട്ടോ. ദെൻ അടുത്തത് അവളുടെ ആ ഹാപ്പി സമ്മർ വെക്കേഷൻ്റെ ഒരു ഡയറിയാണ്. ഡയറിയിൽ ഡേറ്റ് മന്ത്രമൊക്കെ എഴുതിയിട്ട് ഡയറി തുടങ്ങുക. ഡയറിയിൽ ഡീറ്റെയിൽസ് ഒക്കെ എഴുതുക. ദെൻ പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ചോദ്യം രണ്ടെണ്ണമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒന്ന് ഡയറി, ടോട്ടോച്ചാൻ്റെ ഡയറി, പിന്നെ ടോട്ടോച്ചാൻ്റെ തോട്ട്സ് കേട്ടോ. എന്തൊക്കെയാണ്? ടോട്ടോച്ചാൻ്റെ ഡയറിയും ടോട്ടോച്ചാൻ്റെ തോട്ട്സും. ഓക്കെ, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ കയ്യിലുണ്ടെങ്കിൽ അതിനകത്ത് പേജ് നമ്പർ ഇതിനകത്തുണ്ട്. അപ്പോൾ എന്തായാലും നോക്കി വെച്ചോ. ഇതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇതിനകത്തൊരു കുഞ്ഞി ചാപ്റ്ററാണ് അടുത്ത ചാപ്റ്റർ, ദ വേൾഡ് ഓഫ് ഹ്യൂമർ. ദ വേൾഡ് ഓഫ് ഹ്യൂമർ ഇത് ഒരു കഥയൊന്നുമല്ല, ഇത് 3 എക്സ്പീരിയൻസുകളാണ് കേട്ടോ. അപ്പോൾ The world of humor is a collection of jokes related to humorous situations from the lives of eminent personalities. ലോകത്തിൽ അറിയപ്പെടുന്ന 3 പ്രശസ്ത വ്യക്തികളുടെ ജീവിതത്തിലുണ്ടായ രസകരമായിട്ടുള്ള തമാശ നിറഞ്ഞ ചില മുഹൂർത്തങ്ങളാണ് മക്കളെ ഈ ഒരു 3 കുഞ്ഞു കഥകളായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിൽ ഒന്നാമത്തത് ആർതർ കോനൻ ഡോയൽ എന്ന് പറയുന്ന ലോകപ്രശസ്തനായ ഡിറ്റക്റ്റീവ് നോവൽ റൈറ്ററുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറാണ് ഇദ്ദേഹത്തെ ആർക്കെങ്കിലും അറിയോ? ആർതർ കോനൻ ഡോയൽ എഴുതിയ ഈ ഒരു ക്യാരക്ടറിനെ ആർക്കെങ്കിലും അറിയോ? Albano. Good evening, sir. Good evening. Sherlock Holmes അല്ലേ? Yes, this is Sherlock Holmes, the world famous character. കേട്ടോ, എഴുതിയ ആളെക്കാൾ കൂടുതൽ ഫേമസ് ആയ ഒരു ക്യാരക്ടറാണ് ഷെർലക് ഹോംസ് കേട്ടോ. അങ്ങനെ വലിയൊരു കഥയാണ് ഷെർലക് ഹോംസിൻ്റെ ഒരുപാട് കഥകളുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ എഴുതിയ ആൾ നമ്മുടെ ആർതർ കോനൻ ഡോയൽ സഞ്ചരിച്ചപ്പോൾ ഉണ്ടായ ഒരു കഥയാണ്. അദ്ദേഹം പാരീസിലെത്തിയപ്പോൾ ഉണ്ടായ ഒരു കഥയാണ്. ഒരു ടാക്സി ഡ്രൈവർ ഇദ്ദേഹത്തെ കണ്ടെത്തുകയും ഇദ്ദേഹത്തിൻ്റെ പേര് പറയുകയും ഇദ്ദേഹത്തെ പരിചയപ്പെടാൻ ശ്രമിക്കുകയും, അതായത് ഇദ്ദേഹത്തിനെ പറ്റി എല്ലാ കാര്യങ്ങളും അയാൾക്ക് അറിയുന്ന പോലെ സംസാരിച്ചു. അപ്പോൾ ഇദ്ദേഹം ആദ്യം ഞെട്ടിപ്പോയി. പക്ഷേ പിന്നീടാണ് അറിയുന്നത് ഇദ്ദേഹത്തിൻ്റെ ബാഗിൽ ഇദ്ദേഹത്തിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഈ ടാക്സി ഡ്രൈവർ ഇദ്ദേഹത്തെ മനസ്സിലാക്കിയെന്ന് അദ്ദേഹം പിന്നീട് അറിയുകയാണ് കേട്ടോ. അതാണ് അതിനകത്ത് തമാശ നിറഞ്ഞൊരു സംഭവം. ഇനി വേറൊരാൾ ഇതേപോലെ തന്നെ മാർക്ക് ട്വെയിൻ എന്ന് പറയുന്ന മറ്റൊരു പ്രശസ്തനായ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അത് അദ്ദേഹം പാരീസിൽ തന്നെ സഞ്ചരിച്ചപ്പോൾ ഒരു ട്രെയിനിൽ പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഇറങ്ങണം. അദ്ദേഹം ദിജോൺ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന് ഇറങ്ങണം. പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും അദ്ദേഹം ഉറങ്ങിപ്പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഉറങ്ങുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു? കണ്ടക്ടറോട് പറഞ്ഞു വെച്ചു, ഡിജോണിൽ തന്നെ ഇറക്കണം. ഞാൻ എന്തോരം ഒച്ചെടുത്താലും ശരി എന്നെ എങ്ങനെയെങ്കിലും അവിടെ ഇറക്കിക്കൊള്ളണം, കാരണം ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് എനിക്ക് ദേഷ്യം കയറും. പക്ഷേ അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട, എന്നെ ഇറക്കിക്കൊള്ളണം എന്ന് പറയും. പക്ഷേ ഇദ്ദേഹം നോക്കുമ്പോൾ എന്താ, ഇദ്ദേഹം പാരീസിലെത്തി. അപ്പോഴാണ് അദ്ദേഹം കണ്ടക്ടറോട് ചോദിക്കുന്നത്, എന്തേ എന്നെ ഇറക്കാഞ്ഞെന്ന് ചോദിക്കുമ്പോൾ കണ്ടക്ടർ എന്ത് പറയും? ഹൈ, അവിടെ ഞാൻ ഒരാളെ ഇറക്കി വിട്ടല്ലോ, അയാൾക്ക് നിങ്ങളുടെ അത്രയും കൂടി ദേഷ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ, അല്ല നിങ്ങളെക്കാളും ദേഷ്യക്കാരനായിരുന്നു അയാൾ, എന്നിട്ട് അയാളെ ഞാൻ അവിടെ ഇറക്കി വിട്ടു എന്ന് പറയാണ്. അപ്പോൾ ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ ആക്കണ ഒരു രീതിയിലുള്ളൊരു തമാശയാണ് അതും മാർക്ക് ട്വെയിൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. ഇനി മൂന്നാമത്തെ ആളെന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് മക്കളെ. ആൽബർട്ട് ഐൻസ്റ്റീൻ വലിയൊരു ശാസ്ത്രകാരനല്ലേ, അറിയാവുന്നില്ല നിങ്ങൾക്ക്? ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഇദ്ദേഹം ചെറുപ്പകാലത്ത് ഒന്നും മിണ്ടാത്ത കുട്ടിയായിരുന്നു. അതാണ് അവരുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. എന്താണ്, ഇദ്ദേഹം വറീഡ് ഔട്ട് മെന്റൽ ഡെവലപ്മെന്റ്, ഇദ്ദേഹത്തിന്റെ മെന്റൽ ഡെവലപ്മെന്റിന്റെ കാര്യം ആലോചിച്ചിട്ട് പാരന്റ്സ് ഭയങ്കര വറീഡ് ആയിരുന്നു കേട്ടോ. അറ്റ് ലാസ്റ്റ് അറ്റ് ദ സപ്പർ ടേബിൾ വൺ നൈറ്റ് ഹി ബ്രോക്ക് ഹിസ് സൈലൻസ് ടു സേ, അവസാനം ഒരു ദിവസം കേട്ടോ, ഏതോ ഒരു 3-4 വയസ്സ് ശേഷം ഉണ്ടോ പറയുന്നത്, അപ്പോഴും സംസാരിച്ചിട്ടില്ല മര്യാദക്ക്. ഒരു സപ്പർ ടേബിൾ, ദാറ്റ് മീൻസ് വൈകുന്നേരം എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുന്ന, ഡിന്നർ കഴിക്കാനിരിക്കുന്ന സമയത്ത് ചോദിക്കുകയാണ്, അവൻ പറയാണ് സൂപ്പ് ഈസ് ടു ഹോട്ട്, സൂപ്പ് ഭയങ്കര ഹോട്ടായിരുന്നു. അപ്പോൾ എന്താണ് മോനെ നീ ഇത്ര നാളും ഒന്ന് സംസാരിക്കാമെന്ന് ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? ഇത്ര നാളും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടന്നുകൊണ്ടിരുന്നത്, അതുകൊണ്ട് സംസാരിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, പരാതി പറയേണ്ട ആവശ്യം വന്നിട്ടില്ല. പരാതി പറയുമ്പോഴാണല്ലോ അത് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു പരാതിയൊന്നുമില്ലാത്ത വളരെ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയായിരുന്നു. ഒരു സാധനം ഇഷ്ടപ്പെടാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് പറയാൻ വേണ്ടി അവൻ വായ തുറന്നു എന്നർത്ഥം കേട്ടോ. ഇതാണ് ആൽബർട്ട് ഐൻസ്റ്റീനെ പറ്റി പറയുന്ന മറ്റൊരു ചെറിയൊരു കോമിക്കലായിട്ടുള്ള ഇൻസിഡൻറ്റ് കേട്ടോ. ഇതേ എന്നാൽ ഇതും കൂടി ചെയ്തിട്ട് നമുക്കൊരു ചെറിയ ബ്രേക്ക് തരാം. ഞാൻ edit the passage. Edit the passage പിടിച്ചോ. Mark Twain, the famous American writer, were traveling in France. Once he was going by train to Dijon. That afternoon he was very tired and wanted to sleep. 3 തെറ്റുകൾ അവിടെ ഉണ്ട്, കണ്ടുപിടിക്കൂ. അനൈ പറയൂ. ഗുഡ് ഈവനിങ്. മൂന്നാമത്തെ കിട്ടി, പറ.
സ്ലീപ്ഡ് എന്നല്ല വരണ്ടത്, സ്ലെപ്റ്റ് എന്നാ വരണ്ടത്. സ്ലീപ്ഡ് എന്നല്ല പറയേണ്ടത്, സ്ലെപ്റ്റ് എന്നാണ് പറയേണ്ടത്. അപ്പോ നേരത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ടൂവിന് ശേഷം എന്ത് വരൂല? പാസ്റ്റ് ടെൻസ് വരൂല. സ്ലെപ്റ്റ് എന്ന് പറഞ്ഞ പാസ്റ്റ് ടെൻസ് അല്ലേ? അപ്പൊ എന്താണ് ശരിയാക്കേണ്ടത്? സ്ലീപ്പ് മതി. ബാക്കി നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ തരും, അതൊന്നും ഇങ്ങനെ വിചാരിക്കണ്ട. സ്ലെപ്റ്റ് ഒക്കെ ആക്കാൻ നോക്കും, പക്ഷെ അതല്ല, ഇവിടെ നമുക്ക് സ്ലീപ്പ് മതി കേട്ടോ. ടു സ്ലീപ്പ്, ഇത്ര ഉള്ള കാര്യം. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് മുകളിലുള്ള എന്താന്ന് പറഞ്ഞോ? അലോണ പറയൂ. എന്താണ് അവിടെ വേണ്ടത്? എന്താണെന്ന് മനസ്സിലാവുന്നില്ലടാ. വേറെ ആള് ചോദിച്ചോട്ടെ? സമയങ്ങളെ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ, സോറി. വേറെ ആളോട് ചോദിക്കാം കേട്ടോ. ഫാത്തിമ പറഞ്ഞേ. ഫാത്തിമ. നൂറ. ഹായ്, ഗുഡ് ഈവനിങ്. പറയടാ, എന്താണ് ഇവിടെ പ്രശ്നം? അതാണ് പറഞ്ഞിട്ടുള്ളത്, മറ്റേ ആൾ ഇതാണ് പറഞ്ഞല്ലേ. ഫസ്റ്റില് വാസ് ആണ് വരിക, കറക്റ്റ് ആണ്. ഇവിടെ ഒരാളെ പറ്റി പറയുമ്പോൾ നമ്മൾ വാസ് ഉപയോഗിച്ചാൽ മതി. കൂടുതൽ പേരെ പറ്റി പറയുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ടത്? വേർ ഉപയോഗിക്കേണ്ടത്. ശരിയല്ലേ? അപ്പൊ ഇവിടെ വാസ് ആണ് വേണ്ടത്. ഓക്കെ, ഗുഡ്. ശരി, അടുത്ത എന്താണ്? ഒന്നും കൂടി പറഞ്ഞേക്ക്. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ഇല്ലാത്ത അല്ലേ? ഫുൾ സ്റ്റോപ്പിന് ശേഷം ക്യാപിറ്റൽ ലെറ്റർ വേണം കേട്ടോ. അപ്പൊ വൺസിലെ ഓ ക്യാപിറ്റൽ ലെറ്ററിൽ വേണം. ഇതാണ് അതിന്റെ ഉത്തരങ്ങൾ. നോക്കൂ, ആദ്യത്തെ വാസ് വേണം, പിന്നത്തെ വൺസിന്റെ ക്യാപിറ്റൽ ലെറ്റർ വേണം, പിന്നെ അടുത്ത് സ്ലീപ്പ് മതി. ഓക്കെ അല്ലേ? കിട്ടിയില്ലേ? യെസ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ചെറിയ ബ്രേക്ക് തരാം കേട്ടോ. നെക്സ്റ്റ് ഇതാണതേ. നിങ്ങൾക്ക് എന്തായാലും ആദ്യം തന്നെ ഒരു പാരഗ്രാഫോ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷനോ തരും. ഇങ്ങനെ, ഇത് കഴിഞ്ഞ വർഷത്തെ എക്സാമിനേഷന് വന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ എന്തായാലും ഈ കോൺവെർസേഷൻ അതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽസ്, ഒരുപാട് ഡാറ്റാസ് ഉണ്ടാവും കേട്ടോ. പല പല കാര്യങ്ങളുണ്ടാവും അതിനകത്ത്. ഈ കഥാപാത്രങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായിട്ട് വായിച്ചു നോക്കണം. ഇപ്പം ഇതിനകത്ത് കുട്ടി ഒരു ബുക്ക് എടുക്കാൻ വേണ്ടി ചെല്ലുന്നു. അപ്പോൾ ബുക്ക് എടുക്കുന്നിടത്ത് സെയിൽസ്മാൻ ആ ബുക്കിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ ഒരുപാട് എക്സൈറ്റിംഗ് ബുക്സ് ഉണ്ട്, അഡ്വഞ്ചർ ബുക്സ് ഉണ്ട്, പലതും ഉണ്ട്. ഹൗ ഓൾഡ് ആർ യു എന്ന് കുട്ടിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചുള്ള ബുക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. ഡു യു ഹാവ് എ ഫേവറേറ്റ് ടൈപ്പ് ഓഫ് അഡ്വഞ്ചർ എന്ന് ചോദിക്കുന്നുണ്ട്. ഏതെങ്കിലും പ്രത്യേക സാഹസിക പുസ്തകങ്ങൾ ഇഷ്ടമാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടി പ്രായം പറയുന്നുണ്ട്, ഐ എം 12 years old ആൻഡ് ഐ ലൈക്ക് സ്റ്റോറീസ് വിത്ത് മാജിക്. സ്റ്റോറീസ് വിത്ത് മാജിക് ആണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഡ്രാഗൺസ്, മാജിക്കും ഡ്രാഗൺസ് ഒക്കെ ഉള്ള ഇഷ്ടം, അങ്ങനത്തെ കഥകളാണ് ഇഷ്ടം എന്ന് കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ ഒരു ബുക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ പറയുന്നുണ്ട് ഗ്രേറ്റ് ചോയ്സസ്. ഹൗ അബൌട്ട് ദ ബുക്ക് ദ മാജിക് ട്രീ ഹൗസ് ബൈ മേരി പെപ്പെ ഓസ്ബോൺ കേട്ടോ. മേരി പെപ്പെ ഓസ്ബോണിന്റെ മാജിക് ട്രീ ഹൗസ് എങ്ങനെ ഇരിക്കും, വായിച്ചു നോക്കുന്നോ എന്ന് ഇയാൾ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ യു മൈറ്റ് ഓൾസോ എൻജോയ് ദ ബുക്ക് ഹാരി പോട്ടർ ബൈ JK റോളിംഗ്. ഹാരി പോട്ടർ ബുക്കും JK റോളിംഗ് എഴുതിയ ഹാരി പോട്ടർ ബുക്കും വായിച്ചു നോക്കിയോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യനുകളിൽ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതുപോലുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് അതിനന്ന് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. പക്ഷെ അതിലൊരു പ്രത്യേക ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതേപോലത്തെ. ഇത് സാധാരണ ക്വസ്റ്റ്യൻസ് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫൈൻഡ് ദ വേർഡ് ദാറ്റ് മീൻസ് ലൈക്ക് ദ മോസ്റ്റ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് തിരഞ്ഞെടുക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ സാധാരണ ഉണ്ട്, വാട്ട് ഈസ് ദ ഏജ് ഓഫ് ദ ചൈൽഡ് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് ഉത്തരമായിട്ട് എഴുതാൻ പറ്റും. ജസ്റ്റ് 12 years എന്നൊക്കെ എഴുതാൻ പറ്റും. ബട്ട് ഇങ്ങനെ ഒരു ചോദ്യം, 4 സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് തരും. എന്താണ്? ഈ പറഞ്ഞ പാരഗ്രാഫിനെ പറ്റിയുള്ള 4 സ്റ്റേറ്റ്മെന്റ് തരുന്നു കേട്ടോ. ദ ചൈൽഡ് ഈസ് 12 years old, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ ചൈൽഡ് ലൈക്ക് സ്റ്റോറീസ് വിത്ത് മാജിക് ആൻഡ് ഡ്രാഗൺ, രണ്ടാമത്തത്. മൂന്നാമത്തത്, ദ സെയിൽസ്മാൻ റെക്കമെൻഡഡ് പെർസി ജാക്സൺ ഫോർ മാജിക് ആൻഡ് ഡ്രാഗൺസ്. ഫോർത്ത് വൺ, ദ ചൈൽഡ് പെയ്ഡ് 397 ഫോർ ദ ബുക്ക്. കണ്ടോ, ഇവിടെ അതൊക്കെയുണ്ട്. ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്, എത്ര രൂപ അടച്ചു എന്നുള്ള കാര്യം ഇവിടെ ഉണ്ട്. വായിച്ചു വരുമ്പോൾ മനസ്സിലാവും. കണ്ടോ, ഇവിടെ ഉണ്ട് ₹397. അപ്പോൾ അത് റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് മനസ്സിലായിക്കോളണം കേട്ടോ. ഇങ്ങനെ ഒരു 4 സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് തരും. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് നേരെ ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് എഴുതി വെക്കണം. കണ്ടോ, ഇപ്പൊ തന്നെ മനസ്സിലാവും. ദ ചൈൽഡ് ഈസ് 12 years old, ശരിയാണോ? അപ്പോൾ അതിന് നേരെ ട്രൂ എന്ന് എഴുതി വെക്കാം. ദ ചൈൽഡ് ലൈക്ക് സ്റ്റോറീസ് വിത്ത് മാജിക് ആൻഡ് ഡ്രാഗൺസ്, ശരിയാണോ? ശരിയാണെങ്കിൽ അതിന് നേരെ ട്രൂ എന്ന് എഴുതി വെക്കാം. ദ സെയിൽസ്മാൻ റെക്കമെൻഡഡ് പെർസി ജാക്സൺ ഫോർ മാജിക് ആൻഡ് ഡ്രാഗൺസ്, ശരിയാണോ? നിങ്ങൾ പറയൂ. ഒരാളെത്തിയ സാർ, അനിക, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ഗുഡ് ഈവനിങ്.
മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ സെയിൽസ്മാൻ റെക്കമെൻഡഡ് പേഴ്സി ജാക്സൺ ഫോർ മാജിക് ആൻഡ് ഡ്രാഗൺസ്. ആണ്. ശരിയാണ്. ആണ്. ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കി ഇവിടെ. ഒരു മിനിറ്റ് നോക്കട്ടെ. ഗ്രേറ്റ് ചോയ്സസ്. ഹൗ അബൌട്ട് ദ ബുക്ക് ദ ആ മാജിക്? അല്ല സോറി ആ അല്ല ശരിയല്ല ഏ ശരിയല്ല. ശരിയല്ല. സോ ഫോൾസ് ആണ്. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നേരെ നിങ്ങൾ എഴുതി വെക്കണം, ഫോൾസ്. അത് ആ ചോദ്യത്തിലാണ്, ഇതിനകത്താണ് ഇങ്ങനെ എഴുതി വെക്കണ്ടേ കേട്ടോ. നിങ്ങൾക്ക് വരാൻ പോകുന്ന ചോദ്യത്തിൽ എങ്ങനെയാണെന്ന് അനുസരിച്ച് എഴുതി വെച്ചോളാം. അപ്പൊ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് നേരെ ട്രൂ ട്രൂ അല്ലെ ഫോൾസ് ട്രൂ എന്നൊക്കെ എഴുതി വെക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഒന്നാമത്തെ ട്രൂ, രണ്ടാമത്തെ ട്രൂ, മൂന്നാമത്തെ ഫോൾസ്, നാലാമത്തെ ട്രൂ അല്ലേ. ചൈൽഡ് പെയ്ഡ് 397 കണ്ടുപിടിയുണ്ട്, 397 പേ ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ട്രൂ ട്രൂ ഫോൾസ് ട്രൂ എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ അടുത്തതേ ഇങ്ങനെ ഒരു ഓപ്ഷൻ തരും നിങ്ങൾക്ക്. ഇനി ഇതാണ് നിങ്ങൾ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഓപ്ഷൻസ് ആണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ട്രൂ, 3 and 4 ആർ ഫോൾസ്. ആ ഓപ്ഷൻ ശരിയാണോ? ഈ ഓപ്ഷൻ ശരിയാണോ? അല്ലല്ലോ, നിങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടില്ലേ? നെക്സ്റ്റ് ഓപ്ഷൻ, സ്റ്റേറ്റ്മെന്റ് 2 and 3 ആർ ട്രൂ, 1 and 4 ആർ ഫോൾസ്. അതും ശരിയല്ലല്ലോ. അല്ല. സ്റ്റേറ്റ്മെന്റ് 1 and 2 and 4 ആർ ട്രൂ, 3 ഈസ് ഫോൾസ്. അതല്ലേ നിങ്ങൾക്ക് കിട്ടിയത് അല്ലേ? അപ്പൊ നിങ്ങൾ ഉത്തരമായിട്ട് എഴുതേണ്ടത് ഏതാണ്? ഈ സി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇനി ഓൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ എന്ന് എഴുതിയിട്ടുണ്ട്. എല്ലാ സ്റ്റേറ്റ്മെന്റും ട്രൂ ആണോ? അല്ല, മൂന്നാമത്തെ തെറ്റല്ലേ, ഫോൾസ് അല്ലേ. അപ്പൊ അതും തെറ്റി. അപ്പൊ ഇതാണ് അതിനകത്ത് ട്രൂ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കറക്റ്റ് ഓപ്ഷൻ ഇതാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇങ്ങനെ ഒരു ചോദ്യം വരും കേട്ടോ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിന് ആദ്യത്തെ പാരഗ്രാഫിൽ നിന്നുള്ള ഇങ്ങനെ ഒരു ചോദ്യം വരും, ഉറപ്പാണ്. അപ്പൊ ഇത് ശ്രദ്ധിച്ചോളണം. ഇത് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെന്റ്സിന്റെ നേരെ നിങ്ങൾ എന്ത് ചെയ്യണം? ട്രൂ ഫോൾസ് എന്നൊക്കെ എഴുതിക്കൊള്ളണം കേട്ടോ. എന്നിട്ട് ഈ ഓപ്ഷന്റെ നേരെ നോക്കിയിട്ട് ആ പറഞ്ഞ അനുസരിച്ച് കറക്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. കിട്ടിയോ? ചെയ്യില്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത 2 യൂണിറ്റിലേക്ക് വേഗം കിടക്കാം. ഇതാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ കൂടുതൽ വരാൻ സാധ്യതയുള്ള യൂണിറ്റുകൾ, യൂണിറ്റ് 4 ആൻഡ് യൂണിറ്റ് 5. യൂണിറ്റ് 4 റെഞ്ചീസ് മാജിക് ബാറ്റ്, ഡോസ് ഓഫ് ഡെയറിംഗ് എന്ന പോയം, പ്രേയിങ് ഹാൻഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ റെഞ്ചീസ് മാജിക് ബാറ്റ് കേട്ടോ. രഞ്ജിയുടെ ഒരു മാന്ത്രിക ബാറ്റ്, അതാണ് ആ കഥ. ഈ കഥയിൽ രഞ്ജി ദ ലാസ്റ്റ് ബാറ്റ്സ്മാൻ, ഈ കഥയിൽ കഥ തുടങ്ങുന്നത് ഒരു ക്രിക്കറ്റ് മാച്ചോടുകൂടിയാണ്. ശരിയല്ലേ? Ranji, the last batsman in his school cricket team, had the fate of the match on his shoulders, but got out for 0 and his team lost. അവനായിരുന്നു ആകപ്പാടെ ഉണ്ടായിരുന്ന പ്രതീക്ഷയുടെ ഒരു ബാറ്റ്സ്മാൻ. പക്ഷേ അവൻ 0-ന് ഔട്ടായി ഡക്കായി പോയി. അതോടുകൂടി അവന്റെ ടീം തോക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കളി തോക്കുന്നതോടുകൂടിയാണ് ഈ കഥ തുടങ്ങുന്നത്. Feeling sad, he visited Mr. Kumar's sports shop, where the kind ex-cricketer lent him an old magic bat he had used to score a century. അവിടെ കുമാർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ഒരു എക്സ് ക്രിക്കറ്റർ ആണ് കേട്ടോ. മുന്നേ ക്രിക്കറ്റ് കളിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹം അവനെ കടയിലേക്ക് കൊണ്ടുപോയിട്ട് അവനൊരു ബാറ്റ് കൊടുക്കുകയാണ്. ആ ബാറ്റ് മാജിക് ബാറ്റ് ആണെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അവന്റെ വിഷമം കണ്ടിട്ടാണ് അയാൾ കൊടുക്കുന്നത് അല്ലേ. അപ്പോ ആ ബാറ്റ് ഇയാള് പണ്ട് കളിച്ചപ്പോ ഒരു സെഞ്ചുറി അടിച്ച ബാറ്റാണത് കേട്ടോ. അതുകൊണ്ടാണ് അയാൾ മാജിക് ബാറ്റ് എന്ന് പറയുന്നത്. വിത്ത് ഇറ്റ്, ആ ബാറ്റ് കൊണ്ട് രഞ്ജി സ്കോർഡ് 58 runs and won the next match. അടുത്ത മാച്ചിൽ അവൻ 58 runs അടിച്ചു, മാച്ച് ജയിച്ചു കണ്ടോ. ലേറ്റർ ഹി ലോസ്റ്റ് ദ ബാറ്റ് ഓൺ എ ബസ്. പിന്നീട് ഒരു കുഴപ്പം പറ്റി. മാജിക് ബാറ്റിന്റെ ബലത്തിലാണ് അവൻ പിന്നീടുള്ള കളിയൊക്കെ ജയിച്ചത്. ഒരു ദിവസം കളി കഴിഞ്ഞ ഒരാളെ പരിക്കുപറ്റിയ ഒരാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ തിരക്കില് ബസ്സിൽ വെച്ചവൻ ഇത് ബാറ്റ് നഷ്ടപ്പെടുത്തി. അവന്റെ കയ്യിൽ നിന്ന് പോയി, മറന്നുപോയി അവൻ കേട്ടോ. അപ്പോഴാണ് ബട്ട് മിസ്റ്റർ കുമാർ എക്സ്പ്ലെയിൻഡ് ദാറ്റ് കോൺഫിഡൻസ് നോട്ട് ദ ബാറ്റ് വാസ് ദ കീ. അപ്പോഴാണ് മിസ്റ്റർ കുമാർ വീണ്ടും അവനെ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നത്, മോനെ ബാറ്റിലല്ല കാര്യം, എവിടെയാണ് കാര്യം ഇരിക്കുന്നത്? കോൺഫിഡൻസ് കേട്ടോ, നമ്മളുടെ ആത്മവിശ്വാസത്തിലാണ് കാര്യം ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ബിലീവിംഗ് ഇൻ ഹിംസെൽഫ്, രഞ്ജി ബോറോഡ് അനദർ ബാറ്റ് ആൻഡ് സ്കോർഡ് 75 runs പ്രൂവിംഗ് ഹിസ് സ്കിൽ. പിന്നീട് അവന് മനസ്സിലായി കോൺഫിഡൻസിലാണ് കാര്യം, സ്കില്ലിലാണ് കാര്യം. അതുകൊണ്ട് അവൻ മാജിക് ബാറ്റ് എന്നുള്ള കൺസെപ്റ്റ് തന്നെ ഉപേക്ഷിച്ചു. പിന്നീട് കിട്ടിയ ബാറ്റ് കൊണ്ടൊക്കെ അവൻ അടിച്ച് തകർത്ത് എന്താണ് അവന്റെ സ്കില്ല് കാണിച്ചു കേട്ടോ. 75 runs അവൻ സ്കോർ ചെയ്തു പിന്നീടുള്ള കളിയിൽ. ഓക്കെ, ഇതാണ് നമ്മുടെ രഞ്ജിയുടെ കഥ. ഇനി ഇതിൽ നിന്നൊരു ചോദ്യം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അടിപൊളി ചോദ്യം. ഈ ചോദ്യം വരാൻ ഒരു 90% അല്ല 100% സാധ്യതയുണ്ട് കേട്ടോ. അതിന്റെ പേരാണ് ക്രിസ്പ് കമന്റ്സ്. ഒരാളെ പുകഴ്ത്തിക്കൊണ്ട് നമ്മൾ വാട്സപ്പിലൊക്കെ അയക്കൂലേ മെസ്സേജസ്, ആ ഒരു മെസ്സേജ് ക്രിസ്പ് കമന്റ് കേട്ടോ. അപ്പൊ അത് ഏത് വിഷയത്തിൽ വേണമെങ്കിലും ആവാം. ഇപ്പൊ രഞ്ജിനെ പറ്റിയുള്ള 2 ക്രിസ്പ് കമന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രേവോ രഞ്ജി, വളരെ ധീരനാണ് നീ രഞ്ജി. യു പ്ലേഡ് അമേസിംഗ്ലി, നീ ഭയങ്കര അത്ഭുതകരമായിട്ട് കളിച്ചു. ആൻഡ് എവരി വൺ ലവ്ഡ് ഇറ്റ്, എല്ലാവരും അത് ഇഷ്ടപ്പെട്ടു.
ആൻഡ് നൗ എവരി വൺ ഈസ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. എല്ലാവരും അതിനെ പറ്റി പറയുന്നു. യു ആർ എ സ്റ്റാർ, നീ ഒരു സ്റ്റാർ ആണ് രഞ്ജി, കുഡോസ് ടു യു ഫോർ പ്ലേയിങ് സോ വെൽ. കണ്ടോ, ടീം ഈസ് ലക്കി ടു ഹാവ് എ സ്റ്റാർ ലൈക്ക് യു. നിന്നെ പോലെ സ്റ്റാർ കിട്ടിയതിൽ ഞങ്ങൾ ഭയങ്കര ലക്കിയാണ്. കേട്ടോ, ഇങ്ങനെയുള്ള കുറച്ച് രസകരമായ കമൻസ്, പുകഴ്ത്തിക്കൊണ്ടുള്ള കമൻസ് അതെടുക്കുക. Chris comment like this plays a significant role on various occasions in life due to its ability to convey ideas and emotions precisely. Can you make some crisp comments on Renji's wonderful performance? രഞ്ജിയുടെ പെർഫോമൻസ് തന്നെ ചോദിക്കണമെന്നില്ല. രഞ്ജിയുടെ പെർഫോമൻസ് ആണെങ്കിൽ ഇങ്ങനെ രണ്ടു മൂന്നുണ്ട് കണ്ടോ, ഇങ്ങനെ ക്രിസ്പ് കമൻസ് എഴുതാം കേട്ടോ. ഇത് വേണമെങ്കിൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തു. കാരണം ഈ ക്രിസ്പ് കമൻസ് തന്നെ പേരൊന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, പിന്നെ ദേ അടുത്ത ക്രിസ്പ് കമന്റ് നോക്കിയോ. ഇത് ബെസ്റ്റ് ആക്ടേഴ്സ് അവാർഡിനാണ് കേട്ടോ. ബെസ്റ്റ് ആക്ടേഴ്സ് അവാർഡിന്റെ കുറച്ച് ക്രിസ്പ് കമന്റ്സ്. കൺഗ്രാറ്റുലേഷൻസ് ഓൺ ദ വെൽ ഡിസേർവ്ഡ് വിൻ. You brought the character to life and truly shined on stage. We are so proud to see you recognized for your talent. അടുത്ത കമന്റ്, യു ആർ സിംപ്ലി സ്റ്റണ്ണിങ്. കണ്ടോ, യു ആർ സിംപ്ലി സ്റ്റണ്ണിങ് എന്നൊക്കെ ഉള്ളത് ഏതൊരാളുടെ ക്രിസ് കമന്റിനും കൊടുക്കാൻ പറ്റിയ കാര്യം കേട്ടോ. യു ആർ സിംപ്ലി സ്റ്റണ്ണിങ്. എവറി എക്സ്പ്രഷൻ, എവറി ലൈൻ വാസ് പെർഫെക്റ്റ്. കണ്ടോ, യു ആർ പെർഫെക്റ്റ്. കണ്ടോ, ഇങ്ങനെയൊക്കെ അടിപൊളിയായിട്ടൊക്കെ നമുക്ക് ഒരാളെ പുകഴ്ത്തി പറയാം. വിന്നിംഗ് ബെസ്റ്റ് ആക്ട്രസ് വാസ് നോ സർപ്രൈസ്, യു ടോട്ടലി ഏൺഡ് ഇറ്റ്. കണ്ടോ, ഈ ബ്രേവോ എന്നൊക്കെ ഉള്ളതില്ല, ബ്രേവോ എന്ന് പറയുന്ന വാക്കൊക്കെ നമുക്ക് ഒരാളെ പുകഴ്ത്താൻ പറ്റിയ വാക്കാണ്. യുവർ പെർഫോമൻസ് വാസ് ബ്രെത്ത് ടേക്കിംഗ്. കണ്ടോ, യുവർ പെർഫോമൻസ് വാസ് ബ്രെത്ത് ടേക്കിംഗ് കേട്ടോ. ആൻഡ് ഇറ്റ്സ് അമേസിംഗ് ടു സീ യു ബീങ് റെക്കഗ്നൈസ്ഡ് ഫോർ ഇറ്റ്. ദിസ് ഇസ് ജസ്റ്റ് സ്റ്റാർട്ട് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കേണ്ടത്. ഇതിലെ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഒന്ന് ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്റ്റർ കുമാർ ആണ് കേട്ടോ. ഞാൻ പറയുന്നു ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്റ്റർ കുമാർ, ദെൻ ക്യാരക്ടർ സ്കെച്ച് ഓഫ് രഞ്ജി കേട്ടോ. പിന്നെ ഇതിലൊരു ഫെലിസിറ്റേഷൻ സ്പീച്ച് ഉണ്ട്. ഫെലിസിറ്റേഷൻ സ്പീച്ച് മീൻസ് ഒരാളെ അനുമോദിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം കേട്ടോ. ആ പ്രസംഗമാണ് ഈ കാണുന്നത്. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് ഡിയർ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് കേട്ടോ. It is with immense pride and joy that we have gathered here today to celebrate the outstanding achievements of one of our brightest stars, Renji. അപ്പോൾ രഞ്ജിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു ഫെലിസിറ്റേഷൻ സ്പീച്ചാണ് കേട്ടോ. ആ സ്പീച്ച് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, നോക്കിയോ. Congratulations once again, Renji. We are proud to have you as a part of our school community. Have a nice day എന്നൊക്കെ പറഞ്ഞ് താങ്ക് യു ആൾ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇനി അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദേ ഞാൻ തരുന്നു ഒരു സ്പീച്ച്, ഉറപ്പായിട്ടും വരും. ആ സ്പീച്ച് എഴുതാൻ പറ്റിയ തുടക്കവും ഒടുക്കവും ഇവിടെ ഉണ്ട്. ഇടക്കുള്ള കാര്യങ്ങൾ എന്താണോ നിങ്ങൾക്ക് ചോദ്യം തന്നിരിക്കുന്നത് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, പഠിച്ചോ, സ്ക്രീൻഷോട്ട് എടുത്ത് പഠിച്ചോ. Respected teachers, dignitaries and my dear friends, good morning to all. First, I would like to thank you for giving me this opportunity on this special occasion. Today I would like to share my views on എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ആ വിഷയം പറയാം. ശേഷം അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? With this I conclude my speech. Thank you all. കഴിഞ്ഞു. കണ്ടാ, കഴിഞ്ഞു വെച്ചാൽ ഇടക്കുള്ള കാര്യം എഴുതണം കേട്ടാ. ഇടക്കുള്ള രഞ്ജിനെ അനുമോദിക്കുന്ന കാര്യമായാലും ശരി എന്തായാലും നിങ്ങൾ എഴുതിക്കൊള്ളണം കേട്ടാ. അപ്പോൾ ആ സ്പീച്ച് തന്നെ വരണമെന്ന് നിർബന്ധമല്ല കേട്ടോ. വേറെ സ്പീച്ച് വരാന്നാലും ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ, ഈ സാധനം വെച്ച് എഴുതാൻ പറ്റും കേട്ടോ. ഫോർമാറ്റ് വെച്ച് എഴുതാൻ പറ്റും. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് ദ ഡയറി കേട്ടോ. അപ്പോൾ രഞ്ജിയുടെ ഡയറി, ആ ഡയറിയുടെ ഫോർമാറ്റ് എല്ലാം വെച്ച് രഞ്ജിയുടെ ഡയറി എഴുതിയിട്ടുണ്ട്. ഇനി ഒരു ലോക്കൽ സ്പോർട്സ് പേഴ്സണാലിറ്റീനെ ഇൻ്റർവ്യൂ ചെയ്താൽ എങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. ഒരു ലോക്കൽ നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സ്പോർട്സിൽ വിജയങ്ങൾ കിട്ടിയ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ, ഒരു 5 ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. വാട്ട് മോട്ടിവേറ്റഡ് യു ടു ബിക്കം എ സ്പോർട്സ് പേഴ്സൺ ഉണ്ടോ. വാട്ട് മോട്ടിവേറ്റഡ് യു എന്നുള്ളത് നല്ല ചോദ്യമാണ്. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത കാര്യം എന്താണ്? അത് സ്പോർട്സ് പേഴ്സൺ ആണെങ്കിൽ അങ്ങനെ ചോദിക്കാം, വേറെ ആളോടാണെങ്കിൽ ആരോട് ചോദിക്കാം. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത കാര്യം എന്താണ്? ഹൗ ഡു യു ബാലൻസ് യുവർ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ്? കണ്ടോ, ഇതും ആരോട് വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും എങ്ങനെ ബാലൻസ് ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന ചോദ്യം കേട്ടോ. ക്യാൻ യു ഷെയർ എ സ്റ്റോറി ഓഫ് ഓവർകമ്മിങ് അഡ്വേഴ്സിറ്റി? പ്രതിസന്ധി ഘട്ടങ്ങളെ മറികടന്നതിനെ പറ്റി ഒന്ന് പറഞ്ഞു തരാമോ? കണ്ടോ, അതും നമുക്ക് ആരോടും ചോദിക്കാവുന്നതാണ്. ക്യാൻ യു ഡിസ്ക്രൈബ് യുവർ മോസ്റ്റ് മെമ്മറബിൾ മൊമെന്റ് ഇൻ സ്പോർട്സ്? അപ്പോൾ സ്പോർട്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ആരോട് വേണമെങ്കിലും ചോദിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഓർമ്മയുള്ള അല്ലെങ്കിൽ ഏറ്റവും ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്ത എന്തെങ്കിലും ഒരു വിജയത്തെ പറ്റി ഒന്ന് പറഞ്ഞു തരാമോ? അല്ലേടാ, വാട്ട് ആർ ദ ക്വാളിറ്റീസ് ദാറ്റ് യു ബിലീവ് ആസ്പയറിംഗ് അത്ലറ്റ്സ് ഷുഡ് കൾട്ടിവേറ്റ്? അതായത് ഉയർന്നു വരുന്ന താരങ്ങൾ അവർ എപ്പോഴും വളർത്തിയെടുക്കേണ്ട അവരുടെ കഴിവുകൾ എന്തെല്ലാമാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? അങ്ങനെ ചോദ്യം
കേട്ടോ. എല്ലാ ചോദ്യങ്ങളും നമുക്ക് ആരോട് വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ചെറിയ മാറ്റം വരുത്തിയാൽ മതി. ഓക്കെ. ദെൻ മക്കളെ, അടുത്ത നിങ്ങൾക്ക് വരാൻ പോകുന്നൊരു ചോദ്യം, ഇത് കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആസ് ഗുഡ് ആസ് ഉണ്ടോ. ലെറ്റ്സ് കമ്പൈൻ ദ ഫോളോയിങ് സെന്റൻസസ് യൂസിങ് ആസ്. ഇതുപോലെ തന്നെ അവിടെയും, അല്ലെങ്കിൽ അതേപോലെ തന്നെയാണ് ഇതും എന്ന് പറയുന്ന രീതിയിൽ ഈ ആസ് വെച്ചുകൊണ്ട് രണ്ട് സെന്റൻസുകളെ ഒന്നിപ്പിക്കുന്ന പരിപാടി. ഡൽഹി ഈസ് ക്രൗഡഡ്, മുംബൈ ഈസ് ക്രൗഡഡ്. ആസ് വെച്ച് ഒന്നിപ്പിക്കുമ്പോൾ ഇങ്ങനെ വരും, ഡൽഹി ഈസ് ആസ് ക്രൗഡഡ് ആസ് മുംബൈ. കേട്ടോ. അടുത്തത്, എ ഫ്ലവർ ഗാർഡൻ ഈസ് റിഫ്രഷിംഗ്, എ കൂൾ ബ്രീസ് ഈസ് റിഫ്രഷിംഗ്. എ ഫ്ലവർ ഗാർഡൻ ഈസ് ആസ് റിഫ്രഷിംഗ് ആസ് എ കൂൾ ബ്രീസ്. അടുത്തൊന്ന് പറഞ്ഞേ, കേക്ക് ഈസ് ഡിലീഷ്യസ്, ചോക്ലേറ്റ് ഈസ് ഡിലീഷ്യസ്. പറഞ്ഞേ ആസ് വെച്ചിട്ട് പറയും. ജിസ്ന പറയും. Good evening, sir. ഗുഡ് ഈവനിങ്. Delhi is as crowded as. ചോക്ലേറ്റ്. ഏത്? മൂന്നാമത്തെ, തേർഡ് വൺ. Cake is as delicious as chocolate. യെസ്, കേക്ക് ഈസ് ആസ് ഡെലീഷ്യസ് ആസ് ചോക്ലേറ്റ്. ഇത്രയുള്ള സംഭവം കേട്ടോ. അപ്പൊ എന്തായാലും ഇത് ഇങ്ങനെ ഒരെണ്ണം എഴുതാനായിട്ട് ഒരെണ്ണം തരും. അത് മിക്കവാറും ചിലപ്പോൾ തരാം. ഇത് ആസ് ആണ്. ഇനി നിങ്ങളോട് നെഗറ്റീവായിട്ട് പറയാനാണെങ്കിലോ നോട്ട് ആസ് ആണ് പറയേണ്ടത് കേട്ടോ. നോട്ട് ആസ് എന്ന് പറയണം. അപ്പോൾ ഇവിടെ എന്താണ്, എ കാർ ഈസ് ഡാഷ് ആസ് ആൻ എയറോപ്ലെയിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഫാസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. കാർ ഒരിക്കലും എയറോപ്ലെയിൻ അത്രയും ഫാസ്റ്റ് ആണോടാ? അപ്പൊ അല്ല. അപ്പൊ നോട്ട് എന്ന് പറഞ്ഞ് ചേർത്ത് പറയണം. അപ്പൊ നമുക്ക് പറയാം, എ കാർ ഈസ് നോട്ട് ആസ് ഫാസ്റ്റ് ആസ് ആൻ എയറോപ്ലെയിൻ. കണ്ടോ, ഇവിടെ ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫാസ്റ്റ് വെച്ചിട്ട് നമ്മൾ പറയണ്ടേ, എ കാർ ഈസ് നോട്ട് ആസ് ഫാസ്റ്റ് ആസ് ആൻ എയറോപ്ലെയിൻ. കണ്ടോ. അതുപോലെ, എ ചാറ്റ് ഈസ് നോട്ട് ആസ് ഫോർമൽ ആസ് എ പബ്ലിക് സ്പീച്ച്. അതുപോലെ, autumn is not as cold as winter. The moon is not as bright as the sun. അങ്ങനെ ഒന്നിപ്പിക്കണം കേട്ടോ. ഇതാണ് ആ ചാപ്റ്ററിലുള്ളത്. ഇനി അടുത്ത ചാപ്റ്റർ പഠിക്കാൻ നോക്ക്. അടുത്ത ചാപ്റ്റർ എന്താണ്? പ്രേയിങ് ഹാൻഡ്സ് കേട്ടോ. അപ്പോൾ നാലാമത്തെ യൂണിറ്റിലെ അടുത്ത ചാപ്റ്ററാണ് പ്രേയിങ് ഹാൻഡ്സ്. പ്രേയിങ് ഹാൻഡ്സ് എന്ന് പറയുന്നത് നടന്ന കഥയാണ് കേട്ടോ. ദാ ഈ ഒരു കലാകാരൻ, ഈ ഒരു കലാസൃഷ്ടി ഉണ്ടാക്കിയ, ഈ ഒരു ആർട്ട് ചെയ്തു വെച്ച ഒരു കലാകാരനുണ്ട് കേട്ടോ. ആൽബ്രഷ് ഡ്യൂറർ എന്ന് പറയുന്ന ഒരു ചിത്രകാരനാണ് എഴുതി വെച്ചത്. ഇദ്ദേഹമാണ് ആൽബ്രഷ് ഡ്യൂറർ കേട്ടോ. ഈ ആൽബ്രഷ് ഡ്യൂററിന്റെ കഥയിൽ ഒരു ഭയങ്കരമായ ഒരു ട്രാജഡി ഉണ്ട്. എന്താണ്? 15th സെഞ്ചുറിയിൽ ജർമ്മനിയിൽ നടക്കുന്ന കഥയാണ്. ഡ്യൂറർ ഫാമിലി, ആ ഫാമിലിയിലാണ് കഥ നടക്കുന്നത്. ദേ ഹാഡ് 18 ചിൽഡ്രൻ. അവർക്ക് 18 മക്കളുണ്ട് അവിടെ ആ ഫാമിലിയിൽ. ആൽബ്രഷ്റ്റ് ആൻഡ് ആൽബർട്ട് ഡ്യൂറർ ഡ്രീംഡ് ഓഫ് സ്റ്റഡിയിങ് ആർട്ട്. അതിൽ 2 മക്കളാണ്, ആൽബ്രഷ്റ്റും ആൽബർട്ടും. അവർക്ക് സ്വപ്നം ഉണ്ടായിരുന്നു, എന്ത് പഠിക്കണം? സ്റ്റഡിയിങ് ആർട്ട്, കല പഠിക്കണം, അതും ചിത്രകല പഠിക്കണം. പക്ഷേ ബട്ട് ദെയർ ഫാദർ കുഡ് നോട്ട് അഫോർഡ് ഇറ്റ്. പുവർ ഫാദർ കുഡ് നോട്ട് അഫോർഡ് ഇറ്റ്. പക്ഷേ രണ്ടുപേരും പഠിപ്പിക്കാനുള്ള കഴിവൊന്നും അച്ഛനില്ല. 18 മക്കളും വേറെ ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു? ഒരു പരിപാടി ചെയ്തു. ദേ ടോസ്ഡ് എ കോയിൻ. ദ ലൂസർ വുഡ് വർക്ക് ഇൻ ഡേഞ്ചറസ് മൈൻസ് ടു സപ്പോർട്ട് ദ അതർ. ഒരു കോയിൻ ടോസ് ചെയ്തു. കോയിൻ കിട്ടാത്തവൻ, അല്ലെങ്കിൽ ടോസ് ചെയ്തപ്പോൾ കോയിൻ പറയുന്ന കോയിൻ വീഴാത്തവൻ കേട്ടോ, തോറ്റുപോയവൻ എന്ത് ചെയ്യണം? മൈനിൽ പണിയെടുക്കണം. ജയിച്ചവൻ എന്ത് ചെയ്യണം? ആർട്ട് പഠിക്കാൻ പോകണം. അതാണ് അവരുടെ സ്വപ്നം കേട്ടോ. അതിനുശേഷം പിന്നീട് അവൻ പഠിച്ചു വന്നതിന് ശേഷം ഇവന് വീണ്ടും ആർക്ക്? മൈനിൽ പണിയെടുത്തവന് പിന്നീട് പഠിക്കാൻ പോവാം. അപ്പോൾ ആ ആർട്ട് പഠിച്ചു വന്നവൻ ആർട്ടിന്റെ വരച്ച് കൊടുക്കുന്ന കാശ് കൊണ്ട് എന്ത് ചെയ്യുന്നു? ആ മറ്റവനെ പഠിപ്പിക്കുന്നു. അങ്ങനെയായിരുന്നു അവർ പ്ലാൻ ഇട്ടിരുന്നത്. പക്ഷെ എന്ത് പറ്റി? തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവന് കാര്യം മനസ്സിലായി, ആൽബ്രഷ്റ്റിന് മനസ്സിലായി. മറ്റവൻ്റെ കൈയൊക്കെ തകർന്ന് ഒരു പരുവമായി കഴിഞ്ഞു. പരിക്ക് പറ്റി, ധാരാളമായി പരിക്ക് പറ്റി. ഒരു ബ്രഷ് പോയിട്ട് ഒരു ഗ്ലാസ് പോലും പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കൈ. ആ കൈ കൊണ്ട് എങ്ങനെ വരക്കാനാണെന്ന് അവൻ മനസ്സിലാക്കി. അങ്ങനെ ടു ഓണർ ഹിസ് ബ്രദേഴ്സ് സാക്രിഫൈസ്, തൻ്റെ ബ്രദറിന്റെ സാക്രിഫൈസിനെ അംഗീകരിക്കാൻ, ആദരിക്കാൻ വേണ്ടി ആൽബ്രഷ്റ്റ് ഡ്രൂ ആൽബർട്ട്സ് ഹാൻഡ്സ്. ആൽബ്രഷ്റ്റ് വരച്ചു വെച്ച ആ കൈകളാണ് നിങ്ങൾ കാണുന്നത് ഇൻ ദ പ്രേയിങ് ഹാൻഡ്സ് എന്ന് പറയുന്ന ആ ചിത്രത്തിൽ. ഓക്കെ, സോ അതാണ് നമ്മുടെ കഥ. അതിലെ വീണ്ടും ക്യാരക്ടർ സ്കെച്ച് ഓഫ് ആൽബ്രഷ് ഡ്യൂറർ പഠിക്കണം. യെസ്, ഓക്കെ. അതുപോലെ തന്നെ ഇമാജിൻ എ കോൺവെർസേഷൻ, റൈറ്റ് എ ഡയലോഗ് ബിറ്റ്വീൻ ആൽബ്രഷ്റ്റ് ആൻഡ് ആൽബർട്ട് ആഫ്റ്റർ ആൽബ്രഷ്റ്റ് ലേൺസ് അബൌട്ട് ആൽബർട്ട്സ് ഡാമേജ്ഡ് ഹാൻഡ്സ്. കണ്ടോ, നേരത്തെ പറഞ്ഞ പോലെ ഒരു 5 എക്സ്ചേഞ്ച് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, 5 എക്സ്ചേഞ്ച് ആയിട്ട് എഴുതാം അവരുടെ ആ ഒരു ചെറിയ സംഭാഷണം. അതുകൂടാതെ ഒരു ലെറ്റർ ഉണ്ട്. ആൽബ്രഷ്റ്റ് ആൽബർട്ടിന് എഴുതുന്ന, നന്ദി പറഞ്ഞുകൊണ്ട് എഴുതുന്ന ലെറ്ററാണ്.
അഡ്രസ്സ് ഒക്കെ എഴുതി, ഡേറ്റ് ഒക്കെ എഴുതി, ഡിയർ ആൽബർട്ട് എന്നൊക്കെ എഴുതി. ഐ വാണ്ട് ടു താങ്ക് യു ഫോർ എവറിത്തിങ് യു ഹാവ് ഡൺ ഫോർ മീ. ഉണ്ടോ, നീ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം നിന്നോട് നന്ദി പറയുന്നു. യു വർക്ക് സോ ഹാർഡ്. ഉണ്ടോ, മൈൻസിലൊക്കെ പണിയെടുത്ത കാര്യമൊക്കെ പറയുന്നു. ഉണ്ടോ, അങ്ങനെ 2 പാരഗ്രാഫായിട്ട് ലെറ്റർ എഴുതണം. ലാസ്റ്റ് വിത്ത് ലവ് എന്ന് പറഞ്ഞ് ആൽബ്രഷ്ട് എന്നുള്ള പേര് എഴുതണം. ഓക്കെ അല്ലേ? ലെറ്റർ കേട്ടോ. ദെൻ അതിനകത്ത് ഡയറി ഉണ്ട് കേട്ടോ. ഡയറി വരുന്നുണ്ട്, 2 ഡയറി വരുന്നുണ്ട്. ആൽബർട്ടിൻ്റെയും ആൽബ്രഷ്ടിൻ്റെയും പെർസ്പെക്റ്റീവിലുള്ള ഡയറി ഉണ്ട് കേട്ടോ. സോ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ആൽബ്രഷ്ട് ഡ്യൂറർ ആണ് ഇതിനകത്ത് വരുന്ന ഒരു പ്രധാന ചോദ്യം ഞാൻ തരുന്നത്. ലെറ്റർ ബൈ ആൽബ്രഷ്ട് ആണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം തരുന്നത്. ഡയറി ഓഫ് ആൽബർട്ട് ആണ് ഇതിനകത്ത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം കേട്ടോ. നോട്ട് ചെയ്തോ, ഈ 3 ചോദ്യങ്ങളാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം, ലാസ്റ്റ് യൂണിറ്റിലേക്ക് കടക്കാം. നമ്മുടെ യൂണിറ്റ് ഏതാണ്? എംബ്രേസിങ് എംപതി കേട്ടോ. ഈ യൂണിറ്റോടുകൂടിയാണ് അവസാനിക്കുന്നത്. ഈ യൂണിറ്റിൽ ഒരു നല്ല കഥ, ദ യെല്ലോ അംബ്രല്ല, ശേഷം ബ്രിഡ്ജ് ഓവർ ട്രബിൾ വാട്ടർ എന്ന് പറയുന്ന നമുക്ക് ഇൻസ്പിറേഷൻ തരുന്ന ഒരു പോയം, ദെൻ എ ബീക്കൺ ഓഫ് ഹോപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ, ഉഷ ചൗമാർ എന്ന് പറയുന്ന മാനുവൽ സ്കാവെഞ്ചിങ് നടത്തിയിരുന്ന ഒരു സ്ത്രീയുടെ അനുഭവങ്ങൾ. അവർ വലിയ നിലയിലേക്ക് ഉയരുന്നതാണ് ആ ജോലിയൊക്കെ വിട്ടിട്ട്. അത് 2 പ്രധാനപ്പെട്ട കഥകളും പിന്നെ ഈ ഒരു പോയമാണ് പഠിക്കാനുള്ളത്. സോ ഫസ്റ്റ് നമുക്ക് ആദ്യം പറയാം ദ യെല്ലോ അംബ്രല്ല കേട്ടോ. യെല്ലോ അംബ്രല്ല വളരെ ഒരു ട്രാജിക് ആയിട്ടുള്ള ഇൻസിഡൻ്റ് ആണ്. നമുക്ക് മനസ്സിൽ വിഷമം കോരിയിടുന്ന ഒരു കഥയാണ്. ഈ കഥയുടെ അനിമേഷൻ ഉണ്ട്, അനിമേഷൻ വീഡിയോ ഉണ്ട്. ആരൊക്കെ അനിമേഷൻ വീഡിയോ കണ്ടു? യെല്ലോ അംബ്രല്ല അനിമേഷൻ വീഡിയോ ആരെ കണ്ടു? ഓക്കെ, വിഷമം വന്നില്ലേ? ഇല്ലേ? ഭയങ്കര മനസ്സിൽ തട്ടുന്നൊരു അനിമേഷൻ വീഡിയോ ആണ് കേട്ടോ, ഞാനും കണ്ടിരുന്നത്. The Yellow Umbrella tells a story of Joseph, a young boy from Palmas, Brazil, whose father left him at an orphanage due to poverty. അച്ഛൻ ഭയങ്കര ദാരിദ്ര്യം കാരണം, അതും അഭയാർത്ഥിയായി ബ്രസീലിലേക്ക് എത്തിയതാണ് കേട്ടോ. ബ്രസീലിൽ നിന്ന് വന്ന അഭയാർത്ഥിയാണ് കേട്ടോ. അവര് ദാരിദ്ര്യം കാരണം എന്ത് ചെയ്യുന്നു, തൻ്റെ മകനെ ഒരു ഓർഫനേജിൽ വിട്ട് കളയുന്ന ഒരു അച്ഛൻ്റെ കഥയാണ് കേട്ടോ. അച്ഛൻ്റെ അല്ല, അച്ഛനെ പോവും, പിന്നെ അവൻ്റെ കഥയാണ് കേട്ടോ. His memory of a big yellow umbrella which sheltered him and his father from rain that day becomes a symbol of hope and connection to his family. അന്ന് അവൻ ചെറിയ കുഞ്ഞായിരുന്ന സമയത്ത് അവൻ്റെ അച്ഛൻ അവനെ കൊണ്ടുപോയി ആ ഓർഫനേജിലാക്കുന്ന സമയത്ത് അവർക്ക് 2 പേർക്കും മഴ കൊള്ളാതെ അച്ഛൻ ചൂടിയിരുന്ന ആ വലിയ മഞ്ഞക്കുട അതവൻ്റെ മനസ്സിൽ ഇങ്ങനെ തങ്ങിക്കിടക്കുകയാണ്. എന്താണ്? അതാണ് അവൻ്റെ മനസ്സിൽ അച്ഛനോടുള്ള അച്ഛൻ്റെ ഓർമ്മയും അച്ഛനെ വീണ്ടും കാണാൻ പറ്റുമെന്നുള്ളൊരു ഹോപ്പൊക്കെ കൊടുക്കുന്ന ഒരു സാധനമാണ് ആ മഞ്ഞ കുട. അതവൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ബ്രസീലിയൻ ഫിലിം മേക്കേഴ്സ് ഹെലന ഹിലാരിയോ ആൻഡ് മാരിയോ പെസെ ലേൺഡ് ഓഫ് ദി സ്റ്റോറി ആൻഡ് ടേൺഡ് ഇറ്റ് ഇൻടു ആൻ ആനിമേറ്റഡ് ഫിലിം അംബ്രല്ല റിലീസ്ഡ് ഇൻ 2019. ഈ പറയുന്ന 2 സിനിമാ നിർമ്മാതാക്കളാണ് ചേർന്നാണ് ഇവൻ്റെ കഥ മനസ്സിലാക്കിയതിന് ശേഷം അതൊരു സിനിമയാക്കുന്നത്, അതൊരു ഫിലിം ആക്കുന്നത്, ദാറ്റ് മീൻസ് ആനിമേറ്റഡ് ഫിലിം ആക്കുന്നത്. അത് റിലീസ് ചെയ്തത് 2019 ദ ഫിലിം ഹൈലൈറ്റിംഗ് ലവ്, എംപതി ആൻഡ് റെസിലിയൻസ് earned international recognition, including an Oscar nomination, showing how a simple object can carry deep emotional significance. ഒരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനത്തിന് ഇത്രയും ഡീപ്പായിട്ടുള്ള ഇമോഷണൽ സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ ഇതിനകത്ത് നിന്ന് കാണിച്ചു തരുന്നുണ്ട് നമുക്ക് കേട്ടോ. ഓസ്കാർ നോമിനേഷൻ വരെ അതിന് കിട്ടുകയും ചെയ്തു. ഇത്രയും നല്ലൊരു കഥയാണത് കേട്ടോ. ഇതിൽ മക്കളെ നിങ്ങൾക്ക് ഞാൻ തരുന്നത് പിടിച്ചോ, ഇതാണ് ഇതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ളത്. എന്താണ്? ലെറ്റർ ബൈ ജോസഫ്, ജോസഫിന്റെ ലെറ്റർ കേട്ടോ. Here is a letter Joseph wrote to his father, but only the initial part is given. Try to complete it. ജോസഫിന്റെ ലെറ്റർ വരും കേട്ടോ. അപ്പോൾ നോക്കൂ, ഡേ പ്ലേസും ഡേറ്റ് ഒക്കെ എഴുതാ, ഡിയർ ഡാഡ് എന്ന് എഴുതാ, ഹോപ്പ് യു ആർ ഫൈൻ കേട്ടോ. അച്ഛൻ സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. വേർ എവർ യു ആർ, ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് വി വെർ ടുഗദർ. നമ്മൾ ഒന്നിച്ചിരുന്നിട്ട് എത്ര നാളായി കേട്ടോ. ഐ മിസ് യു എ ലോട്ട് ഡാഡ്, അച്ഛനെ ഞാൻ നന്നായിട്ട് മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ അവൻ്റെ വിഷമം പറയുന്ന അതേ ആ ലെറ്റർ കണ്ടോ, എത്ര നല്ല ലെറ്ററാണ്. അതിനുശേഷം അവൻ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ടൈം ആൻഡ് ഹഗ് യു ടൈറ്റർ, ബട്ട് ഐ നോ യു ആർ ഓൾവേസ് വിത്ത് മീ ഇൻ സ്പിരിറ്റ്. അപ്പോൾ എൻ്റെ ഓർമ്മകളിൽ, എൻ്റെ ആത്മാവിൽ എന്നും അച്ഛൻ എൻ്റെ കൂടെ തന്നെ നിന്ന് എനിക്കറിയാം. ലവ് ജോസഫ് എന്നവൻ പറയുന്നുണ്ട് കണ്ടോ. നല്ലൊരു ലെറ്ററാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് ജോസഫും അതുപോലെ കൂട്ടുകാരൻ തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ് കേട്ടോ. ഈ കോൺവെർസേഷൻ വരാൻ സാധ്യമില്ല, വേറൊരു കോൺവെർസേഷൻ വരാൻ സാധ്യതയുള്ളൂ കേട്ടോ. പറഞ്ഞുതരാം. അടുത്ത ഡയറി, ജോസഫിന്റെ ഡയറി കേട്ടോ. ജോസഫ് പെർസ്പെക്റ്റീവ് ഓൺ ദ ഡേ ഫസ്റ്റ് അറൈവ്ഡ് അറ്റ് ദ ഓർഫനേജ്. ഓർഫനേജിൽ ആദ്യം വന്ന ദിവസത്തെ ഡയറി. പിന്നെ അടുത്തത് ജോസഫിന്റെ ക്യാരക്ടർ സ്കെച്ച്. ഡിസ്ക്രൈബ് ജോസഫ്സ് ക്യാരക്ടേഴ്സ് ബേസ്ഡ് ഓൺ ദ സ്റ്റോറി. നമ്മുടെ ജോസഫിന്റെ ക്യാരക്ടർ ഒന്ന് വിവരിക്കണം
കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ രഞ്ജിയിലെ മാജിക് ബാറ്റിലെ രഞ്ജിയിലെ ക്യാരക്ടർ സ്കെച്ചും അത് രഞ്ജിയുടെയും അതുപോലെ തന്നെ മിസ്റ്റർ കുമാറിൻ്റെ ക്യാരക്ടർ സ്കെച്ചും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്യാരക്ടർ സ്കെച്ച് പറയാണ് ജോസഫിൻ്റെ ക്യാരക്ടർ സ്കെച്ച് കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് പഠിച്ചു വെച്ചോ. ജോസഫിനെ നന്നായിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്യേണ്ട രീതിയിൽ ഇപ്രാവശ്യത്തെ 5ാമത്തെ യൂണിറ്റ് എന്നുള്ള ചോദ്യം ഇതാണ് കേട്ടോ. ജോസഫിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ക്യാരക്ടർ സ്കെച്ചാണ്. അത് കഴിഞ്ഞിട്ട് മറ്റേ രഞ്ജിയുടെ അല്ലെങ്കിൽ മിസ്റ്റർ കുമാറിൻ്റെ ക്യാരക്ടർ സ്കെച്ച് വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ സ്കെച്ച് ജോസഫ്. അപ്പോൾ അവൻ്റെ രൂപങ്ങളൊക്കെ, അവൻ എങ്ങനത്തെ കുട്ടിയാണ്, അവൻ്റെ സ്വഭാവം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ വിവരിക്കണം കേട്ടോ. അവനെങ്ങനെ അവിടെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ വിവരിക്കണം കേട്ടോ. ഇതെല്ലാം ഉണ്ട് കേട്ടോ. Joseph is a young boy who became a refugee with his father, escaping from a dangerous place. When they arrive in new country, his father, unable to care for him, left him at an orphanage. Kanda aa kada. This moments deeply hurt Joseph. He holds a strong love for his father and believes that if he can get a yellow umbrella his father once carried, it might somehow bring him back. കണ്ടോ, ആ യെല്ലോ അംബ്രല്ല എങ്ങനെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അച്ഛനെ വീണ്ടും തിരികെ കിട്ടുമെന്ന് അവൻ വിചാരിക്കുകയാണ്, പ്രതീക്ഷിച്ചു പോവുകയാണ്. ആ കഥ ഒന്ന് വിവരിച്ചെഴുതുക. അതാണ് അവൻ്റെ ക്യാരക്ടർ സ്കെച്ച്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ബീക്കൺ ഓഫ് ഹോപ്പാണ്. അതാണ് ഞാൻ പറഞ്ഞ മറ്റേ ഉഷ ചൗമാറിൻ്റെ കഥ. അപ്പോൾ എന്താണ് ബീക്കൺ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ആർക്കെങ്കിലും അറിയോ? പറയൂ. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ബീക്കൺ? ശ്രാവണേ പറഞ്ഞോ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. അതായത് ഒരു ബീക്കൺ ഓഫ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ്, ഏകദേശം പറയുകയാണെങ്കിൽ ലൈറ്റ് ഹൗസിൽ നിന്ന് വരുന്ന ലൈറ്റ് എല്ലാവർക്കും വഴികാട്ടി കൊടുക്കുന്നതല്ലേ, അതേപോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു വെളിച്ചം, അതാണ് ഒരു ഹോപ്പിന്റെ വെളിച്ചം. യെസ്, ഹോപ്പിന്റെ വെളിച്ചം. ഞാൻ അതിനകത്ത് ബീക്കൺ എന്നുള്ള വാക്കാണ് പ്രധാനമായിട്ട് എടുത്തു വെച്ചത്. അപ്പോൾ നീ പറഞ്ഞ ശരിയാണ്. ലൈറ്റ് ഹൗസ്, നമ്മൾ ലൈറ്റ് ഹൗസിലൊക്കെ ഏതെങ്കിലും ഉയരത്തിൽ ഒരു ലൈറ്റ് ഒരു സെറ്റപ്പ് ചെയ്യുന്ന, ഉയരത്തിൽ സെറ്റപ്പ് ചെയ്യുന്നതിന് കേട്ടോ, ലൈറ്റ് സെറ്റപ്പ് ഇൻ എ ഹൈ പൊസിഷൻ. മീനിങ് കൂടെ ഉണ്ട് കേട്ടോ, നോക്കിയോ. ലൈറ്റ് സെറ്റപ്പ് ഇൻ എ ഹൈ പൊസിഷൻ ആസ് എ വാർണിംഗ്, സിഗ്നൽ ഓർ സെലിബ്രേഷൻ. കണ്ടോ, വാർണിങ്ങിനോ സിഗ്നലിനോ സെലിബ്രേഷനോ ഒരു വലിയ ഹൈ പൊസിഷനിൽ ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ബീക്കൺ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ മറ്റുള്ളവർക്ക് ഒരു വഴി വിളക്കെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. മറ്റുള്ളവർക്ക് ഒരു വഴി തെളിച്ചു കൊടുക്കുന്ന വിളക്കാണ്. Beacon of Hope tells the inspiring story of Usha Chaumar, a former manual scavenger from Deeg village in Rajasthan. രാജസ്ഥാനിലെ വളരെ റിമോട്ട് ആയിട്ടുള്ള ദീഗ് എന്ന് പറയുന്ന ഒരു വില്ലേജിൽ ജനിച്ചു വളർന്ന മാനുവൽ സ്കാവഞ്ചിങ് ചെയ്യുന്ന കേട്ടോ, വളരെ ഒരു എന്താണ് മോശമായിട്ടുള്ളൊരു ജോലിയായിരുന്നു അത് കേട്ടോ. മനുഷ്യന്മാരുടെ വിസർജ്യങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന ജോലിയാണ് വീടുകളിൽ നിന്നും. നമ്മുടെ നാട്ടിലൊക്കെ പോലെ സെപ്റ്റിക് ടാങ്കിന്റെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത വീടുകളിൽ അവർ ഇത് എല്ലാ ദിവസവും റിമൂവ് ചെയ്യേണ്ട അവസ്ഥ വന്നിരുന്നു ആ സമയങ്ങളിൽ കേട്ടോ. അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് ഈ ഉഷ ചൗമാറിൻ്റെ കൂട്ടർ, ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അവരെ ആ നാട്ടുകാർ അൺടച്ചബിൾസ് ആയിട്ടാണ് കരുതിയിരുന്നത് കണ്ടോ. അവരില്ലാതെ നാട്ടിൽ എന്താണ് വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവരെ മറ്റുള്ളവരെല്ലാവരും അൺടച്ചബിൾസ് ആയിട്ട് കാണുന്നു കേട്ടോ. സ്റ്റാർട്ടഡ് സ്കാവെഞ്ചിങ് അറ്റ് ദ ഏജ് ഓഫ് 7. 7 വയസ്സിൽ ആ കുട്ടി ഈ പരിപാടിക്ക് ഇറങ്ങിയാണ്. ആൻഡ് വാസ് മാരീഡ് ടു അറ്റ് 10. 10 വയസ്സിൽ കല്യാണവും കഴിയാണ്. ഷീ ഏൺഡ് വെരി ലിറ്റിൽ ആൻഡ് ലിവ്ഡ് പോവർട്ടി. 10, 20, 30 രൂപ മാത്രം ഒരു ദിവസം ഈ പണി ചെയ്തുകൊണ്ട് വാങ്ങിച്ചിട്ട് ജീവിച്ചിരുന്ന കുട്ടിയാണത് കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കി, 10, 20, 30 രൂപയ്ക്കാണ് മാക്സിമം കിട്ടുന്നത്. പിന്നെ അവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഈ പൈസ തികയാണ്ട് വരും. അപ്പം എന്ത് ചെയ്യും? ലെഫ്റ്റ് ഓവർ ഫുഡ്സ് ആണ് കഴിച്ചിരുന്നത്. പണിയെടുക്കാൻ പോകുന്ന വീടുകളിലെ ആൾക്കാർ വലിച്ചെറിഞ്ഞ് കൊടുക്കുന്ന ലെഫ്റ്റ് ഓവർ ഫുഡ്സ് കേട്ടോ, ബാക്കി വരുന്ന ഫുഡ്, ഉച്ചിഷ്ടം എന്ന് പറയും കേട്ടോ. അതൊക്കെ കഴിച്ചാണ് അവർ വളർന്നത്. പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന അവിടുത്തെ കുട്ടികളുടെയൊക്കെ എന്താണ് പഴയ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളൊക്കെ അവർക്ക് വെറുതെ കൊടുക്കാറുണ്ട്. അതൊക്കെയാണ് വീട്ടിൽ ഡ്രസ്സൊക്കെ. Her life changed when Sulabh International's NGO Disha trained her and other women in new skills. അവിടെ ഒരു സുലഭ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു സംഘടന വരുന്നു. അവരുടെ ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനാണ് ദിശ കേട്ടോ. അവര് അവിടുത്തെ സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് എന്ത് പഠിപ്പിച്ചു കൊടുക്കുന്നു? പുതിയ പുതിയ സ്കിൽസ് പഠിപ്പിച്ചു കൊടുക്കുന്നു കേട്ടോ, പുതിയ ജോലികൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഉഷ എൻകറേജ്ഡ് വുമൺ ടു ഗിവ് അപ്പ് മാനുവൽ സ്കാവെഞ്ചിങ് ആൻഡ് വർക്ക് ടു ഇംപ്രൂവ് സാനിറ്റേഷൻ വില്ലേജസ്. അങ്ങനെ ഉഷ എന്ത് ചെയ്യുന്നു? ആ ജോലിയിലേക്ക് കിടക്കുന്നു. മറ്റു സ്ത്രീകളെ കൂടി ആ ജോലിയിലേക്ക് കൊണ്ടുവരുന്നു. ആ ഗ്രാമത്തിലെ മുഴുവനും സാനിറ്റേഷൻ വർക്കിനെ, ശുചീകരണ പ്രവർത്തനത്തിന് പുതിയൊരു രീതികളൊക്കെ പറഞ്ഞ് അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവിടെ വ്യത്യാസം, ചേഞ്ച് ഉണ്ടാക്കുന്നു. ഇൻ 2020 her efforts were honored with the പത്മശ്രീ അവാർഡ് കണ്ടോ. അവർക്ക് പത്മശ്രീ അവാർഡ് കിട്ടുന്നൊരു ഫോട്ടോയോട് കൂടിയാണ് ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്. നോക്കിയേ, ഇതുപോലുള്ളൊരു അന്നത്തെ പ്രസിഡന്റായിരുന്ന രാംനാഥ് കോവിന്ദിന്റെ കയ്യിൽ നിന്നും അവർ പത്മശ്രീ അവാർഡ് വാങ്ങിക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ വെറുതെ ഒരു വിദ്യാഭ്യാസം ഇല്ലാതെ മാനുവൽ സ്കാവെഞ്ചിങ് നടന്ന ഒരു സ്ത്രീ ഇത്രയും വളർന്ന് പത്മശ്രീ അവാർഡൊക്കെ കിട്ടി. ഇപ്പോൾ അവരെന്താണ്, അവരുടെ പ്രൊഫൈലും കൊടുത്തിട്ടുണ്ട്. അവരെന്താണ് ഇപ്പോൾ ആ സംഘടനയുടെ പ്രസിഡന്റാണ് കേട്ടോ. ഇത്ര നല്ല ജീവിതമാണ്. ഓക്കെ, സോ
ഇമാജിൻ യു ആർ റൈറ്റിംഗ് എ സ്പെഷ്യൽ താങ്ക് യു നോട്ട്. ഇനിയാണ് നിങ്ങൾക്ക് തരുന്നത് വേറൊരു ചോദ്യമാണ് ഇപ്രാവശ്യം വരാൻ സാധ്യതയുള്ളത്. താങ്ക് യു നോട്ട് എന്താണ്? നമ്മളൊരാൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ളൊരു താങ്ക് യു നോട്ട് എഴുതുന്നു കേട്ടോ. ഇപ്പം ഇത് അവിടെ നിങ്ങളുടെ നാട്ടിലുള്ള കമ്മ്യൂണിറ്റി ഹെൽപ്പറിന് താങ്ക് യു പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഡിയർ കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സിൻ്റെ നെയിം എഴുതുക. ഡിയർ കൽപ്പന ചേച്ചി അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ, ഇപ്പോൾ പേരുകളുണ്ടല്ലോ, ആ പേര് എഴുതുക. ഡിയർ എന്ന് എഴുതിയിട്ട് ആ പേര് എഴുതുക. താങ്ക് യു ഫോർ ബീങ് ഷൈനിങ് സ്റ്റാർ ഇൻ അവർ കമ്മ്യൂണിറ്റി. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഷൈനിങ് സ്റ്റാർ ആയിട്ടിരിക്കുന്നതിന് താങ്ക് യു. യുവർ സെൽഫ്ലെസ് ഡെഡിക്കേഷൻ, കൈൻഡ്നെസ് ആൻഡ് കമ്പാഷൻ ഇൻസ്പയർസ് us all. യുവർ ടയർലെസ് എഫേർട്സ് ടു ആ പ്രത്യേകമായിട്ട് അവർ ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്താൽ. ഹെൽപ്പ് ദ ഹോംലെസ്, സപ്പോർട്ട് ലോക്കൽ സ്റ്റുഡൻസ് ഓർ കീപ് അവർ പാർക്സ് ക്ലീൻ. ഉണ്ടോ, ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് അവർ. ഹാവ് മെയ്ഡ് ദ ടാഞ്ചിബിൾ ഡിഫറൻസ് ഇൻ അവർ ലൈഫ്സ്. വി അപ്രീഷിയേറ്റ് യുവർ ജനറോസിറ്റി ആൻഡ് ടൈം. ഉണ്ടോ, യുവർ അൺവെയറിങ് കമ്മിറ്റ്മെൻറ്റ്, യുവർ ഇൻഫെക്ഷ്യസ് സ്മൈൽ ആൻഡ് പോസിറ്റീവ് എനർജി. ഉണ്ടോ, ഇങ്ങനെയൊക്കെ അവർക്ക് കുറച്ച് അവരെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് ബീയിങ് എ റോൾ മോഡൽ, സ്പ്രെഡിങ് ജോയ് ആൻഡ് ഹോപ്പ്, ഇങ്ങനെ ഏതെങ്കിലും 2-3 കാര്യങ്ങൾ കേട്ടോ. താങ്ക് യു ഫോർ പറയാം. വിത്ത് ഹാർട്ട് ഫെൽറ്റ് അപ്രീസിയേഷൻ യുവർ നെയിം എഴുതാം. ഇതാണ് താങ്ക് യു നോട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് വരണം കേട്ടോ, താങ്ക് യു നോട്ട്. ദെൻ കീ ഇവൻറ്റ്സ്, ആ കഥയിൽ നടന്ന കാര്യങ്ങൾ ഒന്ന് എഴുതിയിരിക്കുന്നു. അത് ഓർഡറിൽ എഴുതാൻ പറയുന്ന ഒരു ചോദ്യം ഉണ്ടാവും. അത് കൃത്യമായിട്ട് ഓർഡറിൽ എഴുതുക. കഥ വായിച്ച് നല്ലോണം മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ 2 കാര്യങ്ങൾ ഇതിനകത്തുണ്ട് പ്രധാനപ്പെട്ടത്. ഒന്ന് ലെറ്റർ ടു ഉഷ ചൗമാർ, അടുത്ത് കോൺവെർസേഷൻ. ഉഷ ചൗമാർക്ക് അയക്കുന്ന ഒരു ലെറ്റർ. ദാ ഈ ലെറ്റർ നോക്കി, നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഉഷ ചൗമാറിന് നിങ്ങൾ അയക്കുന്ന ലെറ്ററാണ് കേട്ടോ. ഡിയർ ഉഷ ചൗമാർ, ഡേറ്റും എന്തൊക്കെ എഴുതണം കേട്ടോ. ഹോപ്പ് ദിസ് ലെറ്റർ ഫൈൻസ് യു വെൽ. കേട്ടോ, ലെറ്ററിൻ്റെ ഒരു സ്വഭാവം കണ്ടില്ലേ, എഴുതുമ്പോൾ എന്താണ് ഹൗ ആർ യു, ഹോപ്പ് യു ആർ ഫൈൻ എന്നൊക്കെ പറഞ്ഞ് എഴുതുന്ന ആ രീതി തന്നെയാണ് കേട്ടോ. ഹോപ്പ് ദിസ് ലെറ്റർ ഫൈൻസ് യു വെൽ എന്ന് എഴുതാം. ഐ എം റൈറ്റിംഗ് ടു കൺഗ്രാജുലേറ്റ് യു ഓൺ റിസീവിംഗ് ദ പത്മശ്രീ അവാർഡ്. കേട്ടോ, പത്മശ്രീ അവാർഡ് കിട്ടിയതിൽ കൺഗ്രാജുലേഷൻ ചെയ്തിട്ടുള്ള ലെറ്ററാണ്. അങ്ങനെ എഴുതി തുടങ്ങാം. വിത്ത് റെസ്പെക്ട് ആൻഡ് ബെസ്റ്റ് വിഷസ് എന്ന് പറഞ്ഞ് ആ ലെറ്റർ അവസാനിപ്പിക്കാം. ഓക്കെ, ദിസ് ഇസ് ദ ലെറ്റർ കേട്ടോ. യെസ്, പിന്നീട് കോൺവെർസേഷൻ. നമുക്ക് നല്ലൊരു കോൺവെർസേഷൻ പ്രതീക്ഷിക്കാം മക്കളെ. അത് ഇതാണ്, ഉഷ ചൗമാറും മദർ ഇൻ ലോയും തമ്മിലുള്ള കോൺവെർസേഷൻ. എങ്ങനെയുണ്ടാവും? അത് കറക്റ്റായിട്ട് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഈ സാധനം എന്താണ്? ഉഷ ചൗമാറും മദർ ഇൻ ലോയും തമ്മിലുള്ള കോൺവെർസേഷൻ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഉഷ ചൗമാർ ആൻഡ് ഹെർ മദർ ഇൻ ലോ. അപ്പോൾ ഇതിലും ഇതുപോലെ തന്നെ ഒരു 5 എക്സ്ചേഞ്ചുകളായിട്ട് ദാ ഇങ്ങനെ തിരിച്ചിട്ടുണ്ട് കണ്ടോ. അടിപൊളിയായിട്ട് ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇതാണ് ഇതിനകത്തെ പ്രധാന ചോദ്യങ്ങൾ ഞാൻ തരുന്നത്. നോക്കിയേ, ഈ പറയുന്ന ലെറ്ററും കോൺവെർസേഷനും അങ്ങനെ നമ്മളുടെ 5 യൂണിറ്റിലെ പ്രധാന ചാപ്റ്റേഴ്സ് ആണ് ഇപ്പോൾ നമ്മൾ തീർത്തത്. പക്ഷെ ഇനി എന്തുണ്ട്? നമുക്ക് 5 പോംസ് ഉണ്ട് പഠിക്കാനായിട്ട്. അത് നമുക്ക് നോക്കാം. പക്ഷെ അതിനു മുമ്പ് നിങ്ങളെ കാണാൻ വേണ്ടി നിങ്ങളുടെ പ്രിയപ്പെട്ട അനഘ മിസ് വന്നിട്ടുണ്ട് കേട്ടോ. അനഘ മിസ് നിങ്ങളെ ഹായ് മക്കളെ, ഹായ് ഗുഡ് ഈവനിങ് കേട്ടോ എല്ലാവരും. മിസ്സിന് അവിടെ വേറെ ക്ലാസ് ഉണ്ടായിരുന്നു, 5ാം ക്ലാസ്. നമ്മുടെ കുഞ്ഞു മക്കൾ വേറെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അവർക്കും കൂടി എക്സാം ഒക്കെ ആയതുകൊണ്ട് അവിടെയായിരുന്നു മിസ്. അതുകൊണ്ടാണ് കേട്ടോ മിസ്സോട് വരാൻ ഞാൻ. മിസ് നിങ്ങളൊക്കെ മിസ് ചെയ്തു. അപ്പോൾ എക്സാമിന് കിഡിലനായിട്ടൊക്കെ പ്രിപ്പയർ ആയിട്ടിരിക്കുക അല്ലേ. സാറ് നമുക്ക് സൂപ്പറായിട്ട് കുറേ ക്ലാസ് ഒക്കെ എടുത്ത് തരുന്നുണ്ട് അല്ലേ. സാറ് സൂപ്പറായിട്ട് എടുക്കുന്ന മിസ്സിനും അറിയാം. അപ്പോൾ നല്ല രീതിക്കൊക്കെ എക്സാം എഴുതാം കേട്ടോ. കിഡിലനായിട്ട് നല്ല മാർക്കൊക്കെ വാങ്ങിക്കുക, ഫുള്ള് വാങ്ങിക്കാനായിട്ട് സെറ്റ് ആയിട്ടിരിക്കുക കേട്ടോ. ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഒന്ന് വേവ് ചെയ്ത് കാണിച്ചാൽ എക്സാം എനിക്ക് ഫുള്ള് കിട്ടും എന്നുള്ളവരൊന്ന് വേവ് ചെയ്ത്. യെസ്, എല്ലാവരും സൂപ്പറായിട്ട് വേവ് ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എന്താണ് ഓൾ ദ ബെസ്റ്റ് കേട്ടോ. നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ ബൈ. സാർ ബാക്കി കണ്ടിന്യൂ കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ മക്കളെ ഞാൻ നേരത്തെ ഇടക്കൊന്ന് ബ്രേക്ക് തന്നില്ല. ആ സമയത്ത് 5ാം ക്ലാസ്സിലെ കുട്ടികളെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചറിനോട് പ്രത്യേകം പറഞ്ഞു, മിസ്സിനോട് പ്രത്യേകം പറഞ്ഞു, ഞാൻ വരുന്നുണ്ട് സാറേ, 7ാം ക്ലാസ്സിലെ എൻ്റെ മക്കളെ ഒന്ന് കാണാൻ എനിക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ ടീച്ചർ ക്ലാസ് കഴിഞ്ഞപ്പോൾ നിങ്ങളെ കാണാൻ വേണ്ടി ഓടി വന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങളുടെ കൂടെ ഉണ്ട്. എല്ലാവരും വളരെ നിങ്ങളിങ്ങനെ എങ്ങനെ പെർഫോം ചെയ്യും, എങ്ങനെ എഴുതുമെന്നൊക്കെ ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നാളത്തെ എക്സാമിന് പറയുന്ന പോലെ അടിപൊളിയായിട്ട് എഴുതിക്കൊള്ളണം. നമ്മുടെ ഉള്ളിൽ വരുന്ന എല്ലാം മാക്സിമം ആ പേപ്പറിലേക്ക് എത്തിച്ചോളണം കേട്ടോ. ഓക്കെ, നമുക്കിനി ഇതാ നമ്മളുടെ പോയംസ് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് പോയം, ആൻഡ് വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ് കേട്ടോ, രവീന്ദ്രനാഥ് ടാഗോറിന്റെ പോയാണ്. അപ്പോൾ ഈ പോയത്തിൽ എന്താ ഉള്ളത്? പോയം നല്ല ഒരുപാട് നീട്ടുള്ള പോയാണ്. ഒരു 1, 2, 3, 4 സ്റ്റാൻസാസിലായിട്ട് പോയതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് രവീന്ദ്രനാഥ് ടാഗോർ അതിനകത്തുള്ള ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം ഒരു ബംഗാളി പോളിമാത്താണ്. പോളിമാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സൺ ഹു വൈഡ് നോളജ് ഓൺ ലേണിംഗ്. ഒരുപാട് ധാരാളം അറിവൊക്കെ ഉള്ള ആളെയാണ് നമ്മൾ പോളിമാത്ത് എന്ന് വിളിക്കുക. നമ്മൾ മലയാളത്തിൽ പണ്ഡിതൻ എന്ന് പറയും കേട്ടോ. ധാരാളം അറിവുള്ള ആളില്ലേ, പല പല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾ.
അവരെയാണ് നമ്മൾ പണ്ഡിതന്മാർ, അറിവുള്ളവർ എന്നൊക്കെ വിളിക്കുന്നത്. അതിനൊരു ഇംഗ്ലീഷ് വേർഡാണ് പോളിമാത്ത് എന്നുള്ളത് കേട്ടോ. ഹി വാസ് ബോൺ ഓൺ May 7, 1861 കൊൽക്കത്ത. അദ്ദേഹത്തിന്റെ പ്രൊഫൈലൊക്കെ ഒന്ന് വായിക്കാം. ഈ പ്രൊഫൈലൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഈ പോയത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യം ഇതാണ്, പ്രൊഫൈലാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രൊഫൈൽ ഒന്ന് പഠിച്ചു വെച്ചു കേട്ടോ. അപ്പോൾ ഇദ്ദേഹം ആ ജനിച്ച വർഷമൊക്കെ കറക്റ്റായിട്ട് ഓൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരു പോയറ്റാണെന്ന് എഴുതിയിട്ടുണ്ട്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്, മ്യൂസീഷ്യനാണ്, പ്ലേ റൈറ്റാണ്, എസ്സേയിസ്റ്റ് ആണ് ആൻഡ് എ പെയിന്റർ. കണ്ടോ എന്തൊക്കെ മേഖലകളിൽ അദ്ദേഹത്തിന്റെ കഴിവ് നോക്കി. ഗീതാഞ്ജലി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു രചന എഴുതിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചറിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാഷണൽ ആന്തം എഴുതിയ അതാണ് അദ്ദേഹമാണ്. ബംഗ്ലാദേശിന്റെ നാഷണൽ ആന്തം എഴുതിയ അദ്ദേഹമാണ്. പിന്നെ അദ്ദേഹം മരിച്ചുവിനെ പറ്റി എഴുതിക്കുന്നുണ്ടോ. ഹി പാസ്ഡ് അവേ ഓൺ August 7, 1941. പ്രൊഫൈൽ കേട്ടോ. അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പഠിച്ചു വെച്ചോ, എന്തായാലും വരും. ഈ പോയത്തിൽ എന്താ പറയുന്നത്? ബ്യൂട്ടി ഓഫ് എക്സിസ്റ്റൻസ്. നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കുന്നില്ലടാ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നില്ലേ, അത് തന്നെ വലിയൊരു ഭാഗ്യമല്ലേ. ആ ഭാഗ്യത്തെയാണ് അദ്ദേഹം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതാണ് ഇതിനകത്ത് പ്രധാന തീം എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ എക്സിസ്റ്റൻസിനെ പറ്റിയാണ് പറയുന്നത്, ഈ നേച്ചറിന്റെ ബ്യൂട്ടിയെ പറ്റിയാണ് പറയുന്നത്. ആ ബ്യൂട്ടി ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണമെന്നാണ് പറയുന്നത്. അപ്പോഴാണ് ഈ പോയത്തിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നത്. റെഫ്രെയിൻ എന്ന് പറയുന്ന സാധനം ഉണ്ട് ഈ പോയത്തിൽ കേട്ടോ. റെഫ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? റിപ്പീറ്റ് ചെയ്യുന്ന ലൈൻസ്. പോയത്തിൽ ഇടവിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ലൈൻസ് കേട്ടോ. ദാറ്റ് ഈസ് റെഫ്രെയിൻ. ഓക്കെ, അപ്പോ ഈ പോയത്തിലുള്ള റെഫ്രെയിൻ ഏതാണ്? പറയൂ, ഈ പോയത്തിലുള്ള റെഫ്രെയിൻ ഏതാണ്? പറയൂ. ആര് പറയൂ? അമിഷ പറയൂ, ഈ പോയത്തിലുള്ള റെഫ്രെയിൻ ഏതാണ്? ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. And in wonder and amazement I sing. യെസ്, അത് തന്നെ. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ്. അതാണ് ഇതിനകത്ത് റെഫറൻസ്. കാരണം എന്താണ്? ഈ പോയത്തിൽ ഇടവിട്ട് ഇടക്ക് കറക്റ്റ് ആയിട്ട് ആ വരി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ദാറ്റ് റിപ്പീറ്റേഷൻ ഈസ് കോൾഡ് റെഫ്രെയിൻ. കിട്ടൂല എല്ലാവർക്കും? യെസ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കി നോക്കാം. റെഫ്രെയിൻ അതാണ്. പുട്ട് ദം ഇൻ പ്രോപ്പർ പേഴ്സ്. നിങ്ങൾക്ക് ഇതിനകത്ത് ഒരേപോലെ എൻഡ് ചെയ്യുന്ന ചില വേർഡ്സിനെ പിടിച്ച് ഒന്നിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഫ്ലവർ, ഫ്രാഗ്രൻസ്, ഗ്ലാസ്, ബ്ലേഡ്, മൈൻഡ്, മാഡ്നസ്, വെയിൻസ്, റേസിംഗ്, സ്വൈഡ്, വേൾഡ് കണ്ടോ. ഇങ്ങനെയുള്ള വേർഡ്സിനെ ഇങ്ങനെ പെയറാക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ഈ പെയറിൻ്റെ ഒരു പേരും പറയും കേട്ടോ. ആ പേരിനാണ് നമ്മൾ പറയുന്നത് റൈമിംഗ് വേർഡ്സ് എന്ന് കേട്ടോ. ഒരേപോലെ റൈം ചെയ്യുന്ന വേർഡ്സിനെ നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയും കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. അലിട്രേഷൻ എന്ന് പറഞ്ഞ സാധനം നോക്കാം കേട്ടോ. ഇതൊക്കെ ചോദിക്കൽ കുറവാണ്, കാരണം പോയസിന്റെ ചോദ്യങ്ങൾ ഒന്നും വരുന്നില്ല. പക്ഷെ എന്നാലും ഇത് നമുക്കത് പഠിച്ചു പോകണം. നമ്മൾ ഇനി ഫ്യൂച്ചർ അടുത്ത ക്ലാസ്സുകളിൽ പോകുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ കൂടുതൽ വരും കേട്ടോ. അലിട്രേഷൻ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അലിട്രേഷൻ ഇസ് ദ പ്രിപ്പിറ്റേഷൻ ഓഫ് കോൺസോണന്റ് സൗണ്ട്സ് particularly at the beginning of words. Alliteration describes multiple words grouped together that contains the same first consonant sound. ഇതൊക്കെ ഇതിന്റെ ഡെഫിനിഷൻ ആണ്. ഇതൊക്കെ വായിച്ച് നിങ്ങൾ എന്താണ് ആലോചിച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടണ്ട. നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ കാര്യം കിട്ടും കേട്ടോ. ഇതേ നോക്കി, എക്സാമ്പിൾസ് ഫ്രം ദ പോയം. ഫ്ലവേഴ്സ്, ഫ്രാഗ്രൻസ്. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 2-3 വേർഡ്സിന്റെ തുടക്കത്തിലെ ലെറ്റർ ഒരേപോലെ ആവുന്നതാണ്. അതാണ് ആ ഡെഫിനിഷനിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ. ഫ്ലവേഴ്സ്, ഫ്രാഗ്രൻസ് രണ്ടും തുടങ്ങിയിരിക്കുന്നതാണ് ഫ് എന്ന് പറയുന്ന സൗണ്ടിലാണ് കേട്ടോ. അതാണ് അലിട്രേഷൻ, അത്രേ ഉള്ളൂ. ദ റെപ്പിറ്റേഷൻ ഓഫ് എഫ് സൗണ്ട്. അതുപോലെ മാഡൻസ് മൈ മൈൻഡ്, മാഡൻഡ് മൈ മൈൻഡ് എന്ന് പറയുന്ന മാഡൻഡിലുണ്ട്, മൈലുണ്ട്, മൈൻഡിലുണ്ട്, എല്ലാത്തിലും എന്താ തുടക്കം? എം എന്ന് പറയുന്ന സൗണ്ടല്ലേ തുടങ്ങിയിരിക്കുന്നത്. അത് അലിട്രേഷൻ ആണ്. ഇത്ര നോക്കിയാൽ മതി. ഒരു ലൈൻ എടുക്കുക, ഒരു ലൈനിൽ ഇങ്ങനെ ഗിഫ്റ്റ് ഓഫ് ഗ്ലാഡ്നെസ്, ഗിഫ്റ്റ് ഓഫ് ഗ്ലാഡ്നെസ് രണ്ട് തുടങ്ങിക്കുന്നുണ്ടോ. ജി എന്ന് പറയുന്ന അതിന്റെ സൗണ്ട് ഗ, ആ സൗണ്ടിലാണ് 2 വേർഡും തുടങ്ങിയിരിക്കുന്നത്. സോ അതും അലിട്രേഷൻ എക്സാമ്പിൾ ആണ്. ഇനി അലിട്രേഷൻ മനസ്സിലായില്ല എന്ന് പറയോ? ഇല്ലല്ല, എത്ര ഉള്ള പരിപാടി കേട്ടോ. ഏത് പോയം തന്നാലും അതിനകത്ത് അലിട്രേഷൻ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കുക. വരി എടുക്കുക, ഒരേപോലെ സൗണ്ടിൽ തുടങ്ങുന്ന എന്താണെന്ന് നോക്കുക, അലിട്രേഷൻ ആണ്. നെക്സ്റ്റ് പോയം, ഫോറിൻ ലാൻഡ്സ്. റോബർട്ട് ലൂയിസ് സ്റ്റീവൻസന്റെ ഒരു കുട്ടികളുടെ ഒരു തമാശ കളിയായിട്ടുള്ള ഒരു പോയം. മരത്തിൽ പിടിച്ച് കയറുന്ന കുട്ടികൾ അല്ലേ. ഇതിലുമുണ്ട് 1, 2, 3, 4, 5. റോബർട്ട് ലൂയിസ് സ്റ്റീവൻസന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കവിതകൾ നല്ല താളമുള്ള കവിതകളാണ്. റിപ്പീറ്റേഷനും അതുപോലെ തന്നെ റൈമിംഗ് സ്കീം, റൈം വേർഡ് ഒക്കെ ഉണ്ടാവും അതിനകത്ത് കേട്ടാ. ഈ പോയത്തിൽ എന്താ പറയുന്നത്? The poem describes a little child who climbs a cherry tree and looks at the world from above. ഒരു ചെറി ട്രീയുടെ മുകളിൽ കയറുന്നുണ്ട്, ലോകം മുഴുവൻ കാണുന്ന ഒരു കുട്ടിയുടെ കാഴ്ചപ്പാടാണ് പറയുന്നത്. From the top of the tree, the child can see many beautiful sights such as the next door garden full of flowers, a river shining like a mirror, dusty roads and people walking to town.
കാരണം എന്തൊക്കെ കാഴ്ചകളാണ് കാണുന്നത്. തൊട്ടടുത്ത വീട്ടിലൊരു നല്ലൊരു പൂന്തോട്ടമുണ്ട്. അത് ഇത്രയും മുകളിലിരുന്നത് കണ്ടപ്പോഴാണ് ആ പൂന്തോട്ടം മൊത്തത്തിൽ കാണാൻ പറ്റിയത്, അതിൻ്റെ ഭംഗി കാണാൻ പറ്റിയത്. അതുപോലെ തന്നെ ഒരു പുഴ കാണുന്നുണ്ട്. എന്താണ്, മിറർ പോലെ തോന്നിക്കുന്ന, ആകാശത്തിൻ്റെ മിറർ പോലെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പുഴ, നല്ല രസമുള്ള ഒരു പുഴ. ഡസ്റ്റി റോഡ്സ്, പൊടി പിടിച്ച റോഡുകളാണ് പോകുന്നു, ടൗണിലേക്ക് പോവുകയാണ്, ആൾക്കാരൊക്കെ നടന്നു പോകുന്നത് കാണുന്നുണ്ട്. ഇതൊക്കെ ഇത്രയും മുകളിലിരുന്ന് ആ കുട്ടി ആദ്യമായിട്ട് കാണുകയാണ്. ദ ചൈൽഡ് ഇമാജിൻസ് ദാറ്റ് if he climbs a higher tree he could see even farther. അവനിങ്ങനെ ആലോചിക്കുന്നത് കുറച്ചും കൂടി മുകളിൽ കയറിക്കുകയാണെങ്കിൽ, അവനല്ല അവളാണ്, കുറച്ചും കൂടി മുകളിൽ കയറിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ അകലെയുള്ള സ്ഥലങ്ങളെ കാണാൻ പറ്റുമല്ലോ. അപ്പോഴായിരുന്നു അവിടെ നിന്നൊരു സ്വപ്നവും കാണുന്നത്. ഹി ഡ്രീംസ് ഓഫ് സീയിങ് ദ റിവർ ഫ്ലോയിങ് ഇൻ ടു ദ സീ ആൻഡ് റോഡ്സ് ലീഡിങ് ടു എ മാജിക്കൽ ഫെയറി ലാൻഡ് വെയർ ദ ചിൽഡ്രൻ ആർ ഹാപ്പി ആൻഡ് ടോയ്സ് കം അലൈവ്. അവൾ അവിടെ ഇരുന്നിട്ട് വേറൊരു മാജിക് ലാൻഡിനെ സ്വപ്നം കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മാജിക് ലാൻഡ് ഉണ്ടായിരുന്നെങ്കിലോ, ഈ റോഡൊക്കെ പോകുന്നത് ആ മാജിക് ലാൻഡിലേക്ക്, ആ മാന്ത്രിക ഭൂമിയിലേക്കാണെങ്കിലോ, അവിടെ എന്താ നടക്കുന്നത്? അവിടെ കുട്ടികൾ കളിക്കുന്നു, അവർക്ക് ആദ്യം തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഡിന്നറൊക്കെ എത്തുന്നു, അതിനുശേഷം അവിടുത്തെ കളിപ്പാട്ടങ്ങളെല്ലാം ജീവൻ വെക്കുന്നു. ഇതിനേക്കാളും രസമുള്ള വേറെ കാര്യമുണ്ട് അല്ലേ? കളിപ്പാട്ടങ്ങൾ ജീവൻ വെക്കുന്നു. ടോയ്സ് കം അലൈവ്. കണ്ടോ? ദ പോയം ഷോസ് ഒക്കെ ചൈൽഡ്സ് ക്യൂരിയോസിറ്റി ആൻഡ് ഇമാജിനേഷൻ. ഒരു കുട്ടിയുടെ ഇമാജിനേഷനും ക്യൂരിയോസിറ്റിയൊക്കെയാണ് പോയത്തിൽ കാണിക്കുന്നത്. രസകരമായ പോയമാണ്. ഇതിനകത്തോണ്ട് കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, up into the cherry tree who should climb but little me, I held the trunk with both my hands and looked abroad on foreign lands. കണ്ടോ? ഇതിന്റെ പോയത്തിൽ നല്ല രസകരമായിട്ടുള്ള വാക്കുകൾ വരുന്നുണ്ടോ? The word tree and me end with the same sound. ശ്രദ്ധിച്ചേ, ട്രീ എന്ന് പറയുന്നതും മീ എന്ന് പറയുന്നത് കണ്ടോ ഒരേപോലെ ലെൻഡ് ചെയ്യുന്നേ. അതുപോലെ ഹാൻഡ്സ് എന്ന് പറയുന്നതും ലാൻഡ്സ് എന്ന് പറയുന്നതും ഒരേപോലെ ലെൻഡ് ചെയ്യുന്നേ. അപ്പൊ ഇവരെ പിടിച്ച് നമുക്ക് ഒന്നിച്ച് പേറാക്കി കൂടെ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? റൈമിംഗ് വേർഡ്സ് എന്ന് പറയാം. റൈമിംഗ് വേർഡ്സ്, പേറാക്കാൻ പറ്റിയ വേർഡ്സ്. അതെവിടെയാ നോക്കണ്ടേ? ആ പറയുന്ന വരിയുടെ അവസാനത്തെ വേർഡിനാണല്ലോ റൈമിംഗ് വേർഡ്സ് ആക്കണ്ടേ കേട്ടോ. അതിന് മുമ്പുള്ള സോറി മക്കളെ, എടാ അതെന്താണെന്നറിയോ? ഈ ഭയങ്കര തണുപ്പൊക്കെ അടിച്ചിട്ട് തൊണ്ടയ്ക്ക് പ്രശ്നമായിരിക്കേണ്ട, അതുകൊണ്ടാണ് കേട്ടോ, സോറി. അപ്പോൾ ഈ വരിയുടെ അവസാനത്തെ വേർഡിനെ നമ്മൾ എടുക്കണ്ടേ കേട്ടോ. ഇപ്പോൾ ഇവിടെ ലൈ, അടിയിലത്തെ വരി നോക്കി, ഐ ഒരേപോലെ അല്ലേ? റൈം വേർഡ്സ് ആണ്. മോർ, ബിഫോർ ഒരേപോലെ അല്ലേ? റൈം വേർഡ്സ് ആണ് കേട്ടോ. ഇതാണ് റൈമിംഗ് വേർഡ്സ് കേട്ടോ. അപ്പോൾ ഇനി ലുക്ക് അറ്റ് ദ ഫോളോയിങ് ലൈൻ ഫ്രം ദ പോയം. ആൻഡ് ലുക്ക് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ്. എന്താണ് ഇതിനകത്ത് പറയാനുള്ളത്? ലുക്ക് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ്. ഇതിലെ ചില വാക്കുകൾ ലുക്ക്ഡ് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ്, ഇതിനകത്ത് എല്ലാത്തിലും ഒരു ഓ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ലേ? അബ്രോഡ് ഓൺ ഫോറിൻ ഇല്ലേ? അങ്ങനെ ഒരു എ ഇ ഐ ഒ യുവിൻ്റെ സൗണ്ടുകൾ എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അസോണൻസ്. എന്ത് വിളിക്കും? അസോണൻസ് കേട്ടോ. അപ്പോൾ മറ്റേ സൗണ്ട് ഏതായിരിക്കണം? കൺസോണൻസ് സൗണ്ടാണ് ആദ്യം റിപ്പീറ്റ് ചെയ്യുന്നത്, അതാണ് അലിട്രേഷൻ. ഇത് എ ഇ ഐ ഒ യു സൗണ്ട് നമ്മൾക്ക് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് അസോണൻസ്. ഓക്കെ, അപ്പോൾ അടുത്തെന്താ നോക്കാതെ? ലുക്ക് അറ്റ് ദ ഫോളോയിങ് ലൈൻസ്. ഈ ലൈൻ നോക്കൂ. ഇതിലെന്തുണ്ട്? ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം ഉണ്ട്. എന്താണ്? അലിട്രേഷൻ ഉണ്ട്. പ്ലസന്റ് പ്ലേസസ് കണ്ടോ? രണ്ടും തുടങ്ങുന്നത് എന്താണ്? പി പി പ്ലസന്റ് പ എന്ന് പറയുന്ന സൗണ്ടിലാണ് കണ്ടോ. അപ്പോൾ അലിട്രേഷൻ ആണത്. ദേ അലിട്രേഷൻ. ഓക്കെ, ഇനി ഇതിന്റെ റൈം സ്കീം എന്താണെന്ന് പറയാമോ? നമുക്ക് റൈമിംഗ് വേർഡ്സ് കിട്ടി. റൈം സ്കീം എന്താണ്? എ എ ബി ബി ആണ് ഇതിന്റെ റൈം സ്കീം. എങ്ങനെയാണ് എ എ ബി ബി കിട്ടുന്നത്? നമ്മൾ നേരത്തെ എഴുതിയില്ലേ, ഹാൻഡ് ലാൻഡ് ഒരേപോലെ അല്ലേ റൈം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് രണ്ടിനും ആദ്യം തന്നെ എ എന്ന് പേര് കൊടുക്കാം. പിന്നെ ഉള്ളത് ഫൈവിൽ എലൈവ് ആണ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് പേര് കൊടുക്കാം? ബി ബി എന്ന് പേര് കൊടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് എങ്ങനെ കിട്ടി? എ എ ബി ബി എന്നുള്ള റൈം സ്കീം കിട്ടി കേട്ടോ. ഇനി നമുക്ക് അടുത്ത പോയതിൻ്റെ പേരാണ് ലോഫിംഗ് സോങ്. ഇത് ഭയങ്കര ഒരു തമാശ സോങ് ആണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് വേറെ ഒന്നുമില്ല, എല്ലാവരും കിടന്ന് ചിരിക്കുകയാണ് അല്ലേ? ഇതിനകത്ത് ആൾക്കാരൊക്കെ കിടന്ന് ചിരിക്കുകയാണ്. മനുഷ്യന്മാർ തന്നെ ആവണമെന്നില്ല. കുന്നുകൾ ചിരിക്കുന്നു, ചെടികൾ ചിരിക്കുന്നു, വെള്ളം ചിരിക്കുന്നു, പൂക്കൾ ചിരിക്കുന്നു, എല്ലാ കാര്യങ്ങളും ചിരിക്കുകയാണ്. നാച്ചുറലി കാണുന്ന എല്ലാ കാര്യങ്ങളും ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്ന ആരാണ്? വില്യം ബ്ലേക്ക് ആണ് കേട്ടോ. വില്യം ബ്ലേക്കിൻ്റെ കവിതയാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈല്. Laughing Song by William Blake is a joyful poem celebrating the beauty of nature and the happiness it brings. The poem describes a scene where the trees, stream and the merry voices of children all seem to be laughing. എല്ലാവരും ചിരിക്കുന്നതായിട്ടാണ് അത് കാണിക്കുന്നത്. Creating an atmosphere of pure joy and contentment.
ഭയങ്കര രസകരമായ ഒരു സംതൃപ്തി നിറഞ്ഞ ഒരു എല്ലാം തികഞ്ഞ ചിരിക്കുന്ന സന്തോഷത്തിൻ്റെ ഒരു നിമിഷമാണ് കാണിച്ചിരുന്നത്. ബ്ലേക്ക് എംഫസൈസസ് ദ കണക്ഷൻ ബിറ്റ്വീൻ നേച്ചർ ആൻഡ് ഹ്യൂമൻ ഹാപ്പിനെസ്. മനുഷ്യൻ്റെ സന്തോഷവും പ്രകൃതിയുമായിട്ട് എത്രത്തോളം ചേർന്നിരിക്കുന്നു എന്നാണ് കാണിച്ചിരുന്നത് കേട്ടോ. പോർട്രേയിങ് ലോഫ്റ്റർ ആസ് എ യൂണിവേഴ്സൽ എക്സ്പ്രഷൻ ഓഫ് ഡിലൈറ്റ്. പൊട്ടിച്ചിരി എന്ന് പറയുന്നത് എന്തിൻ്റെ ഉദാഹരണമാടാ? നമ്മുടെ സന്തോഷത്തിൻ്റെ ഉദാഹരണമല്ലേ? നമ്മൾ പ്രകൃതിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ ചിരിക്കുന്നുണ്ട്? ഇതേപോലെ എല്ലാവരും കിടന്നിരിക്കും കണ്ടോ. കാടും മേടും മലയും സൂര്യനും അതുപോലെ തന്നെ പൂക്കളും വെള്ളവും എല്ലാം ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടാ. വെള്ളം ചിരിക്കുന്നു, എന്താണ്, മേഘം ചിരിക്കുന്നു, കാറ്റ് ചിരിക്കുന്നു, മലകൾ ചിരിക്കുന്നു കേട്ടോ. ഇതെല്ലാം ചിരിക്കുന്നു അല്ലേ? അവിടെയും നമുക്ക് എന്ത് കിട്ടുന്നു? റൈം സ്കീം കിട്ടുന്നു. നോക്കിയേ, ഗ്രീൻ സീൻ കണ്ടോ, എമിലി ഹീ കണ്ടോ. എമിലിന് അവസാനം ഈ എന്ന് പറയുന്നു, ഹീല് അവസാനം ഈ എന്ന് പറയുന്നു കണ്ടോ. ലാസ്റ്റ് വേർഡ് എടുത്താൽ മതി, അപ്പൊ നമുക്ക് ബി എന്ന് കിട്ടും. ഇതാണ് അതിനകത്ത് റൈം സ്കീം കേട്ടോ. അതുപോലെ തന്നെ റൈമിംഗ് വേർഡ്സ് ആണ് ഈ കാണുന്നത് കേട്ടോ. ജോയ്, ഗ്രീൻ, സീൻ, ഷെയ്ഡ്, സ്പ്രെഡ്, മീ, ഹി, എമിലി, ഹി, അതൊക്കെ റൈമിംഗ് വേർഡ്സ് ആണ്. The words voice and joy create an assonance. വോയിസും ജോയും രണ്ടിലും എന്ത് ഓ സൗണ്ട് ഇല്ലേ? അപ്പൊ അത് അസോണൻസിന്റെ എക്സാമ്പിൾ അല്ലേ? അപ്പൊ അസോണൻസിന്റെ മറ്റേ എക്സാമ്പിൾ അതിനകത്ത് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെ? AEIOU പറയുന്ന വരികൾ, ആ വാക്കുകൾ അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് AEIOU ഉണ്ടാക്കുന്ന സൗണ്ട് ഇല്ലേ, ആ ഇ ഉ ഓ എന്നൊക്കെ ഉള്ള സൗണ്ട്, അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അസോണൻസ് പിടിക്കാം കേട്ടോ. റിപ്പീറ്റേഷൻ ഓഫ് വവൽ സൗണ്ട് ഇൻ എ ലൈൻ കോൾഡ് അസോണൻസ്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് വവൽ റൈം എന്നും പറയും അതിന് കേട്ടോ. ഓക്കെ, അലിട്രേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞാണ്, അതിനൊന്ന് ഡെഫിനേഷൻ ആയിട്ട് പറയുന്നുള്ളൂ. Repetition of initial consonant sounds of a word in the same line of a poem is called alliteration. കേട്ടോ. റെഫ്രെയിൻ നമ്മൾ പറഞ്ഞു എന്താണ്? റിപ്പീറ്റ് ചെയ്യുന്ന ലൈൻസ് ആണ് റെഫ്രെയിൻ. ദാറ്റ് മീൻസ് ഇടവിട്ട് റിപ്പീറ്റ് ചെയ്തു കേട്ടോ. റിപ്പീറ്റഡ് വിത്തിൻ ദ ലൈൻസ് ഓർ സ്റ്റാൻസാസ്, റെഫ്രെയിൻ. പിന്നുള്ളതാണ് പേഴ്സോണിഫിക്കേഷൻ. ഈ പോയത്തിലാണ് മക്കളെ പേഴ്സോണിഫിക്കേഷൻ ഏറ്റവും കൂടുതലുള്ളത്. പേഴ്സോണിഫിക്കേഷൻ എന്താണെന്ന് ആർക്കെങ്കിലും പറഞ്ഞിടാൻ പറ്റുമോ? ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോയറ്റിക് ഡിവൈസ് ആണ് പേഴ്സോണിഫിക്കേഷൻ. ആര് പറയും? ശ്രീലക്ഷ്മി പറയൂ. പേഴ്സോണിഫിക്കേഷൻ ഒരു ഹ്യൂമൻ ക്യാരക്ടറിനെ ഒരു ജീവനില്ലാത്ത കൊടുക്കുക. ഹ്യൂമൻ ക്യാരക്ടറിനെ ജീവനില്ലാത്ത വസ്തു കൊടുക്കുക. ഹ്യൂമൻസ് ചെയ്യണ കാര്യങ്ങള് ഹ്യൂമൻസ് ചെയ്യണ കാര്യങ്ങള് വേറെ എന്തിനാ ജീവനില്ലാത്ത വസ്തുക്കൾ ചെയ്യുന്നു എന്ന് പറയുക. ജീവനില്ലാത്ത വസ്തുക്കൾ ചെയ്യുന്നു എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അനക്കമില്ലാത്ത വസ്തുക്കൾ ചെയ്യുന്നു എന്ന് പറയുന്നത് കറക്റ്റ്, അത് തന്നെ. ഓക്കെ, അപ്പൊ നീ എന്തായാലും മോനെ അതിൽ അറിയാം, നിന്റെ അർത്ഥം അറിയാം, ഉത്തരം അറിയാം അല്ലേ? ഓക്കെ, അത്രേ ഉള്ളൂ. Personification is a figure of speech in which human characters are attributed to an abstract quality. കണ്ടോ? Animal or inanimate objects. മനുഷ്യൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് ചില എന്താണ് ചില വികാരങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാലോ, അബ്സ്ട്രാക്ട് ക്വാളിറ്റി. ഇപ്പൊ നമ്മൾ സ്നേഹം വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു കേട്ടെന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം എന്താണ്? സ്നേഹം എന്ന് പറയുന്നത് ഒരു വികാരമാണ്, ഒരു അബ്സ്ട്രാക്ട് ക്വാളിറ്റിയാണ്. അതിന് മനുഷ്യൻ്റെതായ ഒരു പ്രവൃത്തി, കെട്ടിപ്പിടിക്കാനുള്ള കഴിവ്, അതൊക്കെ കൊടുക്കുന്നത് എന്താണ്? പേഴ്സോണിഫിക്കേഷൻ ആണ് കേട്ടോ. അതുപോലെ ഈ പറയുന്ന പോയത്തിൽ പറയുന്ന എല്ലാവരും പേഴ്സോണിഫിക്കേഷൻ അല്ലേ. ചിരിച്ചു എന്ന് പറയുന്നത് ആരാണ്? മനുഷ്യനല്ലേ ശരിക്കും ചിരിക്കുക. ഇന്നത്തെ എന്താ പറയുന്നത്? മലകൾ ചിരിച്ചു, കുന്നുകൾ ചിരിച്ചു, പുഴ ചിരിച്ചു, മരം ചിരിച്ചു, ചെടി ചിരിച്ചു, പൂവ് ചിരിച്ചു എന്നൊക്കെ പറയല്ലേ. അപ്പോൾ അത് പേഴ്സോണിഫിക്കേഷൻ അല്ലേ? അങ്ങനെ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്നു എന്ന് പറയുന്നതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, യെസ്. ഇനി നമുക്കിനകത്ത് 2 പോയമുണ്ട്. അത് ഒന്ന് ഡോസ് ഓഫ് ഡെയറിംഗ് ആണ്, അടുത്ത പോയം 4ാമത്തെ യൂണിറ്റിലെ. പിന്നെ ഉള്ളത് ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ ആണ്. അപ്പോൾ ഇതിനകത്ത് 2ൽ എന്താ ഉള്ളത് നമുക്ക് നോക്കാം. ഡോസ് ഓഫ് ഡെയറിംഗ്, ഹെൻറി വാൻ ഡൈക്ക് ജൂനിയർ കേട്ടോ, അദ്ദേഹം എഴുതിയ പോയം. ഈ പോയത്തിൽ പോയം സേസ് ദാറ്റ് challenges in life are like opportunities for courage and adventure. ഇത് നമുക്ക് ഇൻസ്പിറേഷൻ തരുന്ന പോയാണ്. ദാറ്റ് മീൻസ് നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങളും ചലഞ്ച് വരും, നമുക്ക് വെല്ലുവിളി, നമ്മൾ തോപ്പിക്കാൻ വേണ്ടി വരുന്ന സാധനമാണ് വെല്ലുവിളി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളതിനെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണണം. അതിനെ മറികടന്നാൽ പിന്നെ നമുക്ക് കുറച്ചുകൂടി ധൈര്യം കിട്ടും, അതിനെ മറികടന്നാൽ നമുക്ക് ശക്തി കിട്ടും. അപ്പം നമ്മൾക്ക് വേറെ എന്തെങ്കിലും നല്ലൊരു കാര്യത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്ന പ്രശ്നങ്ങളാണ് മുന്നോട്ട് വരുന്നത്, നമ്മളതിനെ തകർത്ത് മുന്നോട്ട് കയറണം. അതാണ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയാണ് ഈ പോയത്തിൽ എല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത്. ദ ഹൈ മൗണ്ടെയിൻസ് ഇൻവൈറ്റ് ബ്രേവ് പീപ്പിൾ ടു ക്ലൈംബ് ദം ആൻഡ് റീച്ച് ഗ്രേറ്റ് ഹൈറ്റ്സ്. കേട്ടോ, വലിയ മൗണ്ടെയിൻസിനെ പറ്റി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ മൗണ്ടെയിൻസ് എന്തിനാണ് അങ്ങനെ നിൽക്കുന്നത്? നമ്മൾ ഭയങ്കര സാഹസികരായിട്ടുള്ള ആൾക്കാർക്ക് കയറി അതിനെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്
കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ കടൽ വിളിക്കുന്നു എന്ന് പറയുന്നത്, ദ വാസ്റ്റ് സീ കോൾസ് സെയിലേഴ്സ് ടു എക്സ്പ്ലോർ ന്യൂ പ്ലേസസ് ആൻഡ് ഡിസ്കവർ ദ അൺനോൺ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ കണ്ടുപിടിക്കാനും എക്സ്പ്ലോർ ചെയ്യാനും നമ്മളെ കടൽ വിളിക്കുന്നുണ്ട്. കടൽ ഭയങ്കര അഡ്വഞ്ചറസ് അല്ലടാ, പക്ഷെ ആ കടലിലേക്ക് നമുക്ക് പോകാൻ തോന്നുന്നുണ്ട്, കാരണം നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ ഡിഫിക്കൽട്ടീസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് വി ഫേസ് ഇൻ ലൈഫ് ആർ നോട്ട് മെന്റ് ടു ട്രാപ്പ് us. നമുക്ക് മുന്നിൽ വരുന്ന ഡിഫിക്കൽട്ടീസും പ്രശ്നങ്ങളൊന്നും നമ്മൾ ട്രാപ്പ് ചെയ്യാനുള്ളതല്ല. ഇൻസ്റ്റെഡ് ദേ ആർ ലൈക്ക് ഡോർസ് ദാറ്റ് ഓപ്പൺ ന്യൂ പാത്സ് ഫോർ ഗ്രോത്ത് ആൻഡ് സക്സസ്. നമ്മൾ വളരാനും മുന്നോട്ട് പോകാനും നമ്മളെ സഹായിക്കുന്ന പുതിയ ഡോറുകളാണ് അതെല്ലാം. അപ്പോൾ അതാണ് നമ്മൾ എൻകറേജ് ചെയ്യുന്ന പോയിട്ട് കേട്ടോ. ഇതിലും ഉണ്ട് എന്തുണ്ട്, റൈമിംഗ് വേർഡ്സ്, റൈം സ്കീം, ഫ്രെറ്റ്. പക്ഷേ ഇതിനകത്ത് റൈം സ്കീം ഇത്തിരി വ്യത്യാസമാണ്. മറ്റേതിൽ നമ്മൾ കണ്ട എന്താണ്, റൈം ചെയ്യുന്ന വേർഡ് തൊട്ടടുത്തടുത്താണ് കിടക്കുന്നത്. പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല, ഇതിനകത്ത് ഒന്നിടവിട്ടാണ് കിടക്കുന്നത്, ഓൾട്ടർനേറ്റീവ് ആയിട്ട് കിടക്കുന്നത്. ഓക്കെ, ഫ്രെറ്റ് കഴിഞ്ഞാൽ പിന്നെ വേറൊരു വേർഡ് കൺട്രോൾ ആണ്, പിന്നെ സെറ്റ് ഇപ്പോഴാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ കൺട്രോളിനുമായിട്ട് റൈം ചെയ്യുന്ന വേർഡ് അതിൻ്റെ താഴത്തെ കിടക്കുന്നത്, സോൾ. കണ്ടോ, അപ്പോൾ റൈം സ്കീം എന്ത് വരും പറഞ്ഞേ, ആര് പറയും? ഇങ്ങനെ വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എ ബി ബി തന്നെ വരുമോ? റൈം സ്കീം എന്ത് വരും? പറയൂ. ആരാ? അജിൻ പറയൂ. Good afternoon. Good evening, sir. Good evening. A B A B. Yes, മിടുക്കൻ. കാരണം ഒന്നിടവിട്ടാണ് വരുന്നത് അല്ലേ? ഇതുമായിട്ട് റൈം ചെയ്യുന്ന വേർഡ് ഇതിന്റെ തൊട്ട് താഴെയല്ല, അതിന്റെ താഴെ എടുക്കുന്നത്. അപ്പൊ നമ്മൾ എ ഇവിടെയാണ് പിന്നെ എ എഴുതേണ്ടത്. അപ്പൊ അതിന്റെ ഇടയിലുള്ളത് നമ്മൾ എന്ത് എഴുതും? ബി എന്ന് എഴുതും. അതുമായിട്ട് റൈം ചെയ്യുന്നതിന് തൊട്ട് താഴെയല്ല, അതിന്റെ താഴെ എടുക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ബി എഴുതും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എ ബി എന്ന് കിട്ടും, ഇടവിട്ട്. അതാണ് അതിന്റെ റൈം സ്കീം കേട്ടോ. ഓക്കെ, എ ബി കണ്ടോ, ഇങ്ങനെ കിട്ടും റൈം സ്കീം. ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ് ദാറ്റ് അലിട്രേറ്റ് ഇൻ ദ ലൈൻസ് ഗിവൺ ബിലോ. താഴെ അലിട്രേറ്റ് ചെയ്യുന്ന വേർഡ്സ് ആണ് എഴുതാൻ പറയാം അല്ലേ? ഇതിനകത്ത് അലിട്രേറ്റ് ചെയ്യുന്ന വേർഡ്സ് ഉണ്ട്. എന്താണ്? ഫ്ലോസ് ആൻഡ് ഫോംസ്. കണ്ടോ, ഫ്ലോസ് ആൻഡ് ഫോംസ് അലിട്രേറ്റ് ചെയ്യുന്നില്ലേ? ഡീപ് ഡിവൈഡിങ് അലിട്രേറ്റ് ചെയ്യുന്നില്ലേ? കണ്ടോ, കണ്ടോ, ഡീപ് ഡിവൈഡിങ് അലിട്രേറ്റ് ചെയ്യുന്നതാണ്. ഇതൊക്കെ അലിട്രേറ്റ് ചെയ്യുന്ന വാക്കുകളാണ് കേട്ടോ. ഫൈൻഡ് ഔട്ട് ദ വിഷ്വൽ ഇമേജ്. എന്താണ് വിഷ്വൽ ഇമേജ്? ഒരു പോയം വായിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റിയ കാര്യങ്ങൾ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം വിഷ്വൽ ഇമേജുകളാണ്. ഉണ്ടോ, റെസ്റ്റ്ലെസ് ഡീപ് ഡിവൈഡിങ് സീ എന്ന് പറഞ്ഞാൽ കാണുന്ന കാര്യമല്ലേ? ഫ്ലോസ് ആൻഡ് ഫോംസ് ഫ്രം ഷോർ ടു ഷോർ. ഇന്ന് കാലത്ത് കൂടി ഞാൻ ബീച്ചിൽ നടക്കാൻ പോയതാണ്. അപ്പോൾ നല്ല തിരമാലകളൊക്കെ വന്നു. നല്ല എന്താണ്, തിരമാല വരുമ്പോൾ ഇങ്ങനെ പതഞ്ഞ് വരികയാണ്. നല്ല രസമുള്ള കാഴ്ചയായിരുന്നു അത് കേട്ടോ. അപ്പോൾ എന്താ പോലെ ഇതെല്ലാം കാണാൻ പറ്റിയ നല്ല കാഴ്ചകളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിഷ്വൽ ഇമേജിൽ ഇതെല്ലാം പെടുത്താം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് പോയം പറയാം. ലാസ്റ്റ് പോയമാണ് ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ. സൈമൺ ഗാർഫങ്കലിന്റെ. ഇതൊരു പോയമല്ല, ഇറ്റ്സ് ആൻ ഇൻസ്പയറിംഗ് സോങ് കേട്ടോ. നല്ലൊരു സോങ് ആയിരുന്നു ഇത്. ഇറങ്ങിയ കാലത്ത് ഭയങ്കര ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ച ഒരു സോങ് ആണ് കേട്ടോ. ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ ഈസ് വൺ ഓഫ് സൈമൺ ആൻഡ് ഗാർഫങ്കൽസ് മോസ്റ്റ് ഐക്കോണിക് സോങ്. ഏത് വർഷം ഇറങ്ങിയത്? 1970 കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ പടമല്ല, ഒരു സോങ് ആണ്. അപ്പോൾ അതന്ന് ഭയങ്കര ടൈറ്റിൽ ട്രാക്ക് ഓഫ് ദെയർ ഫസ്റ്റ് ഫൈനൽ സ്റ്റുഡിയോ ആൽബം. അവർ രണ്ടുപേരും കൂടി ഇറക്കിയിരുന്ന ആൽബംസിലെ അവസാന ആൽബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൈറ്റിൽ ട്രാക്ക് ആയിരുന്നു, റിട്ടൺ ബൈ പോൾ സൈമൺ. അയാളാണ് എഴുതിയത്. ദ സോങ് ഈസ് സെലിബ്രേറ്റഡ് ഫോർ ഇറ്റ്സ് കംഫർട്ടിംഗ് ലിറിക്സ് ആൻഡ് സോൾഫുൾ മെലഡി. നല്ല മെലോഡിയസ് സോങ് ആണ്, അതുപോലെ കംഫർട്ടിംഗ് ആയിട്ടുള്ള ലിറിക്സ് ആണ്. അതായത് നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിലൊക്കെ പെട്ടെടുക്കുന്ന ആൾക്കാരില്ലേ, അവർക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ ആരൊക്കെയോ തങ്ങളെ സഹായിക്കാനുണ്ടെന്നൊക്കെ തോന്നിക്കും. അങ്ങനെ ഒരു പ്രത്യേക ഫീലിംഗ് തരുന്നൊരു സോങ് ആണ് കേട്ടോ. ടോക്സ് അബൌട്ട് ബീങ് ദെയർ ഫോർ സംവൺ ഹു ഈസ് സാഡ് ഓർ ഗോയിങ് ത്രൂ ടഫ് ടൈംസ്. ബുദ്ധിമുട്ടുള്ള സമയത്തിലൂടെ, ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് എപ്പോഴും ഞാൻ കൂടെയുണ്ടെന്ന് ഒരു ആശ, ഒരു ഹോപ്പ് കൊടുക്കുന്ന ഒരു പാട്ടാണ് കേട്ടോ. സോ ഈ പാട്ടിൽ എന്താ ഉള്ളത്? ഈ പാട്ടിലും കുറച്ചുണ്ട് കേട്ടോ, പോയിന്റ് ഡിവൈസ് ഒക്കെ ഉണ്ട്. റീഡ് ദ സ്റ്റാൻസ അഗെയിൻ, ലുക്ക് അറ്റ് ദ വേർഡ്സ് ഇൻ ഇറ്റാലിക്സ്, ദേ ആർ എക്സാമ്പിൾസ് ഓഫ് അലിട്രേഷൻ. ഇതിലും അലിട്രേഷൻ ആണ് പ്രധാനമായിട്ടുള്ളത്. ഇതിനകത്ത് 2 വാക്കുകൾ ഇറ്റാലിക്സിൽ കൊടുത്തു. ഇറ്റാലിക്സ് എന്ന് പറഞ്ഞാൽ ചരിഞ്ഞ എഴുത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് എന്തിൻ്റെ ഉദാഹരണമാണ്? അലിട്രേഷൻ ഉദാഹരണം. ഫ്രണ്ട്സ് ജസ്റ്റ് കാൻ ബി ഫൗണ്ട്. കണ്ടോ, ഫ്രണ്ട്സ് ആൻഡ് ഫൗണ്ട് 2 വേർഡും തുടങ്ങിയിരിക്കുന്നത് എഫ് സൗണ്ടിലാണ് എന്ന കാര്യമാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, റെഫ്രൈൻ ഉണ്ടാന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ഈ പാട്ടിൽ റെഫ്രൈൻ ഉണ്ടല്ലോ അല്ലേ? ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ എന്നുള്ളത് ആ റെഫ്രൈൻ തന്നെയാണ് അതിനകത്ത് റെഫ്രൈൻ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ വിഷ്വൽ ഇമേജ് ഉണ്ട്, വിവിഡ് പിക്ചർ വേർഡ്സിനകത്ത് പല കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് വിഷ്വൽ ഇമേജ് ആയിട്ട് പെടുത്താവുന്നതാണ്. ഓക്കെ, ഇതെല്ലാമാണ് ഈ പോയത്തിലുള്ളത്. ഓക്കെ മക്കളെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള പോയത്തിൻ്റെ. ഞാൻ ലാസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ, പക്ഷേ പോയത്തിൻ്റെ ചോദ്യങ്ങൾ കുറവാണ്. പ്രധാനമായിട്ടും പ്രൊഫൈലൊക്കെ അതിനകത്ത് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. എന്നാലും ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിഫറൻ്റ് ആയതുകൊണ്ട് നമുക്ക് അതും ഒന്ന് പ്രതീക്ഷിച്ചിരിക്കാം. ഇങ്ങനെയുള്ള പോയറ്റിക് ഡിവൈസുകൾ
നല്ലോണം ഒന്ന് പഠിച്ചു വെച്ചോ. ഈ പറയുന്ന റെഫ്രെയിനും പേഴ്സോണിഫിക്കേഷനും അതുപോലെ സിമിലി മെറ്റഫോർ എന്ന് പറയുന്ന കമ്പാരിസനെ പറ്റിയുള്ള പോയിന്റ് ഡിവൈസും പിന്നെ ഈ പറഞ്ഞ അലിട്രേഷനും അസോണൻസും കേട്ടോ. ഇതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് നിങ്ങൾ ഈ പോയിന്റ്സ് എന്നുള്ള. പിന്നെ റൈം സ്കീമും റൈമിംഗ് വേർഡ്സും ഇതിപ്പോൾ പറഞ്ഞില്ലേ, അതൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കി വെച്ചോ. ഇതൊക്കെയാണ് പോയിന്റ്. ചോദ്യം വരണമെങ്കിൽ വരാൻ സാധ്യതയുള്ള ചോദ്യം അതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൈം കറക്റ്റായിട്ട് 9 മണിക്ക് അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ചാപ്റ്ററും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പ്രധാന ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചില ആക്ടിവിറ്റീസും നമ്മൾ ചെയ്തു. ഗ്രാമർ പാർട്ടിലെ എഡിറ്റ് ചെയ്യണതിൻ്റെ 2-3 പ്രാവശ്യം നമ്മൾ ചെയ്തു നോക്കി. അതുപോലെ ആസ് വെച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു നോക്കി. പിന്നെ നമ്മൾ റിലേറ്റീവ് പ്രോനൗൺസ്, അതായത് ഹൂ, ഹൂസ്, ഹൂം, ഇത് മൂന്നിൻ്റെയും ടിപ്പ് ഓർത്തിരിക്കുന്നുണ്ടോ? ഹൂ വരുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് എന്തുണ്ടാവും? വെർബോ അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബോ ഉണ്ടാവും. ഹൂം ആണെങ്കിൽ തൊട്ടടുത്ത് എന്തുണ്ടാവും? പ്രൊനൗൺസ് ഉണ്ടാവും. ഇനി ഹൂസ് ആണ് വെക്കണ്ടെങ്കിൽ തൊട്ടടുത്ത് എന്തുണ്ടാവും? ഒരു നൗൺ ഉണ്ടാവും. ഓർക്കൂലേ? ആ ഹൂം ഹൂസിന്റെ ചോദ്യം ഉറപ്പായിട്ട് ഉണ്ടാവട്ടെ നാളെ കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കേട്ടോ അടിപൊളിയായിട്ട് ഈ പറഞ്ഞതെല്ലാം ഓർമ്മ വരട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥിക്കുന്ന പറഞ്ഞാൽ നമ്മൾ മനസ്സ് ശുദ്ധമാക്കുന്ന പരിപാടിയാണ്. എന്നാലും നമുക്ക് ക്ലിയർ ആയിട്ട് ഓർമ്മകൾ വരുള്ളൂ കേട്ടോ. അപ്പോൾ എക്സാം ഹാളിന് മുമ്പ് ഇരുന്നിട്ട് എക്സാം ഹാളിൽ എക്സാം എഴുതുന്നതിന് തൊട്ടുമുമ്പ് എന്ത് ചെയ്യണം? ഇതുപോലെ ഒന്ന് മനസ്സ് ശുദ്ധമാക്കി ഒന്ന് കുറച്ചൊരു സൈലൻ്റ് ആയിട്ടിരുന്നിട്ട് ഡീപ് ബ്രീത്ത് എടുത്ത് ഒന്ന് എല്ലാവർക്കും നന്ദിയൊക്കെ പറഞ്ഞ് ദൈവത്തിനൊക്കെ നന്ദി പറഞ്ഞ് മനസ്സ് ശുദ്ധമാക്കിയിട്ട് വേണം എക്സാം എഴുതാൻ തുടങ്ങാൻ. ഓക്കെ അല്ലേ? ഈ ക്ലാസ്സിൻ്റെ വീഡിയോ യൂട്യൂബിലുണ്ട് കേട്ടോ. യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒന്നുകൂടി കാണാം. മറ്റുള്ള കൂട്ടുകാർക്ക് വേണമെങ്കിൽ കൊടുക്കാം. സ്ലൈഡും ഉണ്ട് കേട്ടോ അതിനകത്ത്. ഓക്കെ, എല്ലാം ഉണ്ട്. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്ര നേരം എല്ലാവരും നന്നായിട്ട് പഠിച്ചു. എല്ലാവരും നല്ല എക്സൈറ്റഡ് ആയിട്ടിരുന്ന് തന്നെ ചെയ്ത് കേട്ടു. പറയുന്നത് നല്ലതായിട്ട് ഉത്തരവൊക്കെ പറഞ്ഞു. എല്ലാവർക്കും അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ കേട്ടോ. അപ്പോൾ ബൈ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഗുഡ് നൈറ്റ്.